എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇത് മോട്ടോർ സൈക്കിളിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഇംഗ്ലീഷിലാണ്, പക്ഷേ മലയാളത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇത് മൊത്തം ഒരു 200 ക്വസ്റ്റ്യൻ്റെ അടുപ്പിച്ചുണ്ട്. ആക്ച്വലി ഇത് കാണുന്നതിൻ്റെ മുമ്പിട്ട് ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കോമൺ ക്വസ്റ്റ്യൻ എന്ന് പറയും. കോമൺ ക്വസ്റ്റ്യൻ ഞാൻ ആൾറെഡി എൻ്റെ യൂട്യൂബിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ആദ്യമേ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുമാത്രമല്ല, ഈ നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ സ്ക്രീനിൽ എൻ്റെ വീഡിയോനകത്ത് പോവുക. അവിടെ പോയിട്ട് അതാണ്ട് ഈ കോമൺ ക്വസ്റ്റ്യൻസ് എൻ്റെ ചാനലിൽ പോയിട്ട് കോമൺ ക്വസ്റ്റ്യൻ ആദ്യമേ കാണണം. അതിനുശേഷം മാത്രമേ ഇത് കാണാൻ പാടുകയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ പകുതി ക്വസ്റ്റ്യൻസ് കോമൺ ക്വസ്റ്റ്യൻസ് നിന്നും വരും, പകുതി ക്വസ്റ്റ്യൻ മോട്ടോർ സൈക്കിളിൽ നിന്നും വരും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, ഇഫ് യു ആർ ഫറ്റീഗ് യു വിൽ ബി. പറഞ്ഞാൽ നിങ്ങൾ ക്ഷീണിതനാണ്, അപ്പോൾ എന്ത് സംഭവിക്കും? ബി ഏബിൾ ടു മേക്ക് ഡിസിഷൻസ് ക്വിക്ക്ലി. നല്ല രീതിയിൽ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. നോട്ട് ബി ഏബിൾ ടു മേക്ക് ഡിസിഷൻ ക്വിക്ക്ലി. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല. നോട്ട് നോട്ടീസ് എനി ഡിഫറൻസ് ഇൻ യുവർ റൈഡിങ്. ഒരു ഡിഫറൻസും വരുത്തണം അല്ല. നോട്ട് ഏബിൾ ടു മേക്ക് ഡിസിഷൻസ് ക്വിക്ക്ലി. പെട്ടെന്ന് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുകയില്ല. വെൻ ചെക്കിങ് യുവർ ബ്രേക്സ് ദ റിയർ ബ്രേക്ക് ഷുഡ് ബി അഡ്ജസ്റ്റഡ് സോ ദാറ്റ്. നിങ്ങൾ ബ്രേക്ക് ചെക്ക് ചെയ്യുമ്പോൾ പുറകിലത്തെ ബ്രേക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ആയിരിക്കണം? ഇറ്റ് സ്റ്റോപ്സ് ദ മോട്ടോർ സൈക്കിൾ വെൻ ദ ബ്രേക്ക് ഈസ് ലൈറ്റ്ലി അപ്ലൈഡ്. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് സ്റ്റോപ്സ് ദ മോട്ടോർ സൈക്കിൾ വെൻ ദ ബ്രേക്ക് ഈസ് ഫുള്ളി അപ്ലൈ. പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ നിൽക്കും. ഫുള്ളി അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് സ്റ്റോപ്പ് ദ മോട്ടോർ സൈക്കിൾ വെൻ ബ്രേക്ക് ഈസ് ഫുള്ളി അപ്ലൈഡ്. അതിന് ഫുള്ളി അപ്ലൈ ചെയ്താലും അത് നിർത്തത്തില്ല. എൻ്റെ ആൻസറാണ് ഫുള്ളി അപ്ലൈഡ്. അതുകൊണ്ട് ലൈറ്റ്ലി അപ്ലൈ ഉണ്ട്, ഫുള്ളി അപ്ലൈ. എന്നാൽ ഫുള്ളി മൊത്തം അമർത്തിയാൽ മാത്രമേ മോട്ടോർ സൈക്കിൾ നിൽക്കുകയുള്ളൂ. വെൻ ചെക്കിങ് യുവർ ബ്രേക്സ് ദ ഫ്രണ്ട് ബ്രേക്ക് ഷുഡ് ബി അഡ്ജസ്റ്റഡ് സോ ദാറ്റ്. പറഞ്ഞാൽ നമ്മുടെ ബ്രേക്കിൽ ചെക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ഉള്ളതായിരിക്കണം. സ്റ്റോപ്പ് ദ മോട്ടോർ സൈക്കിൾ വെൻ ബ്രേക്ക് ഈസ് ലൈറ്റ്ലി അപ്ലൈഡ്. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ദ മോട്ടോർ സൈക്കിൾ വെൻ ബ്രേക്ക് ഈസ് ഫുള്ളി അപ്ലൈഡ്. ഡസ് നോട്ട് സ്റ്റോപ്പ് ദ മോട്ടോർ സൈക്കിൾ വെൻ ബ്രേക്ക് ഈസ് ഫുള്ളി അപ്ലൈഡ്. അന്നേരം ഇതിൻ്റെ ആൻസറാണ് സ്റ്റോപ്സ് ദ മോട്ടോർ സൈക്കിൾ വെൻ ദ ബ്രേക്ക് ഈസ് ഫുള്ളി അപ്ലൈഡ്. സെയിം ഫുള്ളി അപ്ലൈഡ് ആണ് ചെയ്യുമ്പോൾ. വാട്ട് ഷുഡ് ഈച്ച് മിറർ ഫിറ്റഡ് ടു യുവർ മോട്ടോർ സൈക്കിൾ ലെറ്റ് യു സീ. പറഞ്ഞാൽ നമ്മുടെ മോട്ടോർ സൈക്കിളിൽ മിറർ ഉണ്ട്, കണ്ണാടികളുണ്ട്. അതിൽ നിങ്ങൾക്ക് എങ്ങനെ കാണണം അല്ലെങ്കിൽ എങ്ങനെ കണ്ടിരിക്കണം? മെയിൻലി ദ ട്രാഫിക് ഇൻ ലെയിൻ ബിഹൈൻഡ് യു. നിങ്ങളുടെ പുറകിൽ വരുന്ന ട്രാഫിക്കിനെ കാണാൻ വേണ്ടിയാണ്. ഒൺലി ദ നെക്സ്റ്റ് ലെയിൻ നെക്സ്റ്റ് യു. നിങ്ങൾ അരികിലുള്ള ലെയിനിനെ കാണാൻ വേണ്ടിയാണ്. ആസ് മച്ച് ആസ് പോസിബിൾ ഓഫ് ദ ലെയിൻ നെക്സ്റ്റ് ടു യു ആൻഡ് ഓഫ് ദ ട്രാഫിക് ബിഹൈൻഡ് യു. പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം ദൂരം കാണാനും ലെയിനിൻ്റെ അതുപോലെ പുറകിലുള്ള ട്രാഫിക്കിനെ കാണാനും. അപ്പോൾ അതാണ് ആൻസർ. വാട്ട് ഈസ് ഇറ്റ് ഡേഞ്ചറസ് ടു യൂസ് ദ സെക്കൻഡ് ഹാൻഡ് ഹെൽമെറ്റ്. സെക്കൻഡ് ഹാൻഡ് ഹെൽമെറ്റ് ഉപയോഗിച്ചാൽ എന്താണ് അപകടം? ബിക്കോസ് ഇറ്റ് മേ ഹാവ് ഡാമേജ് യു കനോട്ട് സീ. അതിൽ കുറേ ഡാമേജുകളുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ സാധിക്കില്ല. ബിക്കോസ് ഇറ്റ് മേ ബി ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അല്ല. ഫസ്റ്റ് അതിനകത്ത് ഡാമേജസ് സംഭവിക്കാം, അത് നമുക്ക് കാണാൻ സാധിക്കില്ല സെക്കൻഡ് ഹാൻഡ് ഹെൽമെറ്റിനകത്ത്. വെൻ ഫുള്ളി അപ്ലൈഡ് വിച്ച് ഓഫ് ദ ബ്രേക്ക് ഷുഡ് ബി ഏബിൾ ടു ഹോൾഡ് എ മോട്ടോർ സൈക്കിൾ. നമ്മൾ വണ്ടി മൊത്തം നിർത്താൻ വേണ്ടി ഏതൊക്കെ ബ്രേക്ക് അമർത്തണം? ഫ്രണ്ട് ബ്രേക്ക്, റിയർ ബ്രേക്ക്, ബോത്ത് ഫ്രണ്ട് ആൻഡ് റിയർ ബ്രേക്ക്. അപ്പോൾ ആൻസർ രണ്ട് ബ്രേക്കും അമർത്തുമ്പോൾ വണ്ടി പൂർണ്ണമായും നിൽക്കും. വെൻ ചെക്കിംഗ് ദ ത്രോട്ടൽ ഇഫ് ഇറ്റ് ഈസ് വൈഡ് ഓപ്പൺ ആൻഡ് റിലീസ് ഇറ്റ് ഷുഡ് ബി ദൻ. ഈ ത്രോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പല ആൾക്കാർക്ക് പറഞ്ഞാൽ ത്രോട്ടൽ എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ, നമ്മുടെ ബൈക്കിൻ്റെ ആക്സിലേറ്റർ. അത് ഓപ്പണായിട്ടിരുന്നാൽ എന്ത് ചെയ്യണം? സ്നാപ്ഷട്ട്, ഗ്രാജുവലി ക്ലോസ്, റിമെയിൻ വെർ ഇറ്റ് ഈസ്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് സ്നാപ്ഷട്ട്. അത് നമ്മൾ അടയ്ക്കണം. ഓപ്പൺ ആണെങ്കിൽ, ത്രോട്ടൽ ഓപ്പൺ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളതിനെ അടയ്ക്കണം. ദ ഡ്രൈവ് ചെയിൻ ഓഫ് എ മോട്ടോർ സൈക്കിൾ ഷുഡ്. പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ ചെയിനുണ്ട്, അതെങ്ങനെ ആയിരിക്കണം? നോ സ്ലാക്ക്, അയഞ്ഞതാവാൻ പാടില്ല. ടു ബി ലൂബ്രിക്കേറ്റഡ് ആൻഡ് ടെൻഷൻ അഡ്ജസ്റ്റഡ് കറക്റ്റായിട്ട് ലൂബ്രിക്കേഷനും അതിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ആയിരിക്കണം. 10 മുതൽ 20 മില്ലിമീറ്റർ സ്ലാക്ക്, 10 മുതൽ 20 മിനിറ്റ് അയഞ്ഞതായിരിക്കണം. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ബി ലൂബ്രിക്കേറ്റഡ്. അതിന് പ്രോപ്പറായിട്ട് അതിനെ ഓയിൽ ഒഴിക്കുകയും അതിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കണം. വെൻ റൈഡിങ് അറൗണ്ട് എ കോർണർ, മൂലയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂലയിൽ വണ്ടി ഓടിക്കുമ്പോൾ, സ്റ്റേ റൈറ്റ് ഓഫ് സെൻറ്റർ ഇൻ യുവർ ലെയിൻ ടു കീപ്പ് അവേ ഫ്രം ദ ഓൺ കമ്മിങ് വെഹിക്കിൾ. നിങ്ങളുടെ റൈറ്റ് സൈഡിൽ നിൽക്കുകയോ ഫ്രണ്ടിൽ നിന്ന് വണ്ടികളിൽ നിന്നും രക്ഷപ്പെടാൻ. സ്റ്റേ ലെഫ്റ്റ് ഓഫ് ദ സെൻറ്റർ ഇൻ യുവർ ലെയിൻ വെർ യു ആർ മോസ്റ്റ് ഈസിലി ടു സീൻ. നിങ്ങളുടെ ലെഫ്റ്റ് ലൈനിൽ നിങ്ങൾ നിൽക്കണം. പൊസിഷൻ യുവർ സെൽഫ് ഓൺ ദ റോഡ് സോ ദാറ്റ് യു ക്യാൻ സീ ത്രൂ ദ കോർണർ. നിങ്ങൾ പൊസിഷൻ ആയിരിക്കണം വണ്ടി
ക്യോങ്കി മൂലയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ മറ്റാൾക്കാർ നിങ്ങളെ കാണാൻ വേണ്ടി. അപ്പോൾ അതാണ് ആൻസർ. ടു ബെറ്റർ കൺട്രോൾ ദ ത്രോട്ടിൽ ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സ്. നമ്മൾ ത്രോട്ടിലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബ്രേക്കും ക്ലച്ച് ലിവേഴ്സും എങ്ങനെ ആയിരിക്കണം? സിറ്റ് വെൽ ബാക്ക് ഇൻ ദ സീറ്റ്, നമ്മൾ പുറകിലിരിക്കണം. ടേക്ക് പ്രഷർ ഓഫ് ദ ഫുഡ് പാക്സ്. ഹോൾഡ് ദ ഹാൻഡ് ഗ്രിപ്സ് ഫേംലി. ഗ്രിപ്പ് ഉണ്ടായിരിക്കണം, ബേസിക്കലി അതാണ് ഉദ്ദേശിക്കുന്നത്. വെൻ ടേണിംഗ് ഓർ റൈഡിങ് ത്രൂ എ കോർണർ എ മോട്ടോർ സൈക്കിൾ റൈഡർ ഷുഡ്. നമ്മൾ മോട്ടോർ സൈക്കിൾ വളയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു മൂലയിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേ ആസ് അപ്രൈറ്റ് ആസ് പോസിബിൾ. നമ്മൾ കുറച്ച് ഉയർന്നിരിക്കണം. വൈ ലെറ്റിംഗ് ദ സൈക്കിൾ ലീൻ. സൈക്കിൾ, അതായത് മോട്ടോർ സൈക്കിൾ ചരിയുമ്പോൾ നമ്മളും ചരിയണമെന്നാണ്. ലീൻ വിത്ത് ദ സൈക്കിൾ വൈൽ കീപ്പിംഗ് ഹിസ് ഹെഡ് അപ്പ്. തല ഉയർത്തിക്കൊണ്ട് ചരിയണം. ലീൻ ചരിയണം. ബട്ട് കീപ് ദ സൈക്കിൾ ആസ് അപ്രൈറ്റ് ആസ് പോസിബിൾ. പറഞ്ഞാൽ അപ്രൈറ്റ് ആയിരിക്കണം. അല്ല, നമ്മൾ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ലീൻ വിത്ത് ദ സൈക്കിൾ വൈൽ കീപ്പിംഗ് ഹിസ് ഹെഡ് അപ്പ്. പറഞ്ഞാൽ സൈക്കിൾ, അതായത് മോട്ടോർ സൈക്കിൾ എവിടേക്ക് ചരിയുന്നു, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ് ആണെങ്കിൽ അത് ആ സൈഡിലോട്ട് നമ്മളും ചരിയണം, നമ്മളെ തല ഉയർത്തിക്കൊണ്ട്. പറഞ്ഞാൽ ഫ്രണ്ടിൽ കാണാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. വൺ ടേണിങ് യു ഷുഡ്. നമ്മൾ വളയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. വാച്ച് കെയർഫുള്ളി ദ റോഡ് ഡയറക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് യു. നമ്മുടെ ഫ്രണ്ടിലുള്ള റോഡിനെ നമ്മൾ നോക്കണം. ഗ്രാസ്പ് ദ ഫ്യൂൽ ടാങ്ക് ഫേംലി വിത്ത് യുവർ നീസ്. പറഞ്ഞാൽ നമ്മുടെ മുട്ടുകാല് കൊണ്ട് ആ ഫ്യൂൽ ടാങ്ക് ഉണ്ടല്ലോ അതിനെ നമ്മൾ മുറുകെ പിടിക്കണം. ഡ്രാഗ് വൺ ഫുട്ട് അലോങ് ദ ഗ്രൗണ്ട്. ഒരു കാല് താഴെ റോഡിൽ കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യണം. അപ്പോൾ ആൻസർ എന്താണ്? സെക്കൻഡാണ്. ഗ്രാസ്പ് ദ ഫ്യൂൽ ടാങ്ക് ഫേംലി വിത്ത് യുവർ നീസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് മേ കോസ് ദ റിയർ വീൽ ടു സ്കിഡ്. പുറകിലുള്ള വീല് സ്കിഡ് ആവാനുള്ള കാരണം എന്താണ്? അപ്ലൈയിങ് ദ ഫ്രണ്ട് ബ്രേക്ക് ഇൻ എ കർ. ഒരു വളവിൽ ഫ്രണ്ട് ബ്രേക്ക് അമർത്തുമ്പോൾ. ആക്സിലേറ്റിംഗ് ടു ക്വിക്ക്ലി. വളരെ കൂടുതൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് കൊടുക്കുമ്പോൾ. ചേഞ്ചിങ് ടു ഹയർ ഗിയർ വൈസ് സ്ലോയിൽ പോകുമ്പോൾ പെട്ടെന്ന് ഹയർ ഗിയറിൽ ഇടണം. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് ആക്സിലേറ്റിംഗ് ടു ക്വിക്ക്ലി. പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ. വിച്ച് വൺ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ്? ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി? റൈഡ് വിത്ത് യുവർ ആംസ് ബെൻഡ് ഔട്ട്വേർഡ്സ്. പറഞ്ഞാൽ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ കുറച്ച് വെളിയിൽ ബെൻഡായിരിക്കണം. ഡു നോട്ട് ബെൻഡ് യുവർ ആംസ് വൈൽ യു റൈഡ്. നമ്മുടെ ആംസ് ബെൻഡ് ചെയ്യാൻ പാടില്ല റൈഡ് ചെയ്യുമ്പോൾ. റൈഡ് വിത്ത് യുവർ എൽബോസ് സ്ലൈറ്റ്ലി ബെൻഡ്. അല്ല, നമ്മുടെ എൽബോസ് കുറച്ച് സ്ലൈറ്റ്ലി ബെൻഡ് ആവാം. അപ്പോൾ അത് തന്നെയാണ് ആൻസർ. വെൻ കറക്റ്റ്ലി പൊസിഷൻ യുവർ റിസ്റ്റ് ഷുഡ് ബി. റിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന എവിടെയാണെന്നറിയാമല്ലോ, നമ്മുടെ ഈ വാച്ചൊക്കെ ഇടുന്ന സ്ഥലമാണ്. അത് എങ്ങനെ പൊസിഷൻ ചെയ്യണമെന്ന്. ലോ വിത്ത് ദ നക്കിൾ സ്ട്രൈറ്റ്. നമ്മുടെ നക്കിൾ സ്ട്രൈറ്റ് ആയിരിക്കണം. നക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റിസ്റ്റിൻ്റെ മേളിലുള്ള ആ ഭാഗം ഉണ്ടല്ലോ അത്. ലോ വിത്ത് ദ നക്കിൾസ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റിൽ വരണം. വാട്ട് എവർ പൊസിഷൻ ഫീൽ കംഫർട്ടബിൾ ടു യു. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് നക്കിൾസ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്. വൺ ടേണിങ് ഷുഡ് എ റൈഡർ ലീൻ വിത്ത് ദ മോട്ടോർ സൈക്കിൾ. പറഞ്ഞാൽ നമ്മൾ വണ്ടി വളയ്ക്കുമ്പോൾ മോട്ടോർ സൈക്കിളിൻ്റെ കൂടെ നമുക്കും ലീൻ ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ അതിൻ്റെ കൂടെ ചരിയാൻ പറ്റുമോ? നോ, ഇല്ല. യെസ്, ആൻഡ് കീപ്പിംഗ് യുവർ സൈറ്റ് ലെവൽ വിത്ത് ദ റോഡ്. യെസ്, ബട്ട് ലെസ് സോ സ്പീഡ് ഇൻക്രീസസ്. അല്ല, എൻ്റെ ആൻസറാണ് യെസ്, നമുക്ക് പറ്റും, പക്ഷെ നമ്മുടെ കണ്ണുകൾ റോഡിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇനി റൈറ്റ് ഹാൻഡ് കോർണർ യു ഷുഡ്. റൈറ്റ് ഹാൻഡ് കോർണറിൽ നമ്മൾ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മൂവ് ടു എ പൊസിഷൻ ദാറ്റ് വിൽ അലൗ യു ടു സീ ത്രൂ ദ കോർണർ. പറഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ നമ്മൾ ഡ്രൈവ് ചെയ്യണം, നമുക്ക് മൂലകളിൽ കാണാൻ സാധിക്കുന്ന രീതിയിൽ. മൂവ് ടു ദ റൈറ്റ് ഓഫ് ദ ലെയിൻ. ലെയിൻ്റെ റൈറ്റ് സൈഡിൽ പോകണം. സ്റ്റാൻഡ് അപ്പ് സ്ലൈറ്റ്ലി ഓൺ ദ ഫുഡ് പാക്ക്. കുറച്ച് ഫുഡ് പാക്കിൻ്റെ മുകളിൽ ഉയർന്ന് നിൽക്കണം. അല്ല, നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കുറച്ച് പോകണം. എങ്ങനെ? നമുക്ക് പൊസിഷൻ നല്ല ഇത് കാണുന്ന രീതിയിൽ. വെൻ ബ്രേക്കിംഗ് യു ഷുഡ് കോൺസെൻട്രേറ്റ് മോസ്റ്റ് അപ്പോൺ. നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കൗണ്ടർ സ്റ്റിയറിംഗ്, ചേഞ്ചിങ് ഡൗൺ ഗിയർ, നോട്ട് ലോക്കിംഗ് ദ വീൽ. അപ്പോൾ ആൻസറാണ് ഇതിൻ്റെ നോട്ട് ലോക്കിംഗ് ദ വീൽ. നമ്മൾ ബ്രേക്ക് അടിക്കുമ്പോൾ ഒരിക്കലും വീലുകൾ ലോക്കാവാൻ പാടില്ല. വെൻ ബ്രേക്കിംഗ് ഇൻ എ കർവ് പ്രഷർ അപ്പോൺ ദ ബ്രേക്ക് ഷുഡ് ബി. നമ്മൾ ഒരു വളവിൽ ബ്രേക്ക് അടിക്കുമ്പോൾ ബ്രേക്കിൽ എങ്ങനെ പ്രഷർ ഉണ്ടായിരിക്കണം എന്നാണ്. സ്റ്റാർട്ട് ഓഫ് ജെൻ്റ്ലി, ഇൻക്രീസ് ആഫ്റ്റർ യു ഹാവ് സ്ട്രൈറ്റൻഡ് അപ്പ്, കീപ് കോൺസ്റ്റൻ്റ് സ്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് സ്റ്റാർട്ടഡ് ഓഫ് ജെൻ്റ്ലി. പറഞ്ഞാൽ പെതുക്കെ അടിക്കണമെന്ന് ബ്രേക്ക്. വൺ ടേണിങ് യു ഷുഡ്. നമ്മൾ വളയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലീൻ ദ മോട്ടോർ സൈക്കിളിനെ ചരിക്കണം. ഇൻക്രീസ് യുവർ സ്പീഡ്. നമ്മൾ സ്പീഡിനെ വർദ്ധിപ്പിക്കണം. യൂസ് യുവർ ബ്രേക്ക്.
നമ്മുടെ സ്പീഡിനെ വർദ്ധിപ്പിക്കണം. യൂസ് യുവർ ബ്രേക്കുകൾ അടിക്കണം, അല്ല മോട്ടോർ സൈക്കിളിലൂടെ ചരിയണം. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മോസ്റ്റ് കൊല്യൂഷൻ ബിറ്റ്വീൻ കാർസ് ആൻഡ് മോട്ടോർ സൈക്കിൾ ഹാപ്പൻ. പറഞ്ഞാൽ കൂടുതലും കാറും മോട്ടോർ സൈക്കിളും തമ്മിൽ ആക്സിഡൻറ്റ് എവിടെയാണ് ഉണ്ടാകുന്നത്? അറ്റ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷൻ, അറ്റ് ഹൈ സ്പീഡ്, കൂടുതൽ സ്പീഡുള്ള റോഡിൽ, ബിറ്റ്വീൻ വെഹിക്കിൾ ട്രാവലിംഗ് ദ സെയിം, ഒരേ ഡയറക്ഷനിൽ യാത്ര ചെയ്യുന്ന സ്ഥലത്ത്, അല്ല ഇൻ്റർസെക്ഷൻ, ഒരു ജംഗ്ഷനിൽ. ടു സേഫ്ലി റൈഡ് എ മോട്ടോർ സൈക്കിൾ റോഡ് പൊസിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. യു ഷുഡ് ഓൾവേസ്. നമ്മൾ സേഫായിട്ട് വണ്ടി ഓടിക്കാൻ റോഡിൻ്റെ പൊസിഷൻ വളരെ അത്യാവശ്യമാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്. റൈഡ് ഇൻ ദ റൈറ്റ് ഹാൻഡ് വീൽ ട്രാക്ക് പൊസിഷൻ വെൻ ട്രാവലിംഗ് ഓൺ എ ഫ്രീ വേ. നമ്മൾ ഹൈവേയിൽ വണ്ടി ഓടിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഓടിക്കണം. ട്രാവൽ ബിസൈഡ് എ ലാർജർ വെഹിക്കിൾ, ഒരു വലിയ വണ്ടിയുടെ തൊട്ട് പുറകിൽ വണ്ടി ഓടിക്കണം. പൊസിഷൻ വേർ യു ക്യാൻ സീ ക്ലിയർലി ആൻഡ് യു ക്യാൻ ബി സീൻ ബൈ അതർ ഡ്രൈവർ. പറഞ്ഞാൽ നമ്മളെ തന്നെ ആ ഒരു പൊസിഷനിൽ നിൽക്കണം, നമ്മളെ മറ്റുള്ളവർ കാണാൻ വേണ്ടി, നമ്മൾ മറ്റുള്ളവരെ നോക്കാൻ വേണ്ടി. വെൻ ഡ്രൈവിംഗ് ബിഹൈൻഡ് എ കാർ ഇറ്റ് ഈസ് ബെസ്റ്റ് ടു റൈഡ്. നമ്മളൊരു കാറിൻ്റെ പുറകിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇൻ ദ റൈറ്റ് വീൽ ട്രാക്ക് ഓഫ് ദ കാർ, കാറിൻ്റെ റൈറ്റ് വീലിൻ്റെ സൈഡിൽ കൂടെ പോകണം. ഇൻ ദ മിഡിൽ ഓഫ് ദ ലെയിൻ, റോഡിൻ്റെ ലെയിനിൻ്റെ മിഡിലിൽ കൂടെ പോകണം. ഇൻ ദ ലെഫ്റ്റ് വീൽ ട്രാക്ക് ഓഫ് ദ കാർ, ലെഫ്റ്റ് വീലിൻ്റെ സൈഡിൽ കൂടെ പോകണം. എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർ അവിടെ ആയിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ, എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വീൽ ട്രാക്ക് ഓഫ് ദ കാർ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കീപ്പ് എ ക്ലോസ് വാച്ച് ഓൺ ദ റോഡ് അഹെഡ് വെൻ സ്കാനിങ് ദ റോഡ് യു ഷുഡ് ലുക്ക്. പറഞ്ഞാൽ നമ്മളെപ്പോഴും റോഡിൽ നോക്കിക്കൊണ്ട് പോകണം, റോഡിൽ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചുറ്റും നോക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ? വെൽ അഹെഡ് ആൻഡ് ടു ദ സൈഡ്, പറഞ്ഞാൽ മുന്നിലും നോക്കണം, സൈഡുകളിലും നോക്കണം. ഫോർ അബൌട്ട് ദ ലെങ്ത് ഓഫ് സിറ്റി ബ്ലോക്ക്, ഒരു സിറ്റി ബ്ലോക്കിൻ്റെ ലെന്ത് നോക്കണം. ഫോർ ദ ലെങ്ത് ഓഫ് യുവർ ബ്രേക്കിംഗ് ഡിസ്റ്റൻസിൻ്റെ ലെന്ത് നോക്കണം. അല്ല, നമ്മൾ മുന്നിൽ നോക്കണം, സൈഡുകളിൽ നോക്കണം. ഫസ്റ്റാണ് ആൻസർ. യു ആർ റൈഡിങ് പാസ്റ്റ് എ ലൈൻ ഓഫ് പാർക്ക് കാർ ആൻഡ് വൺ സീംസ് ടു ബി പുല്ലിങ് ഔട്ട്, യു ഷുഡ്. പറഞ്ഞാൽ പാർക്കിംഗ് കാറിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കുകയാണ്, അപ്പോൾ കാണാൻ ഒരു വണ്ടി പുറകിലോട്ട് വരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ചേഞ്ച് യുവർ ലൈൻ പൊസിഷൻ ടു അവോയ്ഡ് ക്രാഷ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ലൈൻ ചേഞ്ച് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ആക്സിഡൻറ്റ് പറ്റാതിരിക്കുക, മറ്റേ ആൾ പുറമോട്ടായിരുന്നു വരുന്നത്, നമ്മളെ കാണാൻ സാധിക്കത്തില്ല. അതാണ് ആൻസർ. സ്റ്റോപ്പ് എസ് ക്വിക്ലി എസ് പോസിബിൾ യു ക്യാൻ. എത്രയും പെട്ടെന്ന് വണ്ടി നിർത്തണം. ആക്സിലേറ്റ് സ്ട്രൈറ്റ് അഹെഡ് ടു പാസ് ദ കാർ. എത്രയും പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കണം. അല്ല, ഫസ്റ്റാണ് ആൻസർ. വൈ മസ്റ്റ് മോട്ടോർ സൈക്കിൾ നോട്ട് പൊസിഷൻ അറ്റ് ദ എക്സ്ട്രീം എഡ്ജ് ഓഫ് ദ ലെയിൻ. പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ ഒരിക്കലും ഒരു ലെയിൻ്റെ എഡ്ജിൽ, മൂലയിൽ വണ്ടി ഓടിക്കാൻ പാടില്ല. എഡ്ജിൽ. ടു എൻഷുവർ ബെറ്റർ ഫോർവേഡ് വ്യൂ, നല്ല രീതി വ്യൂ കിട്ടാൻ വേണ്ടി. ടു അവോയ്ഡ് ഡിസ്റ്റർബിങ് അതർ, മറ്റൊരു ഡ്രൈവറിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി. ടു അവോയ്ഡ് ബീൻ ട്രാപ്ഡ് ബൈ അതർ വെഹിക്കിൾ, എന്ന് വെച്ചാൽ മറ്റ് വണ്ടികളുടെ ഇടയിൽ കുടുങ്ങാതിരിക്കാൻ, ട്രാപ്പ് ആവാതിരിക്കാൻ. അപ്പോൾ അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ചേഞ്ചിങ് പൊസിഷൻ വിത്തിൻ എ ലെയിൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബെസ്റ്റ് തിങ് ടു ഡു. പറഞ്ഞാൽ ഇത് ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ വായിക്കണം. വെൻ ചേഞ്ചിങ് എ പൊസിഷൻ വിത്തിൻ ലെയിൻ, പറഞ്ഞാൽ ഒരു ലെയിൻ്റെ അകത്ത് തന്നെ, ലെയിൻ ചേഞ്ച് ചെയ്യാനല്ല പറയുന്നത്, ഒരു ലെയിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിലേതാണ് ബെസ്റ്റ് നോക്കാം. യൂസ് യുവർ ഇൻഡിക്കേറ്റർ ആൻഡ് മൂവ് ഓവർ ക്വിക്ലി. ഇൻഡിക്കേറ്റർ ആണോ? ഇല്ല, ഇൻഡിക്കേറ്റർ ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലെയിൻ ചേഞ്ച് ചെയ്യാനാണ്, ലെയിൻ്റെ പൊസിഷൻ, ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിൽ നിങ്ങൾ ലെയിൻ്റെ അകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം സെക്കൻഡ് നോക്കാം, മേക്ക് എ ഹെഡ് ചെക്ക് ആൻഡ് യൂസ് യുവർ മിറർ. നിങ്ങൾ ഹെഡ് ചെക്ക് ചെയ്യണം. ഹെഡ് ചെക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ നിങ്ങൾക്ക്. പറഞ്ഞാൽ നിങ്ങൾ ഷോൾഡറിൻ്റെ മേളിൽ കൂടെ ഒന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം, ലെഫ്റ്റിലും റൈറ്റിലും. യൂസ് യുവർ മിറർ വഴി നോക്കണം. യൂസ് യുവർ മിറർ ആൻഡ് യു ഇൻഡിക്കേറ്റർ. മിററും ഇൻഡിക്കേറ്ററാണ്. ഇല്ല, ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യമില്ല. മേക്ക് എ ഹെഡ് ചെക്ക് ആൻഡ് യൂസ് യുവർ മിറർ. ഇഫ് യു ആർ ഫോളോയിങ് എ ലാർജ് ആൻഡ് ടാൾ വെഹിക്കിൾ ഇറ്റ് ഈസ് ബെസ്റ്റ് ടു. ഒരു വലിയൊരു നീളം കൂടിയ അല്ലെങ്കിൽ ഹൈറ്റുള്ള വണ്ടിയുടെ പുറകിൽ നിങ്ങൾ വണ്ടി ഓടിക്കണം. സ്പീഡ് അപ്പ് ആൻഡ് ഓവർടേക്ക് ക്വിക്ലി. എത്രയും പെട്ടെന്ന് സ്പീഡിൽ പോയി ഓവർടേക്ക് ചെയ്യണം. ഫോളോ ക്ലോസ് ബിഹൈൻഡ് ദാറ്റ് വെഹിക്കിൾ. വളരെ അടുത്ത് വണ്ടി ഓടിക്കണം. ഇൻക്രീസ് ദ ഫോളോയിങ് ഡിസ്റ്റൻസ്. അല്ല, വളരെ ദൂരം വണ്ടി ഓടിക്കണം. ഇൻ ട്രാഫിക് യു ക്യാൻ സീ ബെറ്റർ ദാൻ കാർ ഡ്രൈവേഴ്സ് ബൈ. നമ്മൾ ട്രാഫിക്കിൽ നമുക്ക് കാറിനേക്കാളും നല്ല നമുക്ക് കാണാം. റൈഡിങ് ബിറ്റ്വീൻ ദ ലെയിൻ്റെ നടുക്കൂടെ വണ്ടി ഓടിക്കുമ്പോൾ. ലുക്കിംഗ് ത്രൂ ഓർ ഓവർ ദ ടോപ്പ് ഓഫ് ദ കാർ. ഒരു കാറിൻ്റെ മുകളിൽ കൂടെ നോക്കുകയും അല്ലെങ്കിൽ കാറിൻ്റെ അകത്തൂടെ സൈഡിൽ കൂടെ നോക്കുകയും ചെയ്യുമ്പോൾ. റൈഡിങ് ഓൺ ദ എക്സ്ട്രീം റൈറ്റ് ഓഫ് ദ, അല്ല, സെക്കൻഡാണ് ആൻസർ. ലുക്കിംഗ് ത്രൂ ഓർ ഓവർ ദ ടോപ്പ് ഓഫ് ദ കാർസ്. അണ്ടർ ഓർഡിനറി കണ്ടീഷൻ ഹൗ മച്ച് ഡിസ്റ്റൻസ് ഷുഡ് എൻ ഇൻഎക്സ്പീരിയൻസ്ഡ് റൈഡർ കീപ് ഫ്രം ദ വെഹിക്കിൾ അഹെഡ്. പറയാം, നമ്മൾ ചെറിയ വണ്ടിക്ക് എപ്പോഴും 2 സെക്കൻഡ് ഗ്യാപ്പ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ ഒരു ഇൻഎക്സ്പീരിയൻസ് റൈഡർ ആണെങ്കിൽ എത്ര സെക്കൻഡാണ്? 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്. ഇതിന് 3 സെക്കൻഡ്, മറക്കല്ല്. വെൻ ബീങ് ഓവർടേക്ക് ഓൺ യുവർ ലെഫ്റ്റ് യു ഷുഡ്.
നമ്മൾ ആരെങ്കിലും ലെഫ്റ്റിൽ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ യു പൊസിഷൻ ഇൻ ദ ലൈൻ, അതേ ലൈനിൽ നിൽക്കണം. മൂവ് ടു ദ റൈറ്റ് ഓഫ് റൈറ്റിലേക്ക് പോകണം. മൂവ് ടു ദ ലെഫ്റ്റ് അല്ല റൈറ്റിലേക്ക് പോകണം. വെൻ ബീങ് ഫോളോഡ് എക്സ്ട്രീംലി ക്ലോസ്ലി ബൈ എ വെഹിക്കിൾ യു ഷുഡ്, വേറൊരാൾ നിങ്ങളുടെ വണ്ടിയുടെ തൊട്ടടുത്ത് വണ്ടി ഓടിക്കുകയാണെങ്കിൽ മൂവ് ടു ദ എക്സ്ട്രീം റൈറ്റിലോട്ട് മാറണം. ഇൻക്രീസ് ദ സ്പീഡ് ടു ഔട്ട്സൈഡ് ടൈൽ ഗേറ്റർ, സ്പീഡ് കൂട്ടണം. സ്ലോ ഡൗൺ അലൗ ദ വെഹിക്കിൾ ടു നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കുകയും ആ വണ്ടിയെ കടന്നു പോകാൻ അനുവദിക്കുകയും വേണം. ഓയിൽ ഡ്രോപ്പ് ബൈ ദ കാർസ് ഓൺ ദ റോഡ് ഈസ് പർട്ടിക്കുലർലി ഡേഞ്ചേഴ്സ് ടു ദ മോട്ടോർ സൈക്കിൾ. പറഞ്ഞാൽ മറ്റ് വണ്ടികളിൽ നിന്നും ഓയിൽ ഡ്രോപ്പ് ആവും. അപ്പോൾ അത് നമുക്ക് അപകടകാരിയാണ്. എവിടെ? റോഡിൻ്റെ എഡ്ജ് മൂലയിൽ, ഓൺ ഫ്രീവേ, ഹൈവേയിൽ, ഇൻ ദ സെൻറ്റർ ഓഫ് ദ ലെയിൻ, ലെയിനിൻ്റെ സെൻറ്ററിൽ നിങ്ങൾ കാണാൻ സാധിക്കും. ഈ ഓയിലൊക്കെ ഡ്രോപ്പ് ആയി അതിൻ്റെ മണ്ടേ കൂടെ വണ്ടി ഓടിക്കുന്നത് എന്ത് പറ്റും? സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെൻ യു ആർ റൈഡിങ് ഓൺ എ സ്ലിപ്പറി സർഫേസ്, ഒരു സ്ലിപ്പറി സർഫേസിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ യു ഷുഡ് ട്രൈ നോട്ട് ടു യൂസ് ദ ഫ്രണ്ട് ബ്രേക്ക്. ഫ്രണ്ട് ബ്രേക്ക് അമർത്താൻ പാടില്ല. യു ഷുഡ് റൈഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ ലെയിനിൻ്റെ സെൻറ്ററിൽ വണ്ടി കൊണ്ട് യു ഷുഡ് റൈഡ് ആസ് അപ്രൈറ്റ് യെസ് യു ക്യാൻ. കുറച്ച് റൈറ്റിലൂടെ വണ്ടി ഓടിക്കണം. അപ്പോൾ ആൻസറാണ് റൈറ്റിൽ കൂടെ വണ്ടി ഓടിക്കണം. വെൻ റൈഡിങ് ഓൺ എ സ്ലിപ്പറി സർഫേസ് യു ഷുഡ് ചേഞ്ച് ഗിയർ. നമ്മൾ സ്ലിപ്പറി സർഫേസ് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഗിയർ ചേഞ്ച് ചെയ്യുന്നത്? ആസ് യൂഷ്വൽ, as little as possible, more often than usual. അല്ല, as little as possible. സ്ലിപ്പറി സർഫേസ് വണ്ടി ഓടിക്കുമ്പോൾ വളരെ ലിറ്റിൽ. വെൻ റൈഡിങ് ഓൺ എ ബംപി റോഡ്, പോത്ത് ഹോൾസ്, യു ഷുഡ്. പറഞ്ഞാൽ ഒരു ബംപി റോഡാണ് അല്ലെങ്കിൽ കുഴികളുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? റേസ് യുവർ സെൽഫ് സ്ലൈറ്റ്ലി ഓൺ ദ ഫുട് പാക്ക്. ഫുട് പാക്കിൻ്റെ മേളിൽ കുറച്ച് നമ്മൾ ഉയർന്നു നിൽക്കണം. ക്രൗച്ച് ഫോർവേഡ് ഓവർ ദ ഹാൻഡിൽ ബാറിൻ്റെ മുകളിൽ കൂടെ ഞാന്ന് കിടക്കണം. സിറ്റ് ആസ് ഫാർ ബാക്ക് ഓൺ ദ സീറ്റ്. സീറ്റിൻ്റെ പുറകിൽ കൂടുതലായിട്ടിരിക്കണം. അല്ല, ഫുട് പാക്കിൻ്റെ മുകളിൽ കുറച്ച് ഉയർന്നു നിൽക്കണം. റൈഡിങ് അറ്റ് നൈറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ബിക്കോസ്, രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഹാർഡർ ടു സീ ആൻഡ് ബി സീൻ. പറഞ്ഞാൽ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. ട്രാഫിക് ഈസ് ലൈക്ലി ടു ബി ജാം. ട്രാഫിക് ജാമാണ്. ഇറ്റ് ഈസ് ഹാർഡർ ടു സ്വിച്ച് ഗിയർ ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ല, ഫസ്റ്റ്. അറ്റ് നൈറ്റ് യു ഷുഡ് ഫോളോ എ വെഹിക്കിൾ എഹെഡ്. രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ മറ്റു വണ്ടിയുടെ പുറകിൽ എങ്ങനെ പോകണം? മോർ ക്ലോസ്ലി ദാൻ ഡ്യൂറിങ് ദ ഡേ. പകലിനെ പോലെ കൂടുതൽ അടുത്ത്. അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഡ്യൂറിങ് ദ ഡേ. പകലിനെ പോലെ അതേ ഡിസ്റ്റൻസിൽ. അറ്റ് എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ഡ്യൂറിങ് ദ ഡേ. പറഞ്ഞാൽ പകലിനേക്കാളും വളരെ കൂടുതൽ ഡിസ്റ്റൻസ് ഇട്ട് പോകണം. അല്ലെങ്കിൽ രാത്രിയാണ്. അപ്പോൾ അതാണ് ആൻസർ. എ സ്ക്രാച്ച് വൈസർ ബ്ലേഴ്സ് ആൻഡ് ഡിസോർട്ടർ ദ ലൈറ്റ്സ് എസ്പെഷ്യലി. പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ വൈസർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്ലാസ്സിനെയാണ് നമ്മൾ വൈസർ എന്ന് പറയുന്നത്. അന്നേരം അതിനകത്ത് ബ്ലറായിട്ട് കാണുന്നു, അല്ലെങ്കിൽ സ്ക്രാച്ചാണ്. എപ്പോൾ അങ്ങനെ തോന്നാം? പറഞ്ഞാൽ കാണാൻ ബുദ്ധിമുട്ടാണ്. എപ്പോൾ? നൈറ്റ്, രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ. സെക്കൻഡ് ഡേ ടൈം, മഴ പെയ്യുമ്പോൾ. അല്ല, രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ദ ബെസ്റ്റ് പ്ലേസ് ടു ക്യാരി എ ലോഡ് ഓൺ ദ മോട്ടോർ സൈക്കിൾ ഈസ്. നമ്മൾ മോട്ടോർ സൈക്കിളിൽ ലോഡ് വെക്കുമ്പോൾ അത് എവിടെ ക്യാരി ചെയ്യണം? എവിടെ കൊണ്ടുപോകണം? നമ്മൾ ഒരു ബാഗിലിട്ട് ബാക്കിൽ തൂക്കിയിടണം. എബവ് ഓർ ഇൻ ഫ്രണ്ട് ഓഫ് ദ റിയർ ആക്സൽ. പുറകിലുള്ള ആക്സലിൻ്റെ മുകളിലോ ഫ്രണ്ടിലോ. ജസ്റ്റ് അബവ് ദ ടൈൽ ലൈറ്റിൻ്റെ മുകളിൽ. അല്ല, റിയർ ആക്സലിൻ്റെ പുറകിലുള്ള ആക്സലിൻ്റെ മുകളിൽ. വേർ ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ടു ക്യാരി എ ലോഡ് ഓൺ ദ മോട്ടോർ സൈക്കിൾ? സെയിം ക്വസ്റ്റ്യൻ. ലോഡ് എവിടെയാണ് കൊണ്ടുപോകേണ്ടത്? ഓവർ ഓർ ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റിയർ ആക്സൽ. അത് തന്നെയാണ്. എങ്കിലും സെക്കൻഡ് വായിക്കുക. ഹാൻഡിൽ ബാറിൻ്റെ മുകളിൽ, ബാക്കിൽ. അല്ല, റിയർ ആക്സലിൻ്റെ മുകളിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ്പെക്ട്സ് ഓഫ് എ മോട്ടോർ സൈക്കിൾ ഹാൻഡ്ലിംഗ് ആർ ഡിഫക്റ്റഡ് ബൈ ദ ക്യാരിങ് എ പാസഞ്ചർ? നമ്മൾ ഒരു പാസഞ്ചറിനെ ഇരുത്തിക്കൊണ്ട് പോകുമ്പോൾ ഇത് നമ്മുടെ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. എങ്ങനെ? ബ്രേക്കിംഗ് ആൻഡ് കോർണറിങ് ആൻഡ് ആക്സിലേറ്റിംഗ്. ബ്രേക്കിംഗ്, കോർണറിങ് ആൻഡ് ആക്സിലേറ്റിംഗ്. സംഭവം ഇതിനകത്ത് ബ്രേക്കിങ്ങും കോർണറിങ് ആക്സിലേറ്ററും, പക്ഷേ ഇതിനകത്ത് മൂന്നും ഉണ്ട്. അപ്പോൾ അതാണ് ആൻസർ. മൂന്നും ചെയ്യുമ്പം നമുക്ക് ബുദ്ധിമുട്ടാണ്. വെൻ ക്യാരിങ് എ പാസഞ്ചർ ദ മിറേഴ്സ് ഓഫ് എ മോട്ടോർ സൈക്കിൾ ഷുഡ് ബി അഡ്ജസ്റ്റഡ്. പറഞ്ഞ ഒരു പാസഞ്ചറെ നമ്മൾ ഇരുത്തുമ്പോൾ മിറർ എപ്പോഴാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ബിഫോർ ദ പാസഞ്ചർ ഗെറ്റ്സ് ഓൺ. പാസഞ്ചർ കയറുന്നതിന് മുമ്പിട്ട്. ആഫ്റ്റർ ദ പാസഞ്ചർ ഹാസ് ഗോട്ട് ഓൺ. പാസഞ്ചർ കയറിയതിന് ശേഷം. വെൻ സ്റ്റോപ്ഡ് ദ ട്രാഫിക് ലൈറ്റിൽ നിൽക്കുമ്പോൾ. അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ആഫ്റ്റർ ദ പാസഞ്ചേഴ്സ് ഹാസ് ഗോട്ട് ഓൺ. പാസഞ്ചർ കയറിയതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പുറകിലേക്ക് കാണുന്നുണ്ടോ, സൈഡിൽ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി. ഇഫ് ക്യാരിങ് എ പാസഞ്ചർ ഹു ഈസ് നോട്ട് യൂസ് ടു റൈഡിങ് എ ബൈക്ക് യു ഷുഡ്. പറഞ്ഞാൽ ഒരാൾ
ബൈക്കിൽ ഇരുന്നുള്ള പരിചയമില്ല, അപ്പോൾ അയാളെ നിങ്ങൾ ഇരുത്തിക്കൊണ്ട് പോകണം. നിങ്ങൾ എന്ത് ചെയ്യണം? ആസ്ക് ഹിം ടു റിലാക്സ് ആൻഡ് ലീൻ അഗെയിൻസ്റ്റ് ദ ബൈക്ക്. റിലാക്സായി ഇരിക്കാൻ പറയുക അയാളുടെ അടുത്ത്. എന്നിട്ട് ബൈക്കിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ബൈക്ക് ലെഫ്റ്റിലോട്ട് തിരിയുവാണെങ്കിൽ റൈറ്റിലോട്ട് തിരിയാൻ പറയണം. ആസ്ക് ഹിം ടു റിലാക്സ് ആൻഡ് ജസ്റ്റ് ലീൻ വിത്ത് ദ ബൈക്ക്. അയാളുടെ അടുത്ത് പറയണം റിലാക്സായി ഇരിക്കൂ, ബൈക്ക് എങ്ങോട്ടാണ് തിരിയുന്നത് അതേ സൈഡിലോട്ട് ചരിയുക. ആസ്ക് ഹിം ടു റിലാക്സ് ആൻഡ് ലീൻ ഫോർവേഡ്, മുമ്പോട്ട് ചരിയുക. അല്ല, സെക്കൻഡ്, ഏത് സൈഡിലാണ് ബൈക്ക് ചരിയുന്നത് അതേ സൈഡിൽ ചരിയുക, റിലാക്സ് ആയിട്ടിരിക്കുക. ഷുഡ് എ പാസഞ്ചർ ഓൺ എ മോട്ടോർ സൈക്കിൾ ഹോൾഡ് ഓൺ ടു ദ റൈഡേഴ്സ് വെസ്റ്റ്? പുറകിലത്തെ പാസഞ്ചർ നിങ്ങളുടെ റൈഡേഴ്സ് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടുപ്പിൽ പിടിക്കാൻ സാധിക്കുമോ? യെസ്, ദിസ് ഈസ് അക്സെപ്റ്റബിൾ. യെസ്, പറ്റും. നോ, ഹാൻഡ് ഗ്രിപ്പ് ഉണ്ട്. നോ, അപ്രൂവ്ഡ് ഹാൻഡ് ഗ്രിപ്പ് ഇല്ലെങ്കിൽ അല്ല, പിടിക്കാൻ സാധിക്കും. യെസ്, പറ്റും. യു ഷുഡ് ഓൺലി ക്യാരി എ ലോഡ് ഇഫ്. നമ്മൾ ലോഡ് വച്ചുകൊണ്ട് പോകാം. എങ്ങനെ? ദ മോട്ടോർ സൈക്കിൾ ഈസ് ഫിറ്റഡ് വിത്ത് എ സാഡിൽ ബാഗ് ഉണ്ടെങ്കിൽ മാത്രം. ദ ലോഡ് ക്യാൻ ബി പ്രോപ്പർലി പൊസിഷൻ ആൻഡ് സെക്യൂർഡ്. അപ്പോൾ അതിനകത്ത് തന്നെ ആൻസർ ഉണ്ട്. പ്രോപ്പറായിട്ട് അത് പൊസിഷനും സെക്യൂർ സുരക്ഷിതമാണെങ്കിൽ മാത്രം. നിങ്ങൾക്ക് 12 മാസത്തിൽ കൂടുതൽ ലൈസൻസ് ഉണ്ടെങ്കിൽ അല്ല. സെക്കൻഡാണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിൻറ്റ്സ് അപ്ലൈ ടു കറക്റ്റ് ലോഡിംഗ് ഓഫ് എ മോട്ടോർ സൈക്കിൾ? ഇതിലേത് പോയിൻ്റാണ് കറക്റ്റ് നമ്മൾ ലോഡ് വെച്ചുകൊണ്ട് പോകുമ്പോൾ? കീപ് ദ ലോഡ് ഹൈ ആൻഡ് ഫോർവേഡ്, കുറച്ച് ഉയരത്തിലും മുമ്പോട്ടും വെക്കണം. കീപ് ദ ലോഡ് ഹൈ ആൻഡ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്, കുറച്ച് മുകളിലോട്ട് വെച്ചതിന് ശേഷം ഈവൻലി പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. കീപ് ദ ലോ ഫോർവേഡ് ആൻഡ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്, ഫോർവേഡായിട്ട് വെച്ചിട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് കുറച്ച് മുമ്പോട്ട് വെച്ചതിന് ശേഷം ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഇതിനകത്ത് ഹൈ ആൻഡ് ഈവൻലി ഉണ്ട്, ഇതിനകത്ത് ഫോർവേഡ്. ഇതിനകത്ത് ഫോർവേഡ് ആൻഡ് ഈവൻലി, ഹൈ അല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോട്ടോർ സൈക്കിൾ പാർട്സ് റിക്വയർ എ ലൂബ്രിക്കേഷൻ? ഏതിലാണ് ലൂബ്രിക്കേഷൻ ആവശ്യമുള്ളത്? ലൂബ്രിക്കേഷൻ എന്ന് പറയുമ്പോൾ എണ്ണ, ഓയിൽ, ചെയിൻ, ബ്രേക്ക് ലൈനിങ് ആൻഡ് ഷോക്ക് അബ്സോർവ്, ബ്രേക്ക് ലൈനിങ് ആൻഡ് ഷോക്ക് അബ്സോർവ്. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് ചെയിൻ. ഇഫ് അപ്രോച്ചിങ് എ കാർ ടു ഫാസ്റ്റ് ഇറ്റ് ഈസ് ബെസ്റ്റ് ടു. നമ്മളൊരു വളവിൽ അത്രയും വേഗത്തിൽ വരികയാണ്, അപ്പോൾ നിങ്ങൾ ബെസ്റ്റായിട്ട് എന്ത് ചെയ്യണം? ബ്രേക്ക് വൈൽ ഇൻ ദ കർവിൽ ഉള്ളപ്പോൾ തന്നെ ബ്രേക്ക് അടിക്കുക. ബ്രേക്ക് ബിഫോർ റീച്ചിങ് ദ കർവ് പറഞ്ഞാൽ വളവിൻ്റെ മുമ്പ് ബിഫോർ ബ്രേക്ക് അടിക്കുക. ബിഗിൻ ദ ബ്രേക്ക് ആസ് യു എൻ്റർ ചെയ്യുമ്പോൾ ബ്രേക്ക് അല്ല, ബിഫോർ, വളവ് വരുന്നതിന് മുമ്പ് തന്നെ ബ്രേക്ക് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. ദ ബെസ്റ്റ് വേ ടു ഹാൻഡിൽ റിയർ വീൽ സ്കിഡ് പറഞ്ഞാൽ പുറകിലുള്ള വണ്ടി സ്കിഡ് ആവുന്നു, അപ്പോൾ നിങ്ങൾ ഓവർ ബ്രേക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? സ്റ്റിയർ ഇൻ ടു ദ ഡയറക്ഷൻ ഓഫ് ദ സ്കിഡ് ആൻഡ് റിലീസ് ദ റിയർ ബ്രേക്ക്. പറഞ്ഞാൽ ഏത് ഡയറക്ഷനിൽ സ്കിഡ് ആവുന്നത് അങ്ങോട്ട് സ്റ്റിയർ ചെയ്യുക, പുറകിലുള്ള ബ്രേക്ക് വിടുക. ഈസ് ഓഫ് ദ ബ്രേക്സ് ഗ്രാജുവലി പുട്ടിങ് വൺ ഫുട്ട് ടു ദ ഗ്രൗണ്ട്. ബ്രേക്ക് ഗ്രാജുവലി ആയിട്ട് വിട്ടാണ് ഒരു കാല് ഗ്രൗണ്ടിൽ മുട്ടിക്കുക. സ്റ്റിയർ സ്ലൈറ്റ്ലി അവേ ഫ്രം ദ സ്കിഡിൻ്റെ ദൂരെ സ്റ്റിയർ ചെയ്യുക, എന്നിട്ട് ബ്രേക്ക് റിലീസ് ചെയ്യുക. അല്ല, ഏത് ഡയറക്ഷനിലോട്ടാണ് സ്കിഡ് ആവുന്നത് അതേ ഡയറക്ഷനിലോട്ട് സ്റ്റിയർ ചെയ്യുക, അങ്ങോട്ട് പോകുക. റിലീസ് ദ റിയർ ബ്രേക്ക്, പുറകിലുള്ള ബ്രേക്ക് റിലീസ് ചെയ്യുക. യുവർ റിയർ വീൽ ലോക്സ് ദ എൻജിൻ സഡൻലി സ്പീഡ്സ് അപ്പ് ആൻഡ് യുവർ സൈക്കിൾ സ്റ്റാർട്ട് ടു സ്കിഡ്. പറയാൻ നിങ്ങളുടെ പുറകിലുള്ള വീൽ ലോക്കായി, എൻജിൻ്റെ സ്പീഡ് കൂടി, ആൻഡ് യുവർ സൈക്കിൾ സ്റ്റാർട്ട് ടു സ്കിഡ് പറഞ്ഞാൽ സ്കിഡ് ആവാൻ തുടങ്ങുന്നു മോട്ടോർ സൈക്കിൾ. ഇതെന്ത് ആണ് സൂചിപ്പിക്കുന്നത്? ബ്രോക്കൺ ചെയിൻ പൊട്ടി, എ സ്റ്റക്ക് ത്രോട്ടിൽ ആക്സലേറ്റർ കുടുങ്ങി, റിയർ വീൽ ബ്ലോട്ട് പുറകിലുള്ള ടയർ പഞ്ചറായി. ബ്രോക്കൺ ചെയിൻ പറഞ്ഞാൽ ചെയിൻ പൊട്ടിക്കാണും. ഇഫ് യു ഹാവ് എ ടയർ ബ്ലോ ഔട്ട് അറ്റ് ദ ഫസ്റ്റ് തിങ് യു ഷുഡ് ഡു ഈസ് പറഞ്ഞാൽ നിങ്ങളുടെ ടയർ പഞ്ചറായി, നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. ഗ്രിപ്പ് ദ ഹാൻഡ് ബ്രേക്ക് ഫേംലി ആൻഡ് ട്രൈ ടു സ്റ്റിയർ എ സ്ട്രെയിറ്റ് കോഴ്സ് പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഗ്രിപ്പ് പെതുക്കെ പിടിച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് വണ്ടി ഓടിക്കുക. ബ്രേക്ക് ജെന്റ്ലി യൂസിങ് ബോത്ത് ബ്രേക്ക് ആൻഡ് ഈസ് ഓഫ് ത്രോട്ടൽ, രണ്ട് ബ്രേക്കും അമർത്തിക്കൊണ്ട് ത്രോട്ടൽ അമർത്തുക. സ്റ്റിയർ ടുവാർഡ് ദ സൈഡ്, റോഡിൻ്റെ സൈഡിലേക്ക് പോവുക. അല്ല, ഫസ്റ്റ്. ഇഫ് യുവർ ത്രോട്ടിൽ ഇസ് സ്റ്റക്ക് ഓപ്പൺ ഇൻ ട്രാഫിക്കിൽ ഓപ്പൺ ആയി ത്രോട്ടൽ, ദ ഫസ്റ്റ് തിങ് യു ഷുഡ് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ലൈ ദ ബ്രേക്ക്, മൂവ് ദ ത്രോട്ടിൽ ബാക്ക് ആൻഡ് ഫോർത്ത് ആൻഡ് ട്രൈ ടു അൺസ്റ്റിക്ക് ഇറ്റ്, പുൾ ഇൻ ദ ക്ലച്ച് ആണ് ആൻസർ. ഇഫ് യു ആർ ട്രൈങ് ടു സ്റ്റോപ്പ് ക്വിക്ക്ലി ബട്ട് യുവർ ഫ്രണ്ട് വീൽ സ്റ്റാർട്ട് ടു സ്കിഡ്, യു ഷുഡ് അപ്ലൈ ദ റിയർ ബ്രേക്ക് മോർ ഫേംലി, ചേഞ്ച് ഡൗൺ ടു ലോവർ ഗിയർ, റിലീസ് ദ ഫ്രണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഗിയർ, അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് റിലീസ് ദ ഫ്രണ്ട് ബ്രേക്ക് ഇമ്മീഡിയറ്റ്ലി. ഫ്രണ്ട് വീല് സ്കിഡ് ആവുമ്പോൾ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ബ്രേക്ക് വിടണം, റിലീസ് ചെയ്യണം. ഇഫ് യുവർ റിയർ ടയർ ഗോസ് ഫ്ലാറ്റ് വൈൽ യു ആർ റൈഡിങ് അലോങ് യു ഇറ്റ് പ്രോബ്ലി ഫെയിൽ. നിങ്ങളുടെ പുറകിലെ ടയർ ഫ്ലാറ്റായി പറഞ്ഞാൽ പഞ്ചറായി,
അപ്പോൾ നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യും? ദ ബാക്ക് ഓഫ് ദ സൈക്കിൾ ടെൻഡ് ടു സ്ലൈഡ് ഫ്രം സൈഡ്. പറഞ്ഞാൽ പുറകിലുള്ള വണ്ടിയുടെ ടയർ ഒരു സൈഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. സ്റ്റിയറിംഗ് ഹെവി ആയിട്ട് തോന്നും. സൈക്കിൾ സ്ലൈറ്റായിട്ട് ഡ്രോപ്പ് ചെയ്യും. അല്ല, ഒരു സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കും. When braking, if the rear wheel starts skidding out to the right, you should apply both brake, steer slightly to the right, counter steer to the left. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് സ്റ്റിയർ സ്ലൈറ്റ്ലി ടു ദ റൈറ്റ്. റൈറ്റിലോട്ട് സ്റ്റിയർ ചെയ്യണം, വണ്ടി ഓടിക്കണം. ഇഫ് യു ഹാവ് എ ടയർ ബ്ലോ ഔട്ട് വൈൽ റൈഡിങ്, ദ ബെസ്റ്റ് അഡ്വൈസ്. നിങ്ങൾ ടയർ പെട്ടെന്ന് ബ്ലോ ഔട്ടായി, പഞ്ചറായി, ഏറ്റവും നല്ല അഡ്വൈസ് എന്താണ്? അപ്ലൈ ദ ബ്രേക്സ് ഫേംലി ആൻഡ് സ്റ്റിയർ എ സ്ട്രൈറ്റ് കോഴ്സ്. ബ്രേക്ക് പതുക്കെ അമർത്തിക്കൊണ്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പോകണം. സ്റ്റിയർ എ സ്ട്രൈറ്റ് കോഴ്സ് വിത്തൗട്ട് യൂസിങ് ബ്രേക്ക്. അമർത്താതെ സ്ട്രൈറ്റ് കോഴ്സ് ചെയ്യണം. സ്റ്റിയർ ഇമ്മീഡിയറ്റ്ലി ടു സൈഡ് ഓഫ് ദ റോഡ്. അല്ല, ഇതിൻ്റെ ആൻസറാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് സ്റ്റിയർ എ സ്ട്രൈറ്റ് കോഴ്സ്, സ്ട്രൈറ്റിലോട്ട് പോയി വിത്തൗട്ട് യൂസിങ് ദ ബ്രേക്ക്. ബ്രേക്ക് അമർത്താതെ സ്റ്റിയർ സ്ട്രൈറ്റ് ആയിട്ട് പോകണം. ഇൻ കൗണ്ടർ സ്റ്റിയറിംഗ്, ടു മേക്ക് എ ക്വിക്ക് ടേൺ ടു ദ റൈറ്റ് യു ഷുഡ്. പെട്ടെന്ന് റൈറ്റിലോട്ട് തിരിയണം. ലീൻ ടു ദ റൈറ്റ്, റൈറ്റിലോട്ട് വളയണം. പ്രസ് ഫോർവേഡ് ആൻഡ് ഓൺ ദ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ്. പ്രസ് ഫോർവേഡ് ഓൺ ദ ലെഫ്റ്റ്. അല്ല, എൻ്റെ ആൻസറാണ് പ്രസ് ഫോർവേഡ് ഓൺ ദ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ്. ഇഫ് ദ ബാക്ക് ഓഫ് ദ മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് സ്കിഡിങ് വൈൽ ആക്സലറേറ്റിംഗ്. ആക്സലറേറ്റ് കൊടുക്കുമ്പോൾ പുറകുള്ള മോട്ടോർ സൈക്കിൾ സ്കിഡാവുന്നു. ഇതിൽ ഏത് ആക്ഷൻ ആണ് റൈഡർ പെട്ടെന്ന് എടുക്കേണ്ടത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻ ഷുഡ് ബി ദ റൈഡർ ടേക്ക് ഇമ്മീഡിയറ്റ്ലി? ഈസ് ഓഫ് ദ ത്രോട്ടൽ. എത്രയും പെട്ടെന്ന് ആക്സലേറ്ററിൽ നിന്ന് കൈയെടുക്കണം. ഈസ് ഓഫ് ദ ത്രോട്ടൽ, ആക്സലേറ്ററിൽ കൈയെടുത്തതിന് ശേഷം സ്റ്റിയർ ഹാർഡ് ടു ലെഫ്റ്റ് ആൻഡ് അപ്ലൈ ദ റിയർ ബ്രേക്ക് ജെന്റ്ലി. സ്റ്റിയർ ഹാർഡ് ടു ദ ലെഫ്റ്റ്, അപ്ലൈ ദ റിയർ ബ്രേക്ക് ജെന്റ്ലി ആൻഡ് സെറ്റ് ബാക്ക് ടു ദ സീറ്റ്. അല്ല, എത്രയും പെട്ടെന്ന് ആക്സലേറ്ററിൽ നിന്ന് കൈയെടുക്കണം. ഉദ്ദേശിക്കുന്നത് ത്രോട്ടിൽ നിന്ന് കൈയെടുക്കണം. യു ഷുഡ് ആൾവേസ് ബൈ എ ന്യൂ മോട്ടോർ സൈക്കിൾ ഹെൽമെറ്റ് ബിക്കോസ്. നമ്മളെ എപ്പോഴും പുതിയ ഹെൽമെറ്റ് മേടിക്കണം. എന്തുകൊണ്ട്? അത് പുതിയ ഫാഷൻ ആയതുകൊണ്ട്, അത് നല്ല കളർ ഉണ്ടായതുകൊണ്ട്. സെക്കൻഡ് ഹാൻഡ് ഹെൽമെറ്റ് ക്യാൻ ബി ഡേഞ്ചറസ് ഇൻ ക്രാഷ്. പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഹെൽമെറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളുണ്ട്, നമുക്ക് കാണാൻ സാധിക്കില്ല. പെയിൻറ്റഡ് ലെയിൻ മാർക്കിംഗ് ക്യാൻ ബി ഡേഞ്ചറസ്. നിങ്ങളുടെ ലെയിനിൻ്റെ നടുക്കൂടെ പോകുമ്പോൾ ലെയിൻ മാർക്കിംഗ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അത് ഡേഞ്ചറസ് ആണ്, അപകടകാരിയാണ്. എന്തുകൊണ്ട്? ദേ ആർ ഷൈനി ആൻഡ് മേ ബി ഡാസിൽ ആൻഡ് നൈറ്റിൽ അത് നല്ല തിളക്കമേറിയതും നമ്മുടെ കണ്ണിലേക്ക് അടിക്കുകയും ചെയ്യും. ദേ ആർ സ്ലിപ്പറി, അത് സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ മണ്ടേ കൂടെ വണ്ടി ഓടിച്ചാൽ ദെയർ സർഫേസ് മേ ബി റഫാണ്. അല്ല, അത് സ്ലിപ്പറിയാണ്, അതുകൊണ്ട് ഡേഞ്ചറസ് ആണ്. ബ്രേക്സ് നീഡ് റെഗുലർ ചെക്കിങ്. നമ്മൾ റെഗുലറായിട്ട് ബ്രേക്കിനെ ചെക്ക് ചെയ്യണം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു ഡു. ഇതിൽ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ചെക്ക് ദ ബ്രേക്ക് പാഡ്, ചെക്ക് ദ ബ്രേക്ക് ലിവർ, ലോട്ട് ഓഫ് ഹെവി ബ്രേക്ക്. ബ്രേക്ക് ചെക്ക് ചെയ്യുമ്പം എപ്പോഴും ഓർമ്മയാണ് ബ്രേക്ക് പാഡാണ് ചെക്ക് ചെയ്യേണ്ടത്. എമംഗ് ദ മെനി ഹസാർഡ്സ് ഓഫ് റൈഡിങ് എ മോട്ടോർ സൈക്കിൾ ഈസ്. പറഞ്ഞാൽ ഇതിൽ ഏതാണ് ഹസാർഡ്? ഹസാർഡ് എന്ന് പറയുമ്പോൾ അപകടം കൂടുതൽ മോട്ടോർ സൈക്കിളുണ്ട്. റൈഡിങ് അറ്റ് ഡേ ടൈം ഓൺലി. ഡേ ടൈമിൽ വണ്ടി ഓടിക്കുമ്പോൾ. റൈഡിങ് ഓവർ കോൺഫിഡൻറ്റ് വണ്ടി ഓടിക്കുമ്പോൾ. റൈഡിങ് എ സ്പില്ലിയൻ പുറകിൽ പാസഞ്ചറിൻ്റെ നിർത്തി. അല്ല, ഓവർ കോൺഫിഡൻറ്റ് വണ്ടി ഓടിക്കുമ്പോൾ അപകടകാരിയാണ്. ബീങ് പേഷ്യൻറ്റ് വെൻ റൈഡിങ് ഈസ് വൺ വേ ഓഫ്. നമ്മളെപ്പോഴും നല്ല പേഷ്യൻ്റായിട്ട് വണ്ടി ഓടിക്കണം. അവോയ്ഡിങ് റൈഡിങ് ഹസാർഡ്. അതുമൂലം നമുക്ക് അപകടത്തിനെ മറികടക്കാൻ സാധിക്കും, അവോയ്ഡ് ചെയ്യാൻ സാധിക്കും, പെട്ടെന്ന് പോകാൻ സാധിക്കും, ഷോ ഓഫ് ചെയ്യാൻ സാധിക്കും. അല്ല, അവോയ്ഡിങ് റൈഡിങ് ഹസാർഡ്. ഇഫ് യു റൈഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ, കള്ള് കുടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ യുവർ റൈഡിങ് സ്കിൽസ് ഇമ്പ്രൂവ്. നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ടയർഡ്നെസ് വരാൻ സാധിക്കില്ല. യുവർ ഹസാർഡ് അവയർനെസ് ഇസ് റിഡ്യൂസ്ഡ്. നമുക്ക് മുന്നിൽ കാണുന്ന അപകടത്തിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ബിക്കോസ് ടയർഡ്നെസ് എഫക്റ്റ് യുവർ ബാലൻസ് ആൻഡ് വിഷൻ, യു ഷുഡ്. നമുക്ക് വളരെയധികം ടയർഡായിരിക്കും, വണ്ടി ഓടിക്കാൻ പാടില്ല. അതുമൂലം നമ്മുടെ ബാലൻസും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോകും. നോട്ട് റൈഡ് ഇഫ് യു ആർ ടയർഡ്. നിങ്ങൾ ടയർഡാണെങ്കിൽ വണ്ടി ഓടിക്കാൻ പാടില്ല. നോട്ട് അവോയ്ഡ് റൈഡിങ് ഇഫ് യു ആർ ടയർഡാണെങ്കിൽ വണ്ടി ഓടിക്കാം. നോട്ട് ഡിലേ റൈഡിങ്. ടയർഡാണെങ്കിൽ തീർച്ചയായും വണ്ടി ഓടിക്കണം. അല്ല, മേക്ക് യുവർ റൈഡ് ലെസ് ടയറിങ് ബൈ. നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ ക്ഷീണിത ആവാതിരിക്കാൻ റൈഡിങ് അറ്റ് നൈറ്റ് ഓൺലി. രാത്രിയിൽ മാത്രം വണ്ടി ഓടിക്കണം. ടേക്ക് കോഫി ഓർ ടീ ഫ്രീക്വൻ്റ്ലി. കോഫിയും ടീയും കുടിക്കണം. വിയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. നല്ല പ്രൊട്ടക്റ്റ് ആയിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കണം. നല്ല സുരക്ഷിതമായ വസ്ത്രങ്ങൾ ധരിക്കണം. വിയറിങ് ബ്രൈറ്റ് ക്ലോത്തിങ് വെൻ റൈഡിങ്. പറയുന്നത് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നല്ല ബ്രൈറ്റ് ക്ലോത്ത്, നല്ല തിളക്കമേറിയ വസ്ത്രങ്ങൾ ധരിക്കണം. ഇനഫ് ടു ഗ്യാരണ്ടി സേഫ്റ്റി. അത് സേഫ്റ്റിക്ക് ഗ്യാരണ്ടിയാണ്. ഇനഫ് ടു എക്സ്പെക്റ്റ് അതർ ടു സീ. അതൊരു ഇനഫാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടി. നോട്ട് ഇനഫ് ടു ഗ്യാരണ്ടി. അത് മാത്രം സേഫ്റ്റി തരാൻ. ഇപ്പോൾ ഇതിനകത്ത് ഈ ആൻസർ ഉണ്ടെങ്കിൽ അത് തന്നെ നോട്ട് ഇനഫ് ടു ഗ്യാരണ്ടി സേഫ്റ്റി. അതൊരു ഗ്യാരണ്ടി അല്ല സേഫ്റ്റിക്ക്. പറഞ്ഞാൽ പല കാര്യങ്ങളും ഉണ്ട്. അന്നേരം ഇതാണ് ആൻസർ.
വൈ യു മസ്റ്റ് നോട്ട് റൈഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ്? വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് മേക്സ് യു ടേക്ക് റിസ്ക് എടുക്കാൻ സാധിക്കും. ബിക്കോസ് ഇറ്റ് മേക്സ് സ്ലീപ്പി അറ്റ് നൈറ്റ്, രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കും. ബിക്കോസ് ഇറ്റ് മേക്സ് യു സെൻസിറ്റീവ് ടു സൈൻ. പറഞ്ഞാൽ റിസ്ക് കൂടാൻ ചാൻസ് ഉണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. വെൻ യു റൈഡ് യുവർ സെൽഫ് ക്യാൻ ബി ഹസാർഡ് ഇഫ്. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ഒരു അപകടകാരിയാവാം. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങളൊരു ബാഡ് മൂഡ്, നിങ്ങൾ പന്നൊരു മൂഡിലാണെങ്കിൽ നിങ്ങൾ അടുത്ത് വണ്ടി ഓടിക്കുമ്പോൾ അല്ല, ബാഡ് മൂഡ്. വൈ ഇസ് ഇമ്പോർട്ടൻറ്റ് ടു വിയർ എ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് വെൻ റൈഡിങ്? നമുക്ക് സുരക്ഷിതമായ വസ്ത്രങ്ങൾ ധരിക്കണം വണ്ടി ഓടിക്കുമ്പോൾ. അത് നിങ്ങളുടെ റൈഡിനെ സ്മൂത്താക്കും. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് പ്രിവെൻറ്റ് ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ ഈ ചൂടുകാലത്തൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ ദാഹിക്കും. അതുമൂലം നമുക്ക് ക്ഷീണിതനാവും. അത് മാറ്റാൻ വേണ്ടി, ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ബൈക്ക് പെട്ടെന്ന് ഓടിക്കാൻ വേണ്ടി, അല്ല ഡീഹൈഡ്രേഷൻ, നമ്മൾ തളരാതിരിക്കാൻ. വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു വിയർ എ ഹെൽമെറ്റ് വെൻ റൈഡിങ്? എപ്പോഴും ഹെൽമെറ്റ് ധരിക്കണം. എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് പ്രിവെൻറ്റ് സീരിയസ് ഹെഡ് ഇഞ്ചുറി. ഹെഡിൽ ഇഞ്ചുറി വരാതിരിക്കാൻ. ബിക്കോസ് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ റൈഡർ. ഫേസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടാതിരിക്കാൻ, അല്ല ഹെഡ് ഇഞ്ചുറി പറ്റാതിരിക്കാൻ. ടു പ്രൊട്ടക്റ്റ് യുവർ ഐസ് ആൻഡ് ഫേസ് വെൻ റൈഡിങ് യു മസ്റ്റ് വിയർ. നിങ്ങളുടെ കണ്ണുകളും മുഖവും നിങ്ങൾ സുരക്ഷിതമാക്കാൻ എന്ത് ധരിക്കണം? ഹെൽമെറ്റ് ധരിക്കണം. പക്ഷേ ഹെൽമെറ്റുണ്ട്, പക്ഷേ അതിനകത്ത് കണ്ണാടിയില്ല, അല്ലെങ്കിൽ ഒരു ഗൂഗിളില്ല. അന്നേരം അതല്ലേ ആൻസർ. വൈസർ ഓർ ഗൂഗിൾ. ഇത് ധരിച്ചിരിക്കണം നിങ്ങളുടെ കണ്ണുകളെയും മുഖത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. വൈസർ ഓർ ഗൂഗിൾ മസ്റ്റ് ബി ഫ്രീ ഓഫ് സ്ക്രാച്ച്. ഈ വൈസറിലും ഗൂഗിളിലും സ്ക്രാച്ച് പറ്റാൻ പാടില്ല. എന്തുകൊണ്ട്? ഇറ്റ് ക്യാൻ എഫക്റ്റ് വിഷൻ ഓഫ് ദ റൈഡർ. അത് സ്ക്രാച്ച് പറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കും. ഇറ്റ് ക്യാൻ എഫക്റ്റ് പെർഫോമൻസ് ഓഫ് ദ മോട്ടോർ സൈക്കിൾ പെർഫോമൻസിനെ ബാധിക്കും. ഇറ്റ് സ്ലോ ദ റിയാക്ഷൻ സ്ലോ ആയിരിക്കും, അല്ല കാഴ്ചയെ ബാധിക്കും. വൈ ഇസ് ഇമ്പോർട്ടൻറ്റ് ടു യൂസ് എ ന്യൂ ഹെൽമെറ്റ്? പുതിയ ഹെൽമെറ്റ് എന്തുകൊണ്ട് ഉപയോഗിക്കണം? ഫസ്റ്റ്, ബിക്കോസ് ന്യൂ ഹെൽമെറ്റ് ഈസ് മോർ വിസിബിൾ. പുതിയ ഹെൽമെറ്റിൽ നല്ല രീതി കാണാൻ സാധിക്കും. ബിക്കോസ് എ യൂസ്ഡ് ഹെൽമെറ്റ് മേ ഹാവ് എ ഡാമേജ് യു കനോട്ട് സീ. എന്തുകൊണ്ടെന്നാൽ സെക്കൻഡ് ഹാൻഡ് ഹെൽമെറ്റ് ഉപയോഗിച്ചാൽ അതിനകത്ത് അപകടം ഒളിഞ്ഞിരിക്കാം, നമുക്ക് കാണാൻ സാധിക്കില്ല. ബിക്കോസ് ന്യൂ ഹെൽമെറ്റ് ഈസ് റിക്വയർഡ്. അല്ല, ന്യൂ ഹെൽമെറ്റ് തന്നെ വേണം. അല്ല, സെക്കൻഡ് ഹാൻഡ് ആൻസർ. അപകടം ഒളിഞ്ഞിരിക്കാം സെക്കൻഡ് ഹാൻഡ് ഹെൽമെറ്റിൽ. വെൻ റൈഡിങ് വിത്ത് എ പില്ലിയൻ പാസഞ്ചർ ഹെൽമെറ്റ് ഈസ്. പുറകിൽ ഒരു പാസഞ്ചറിനെ ഇരുത്തിക്കൊണ്ട് പോയാൽ ഹെൽമെറ്റ് വേണോ? അല്ല, റൈഡറിന് മാത്രം മതി. അല്ല, പില്ലിയൻ പാസഞ്ചർ ആവശ്യമില്ല. അല്ല, രണ്ട് പേർക്കും വേണം. ബോത്ത് റൈഡർ ആൻഡ് ദ പില്ലിയൻ പാസഞ്ചർ. ഇറ്റ് ഈസ് ബെസ്റ്റ് ടു യൂസ് എ ബ്രൈറ്റ് കളർഡ് ഹെൽമെറ്റ്. ബിക്കോസ് നമ്മൾ ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോഴും അത് നല്ല തിളക്കം ഏറിയായിരിക്കണം. ഈ തിളക്കം എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളർ, തത്തപ്പച്ച, അങ്ങനെ നല്ല തിളക്കമുള്ളതായിരിക്കണം. ഇറ്റ് മേക്സ് ദ റൈഡ്സ് മോർ എൻജോയ് ചെയ്യാൻ. ഇറ്റ് മേക്സ് ദ റൈഡ് എ ലോട്ട് ഈസിയായിട്ട് റൈഡ് ചെയ്യാൻ. ഇറ്റ് ഹെൽപ്സ് ദ റൈഡർ ടു ബി മോർ വിസിബിൾ. മറ്റുള്ളവരെ നമ്മളെ കാണാൻ വേണ്ടി. വെയറിങ് ദ റൈറ്റ് ക്ലോത്തിങ് വെൻ റൈഡിങ് ഹെൽപ്സ് ദ റൈഡർ. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കറക്റ്റായിട്ട് നല്ല ക്ലോത്ത് അല്ലെങ്കിൽ വസ്ത്രധാരണ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട്? ബി കംഫർട്ടബിൾ ആൻഡ് ഫോക്കസ് ഓൺ ദ റൈഡിങ് പ്രോബ്ലം. നമുക്ക് കംഫർട്ട് ആവാനും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതാണ് ആൻസർ. റൈഡ് ബെറ്റർ ആൻഡ് സേഫർ, സ്റ്റേ ക്ലിയർ ഓഫ് ഹസാർഡ്. അപ്പോൾ അതാണ് ആൻസർ. വെൻ റൈഡിങ് വിയറിങ് ബ്രൈറ്റ് കളർ ക്ലോത്തിങ് വിൽ ഹെൽപ്പ്. നല്ല തിളക്കമേറിയ തുണികൾ ഇട്ടുകൊണ്ട് വണ്ടി ഓടിച്ചാൽ അതർ റോഡ് യൂസർ സീ ആൻഡ് ഏബിൾ ടു അവോയ്ഡ് യു. അതർ റോഡ് യൂസർ പ്രൊവൈഡ് യു ഡയറക്ഷൻ. അതർ റോഡ് യൂസർ സ്റ്റേ ക്ലോസർ ടു യു. അല്ല, മറ്റുള്ളവർ നമ്മളെ കാണാനും നമ്മളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. ഇഫ് യു ആർ റൈഡിങ് ഇൻ റഫ് റോഡ് സ്ലോയിങ് ഡൗൺ വിൽ ബി. ഒരു റഫ് റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് വേഗത കുറയ്ക്കണം. ഹെൽപ്സ് ടു ബിക്കം ഓറിയൻറ്റഡ്. ഹെൽപ്സ് റെഡ്യൂസ് റോഡ് ഷോക്സ്. ഹെൽപ്സ് ടു ടൈം ടു റെസ്റ്റ്. അല്ല, ഷോക്ക് പറഞ്ഞാൽ ഈ കൂടുതൽ ഷോക്ക് അടിക്കാതിരിക്കാൻ. വെൻ റൈഡിങ് ബംപ്സ് ഓൺ ദ റോഡ് ക്യാൻ. വണ്ടി ഓടിക്കുമ്പോൾ റോഡിലെ ബമ്പ് എഫക്റ്റ് യുവർ ഡയറക്ഷൻ കൺട്രോൾ. നിങ്ങളുടെ കൺട്രോളിനെ മാറ്റാം. എഫക്ട്സ് യുവർ സ്റ്റിയറിംഗ് ആസ് വെൽ സ്റ്റിയറിംഗ് സസ്പെൻഷനെ എഫക്റ്റ് ചെയ്യും. എഫക്റ്റ് യുവർ ഡെസ്റ്റിനേഷൻ. അല്ല, നിങ്ങളുടെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? എഫക്റ്റ് യുവർ സ്റ്റിയറിംഗ് ആസ് വെൽ ആസ് സസ്പെൻഷൻ. ഇഫ് യു ആർ റൈഡിങ് ഇൻ എ റഫ് റോഡ് സ്ലോയിങ് ഡൗൺ വിൽ ബി. നിങ്ങൾ എത്രയും പെട്ടെന്ന് വേഗത കുറയണം റഫ് റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ. ഹെൽപ്സ് ഗീവ് യു ബൈക്ക് സസ്പെൻഷൻ ടൈം ടു വർക്ക്. ഹെൽപ്സ് യു റേസ് യുവർ ഫുഡ് പാക്സ്. ഹെൽപ്സ് യു റിയർ ബ്രേക്ക്. യൂസ് ദ റിയർ ബ്രേക്ക്. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് ഹെൽപ്പ് ഗീവ്സ് യുവർ ബൈക്ക് സസ്പെൻഷൻ ടൈം ടു വർക്ക്. ദ ബെസ്റ്റ് വേ ടു ഡീൽ വിത്ത് സ്ലിപ്പറി സർഫേസ് ഇസ് ടു. സ്ലിപ്പറി സർഫേസിൽ വണ്ടി ഓടിക്കുമ്പോൾ യൂസ് ബോത്ത് ഫ്രണ്ട് ആൻഡ് റിയർ ബ്രേക്ക്. രണ്ട് ബ്രേക്കും ഉപയോഗിക്കണം. റെഡ്യൂസ് സ്പീഡ് ആൻഡ് അവോയ്ഡ് ചേഞ്ചിങ് ഗിയർ. നിങ്ങളുടെ സ്പീഡ് കുറയ്ക്കുകയും ഗിയർ ചേഞ്ച് ചെയ്യുകയും ചെയ്യരുത്. റെഡ്യൂസ് സ്പീഡ് ആൻഡ് ചേഞ്ച് ദ ഗിയർ. സ്പീഡ് കുറയ്ക്കണം, ഗിയർ ചേഞ്ച് ചെയ്യണം. അല്ല, ആൻസർ സെക്കൻഡാണ്.
അവോയ്ഡ് ബ്രേക്കിംഗ് വെൻ റൈഡിങ് ഓൺ സ്ലിപ്പറി സർഫേസ്, ബട്ട് ഇഫ് യു മസ്റ്റ്, സ്ലിപ്പറി സർഫേസിൽ നമ്മൾ ബ്രേക്ക് അടിക്കാൻ പാടില്ല, അവോയ്ഡ് ചെയ്യണം. പക്ഷേ യൂസ് ബോത്ത് ഫ്രണ്ട് ആൻഡ് റിയർ ബ്രേക്സ് ഫ്രീക്വൻ്റ് ആയിട്ട് പുറകിലെയും മുമ്പിലത്തെയും ബ്രേക്ക് അടിക്കണം. യൂസ് ഫ്രണ്ട് ബ്രേക്ക് ഫസ്റ്റ് ആൻഡ് റിയർ ബ്രേക്ക് സെക്കൻഡ്. ആദ്യമേ ഫ്രണ്ട് ബ്രേക്ക് അടിക്കണം, എന്നിട്ട് പുറകിലെ ബ്രേക്ക് സെക്കൻഡ്. യൂസ് ബോത്ത് ബ്രേക്സ് ഈവൻലി, രണ്ട് ബ്രേക്കും മാറി മാറി അടിക്കണം ഈവൻലി ആയിട്ട്. റൈഡിങ് ഇൻ ദ മിഡിൽ ഓഫ് ദ ലെയിൻ മേ ബി ഡേഞ്ചറസ് ബിക്കോസ് ലെയിൻ്റെ നടുക്കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഡേഞ്ചറസ് ആണ്. എന്തുകൊണ്ട്? അതർ റൈഡേഴ്സ് ആർ യൂഷ്വലി യൂസിങ് ദ മിഡിൽ. മറ്റ് റൈഡേഴ്സും റോഡിൻ്റെ ലെയിൻ്റെ നടുക്കൂടെ പോകുന്നതുകൊണ്ട് സ്പിൽഡ് ഗ്രീസ് ആൻഡ് ഓയിൽ മേക്ക് ദ ഏരിയ സ്ലിപ്പറി. പറഞ്ഞാൽ ഈ വണ്ടികളിൽ നിന്ന് ഗ്രീസും ഓയിലും ഇങ്ങനെ റോഡിൽ കിടക്കും, അതിൻ്റെ മുകളിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ അത് സ്ലിപ്പറി ആവും. അപ്പോൾ അതാണ് ആൻസർ. വൈ മസ്റ്റ് ടു റൈഡ് സ്ലോവർ അറ്റ് ദ നൈറ്റ് ഡ്യൂറിങ് ദ ഡേ? നമ്മൾ രാത്രിയിൽ വണ്ടി ഓടിക്കണം, പകലിനെ അപേക്ഷിച്ച് സ്ലോ ആയിട്ട് ഓടിക്കണം. ബിക്കോസ് യുവർ ഹെഡ്ലൈറ്റ് ഷോ ലിമിറ്റഡ് ഏരിയ. ബിക്കോസ് നമ്മുടെ ഹെഡ്ലൈറ്റ് അതിനകത്ത് വളരെ ലിമിറ്റഡ് ഏരിയ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ആൻസർ. ബിക്കോസ് അതർ റോഡ് യൂസർ ആൾസോ ട്രാവൽ സ്ലോ ആൻഡ് ബിക്കോസ് ദ റോഡ് ഈസ് സ്ലോവർ അറ്റ് നൈറ്റ്. അല്ല, ഹെഡ്ലൈറ്റിൽ വളരെ കുറച്ച് ദൂരം മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. കമ്പയർഡ് ടു ഡേ ടൈം ദ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് അറ്റ് നൈറ്റ്. പറഞ്ഞാൽ പകലിനെ അപേക്ഷിച്ചിടത്തോളം നൈറ്റിൽ സ്പീഡും ഡിസ്റ്റൻസും എങ്ങനെ ആയിരിക്കണം? ലോങ്ങർ ദാൻ ഡേ ടൈം, കൂടുതലായിരിക്കണം. മോർ ഡിഫിക്കൽട്ട് ടു ജഡ്ജ്, നമുക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കില്ല. മോർ ഡിഫിക്കൽട്ട് ടു സീ. അപ്പോൾ ഇതിൻ്റെ ആൻസർ മോർ ഡിഫിക്കൽട്ട് ടു ജഡ്ജ്. ഈ ഒരു വേർഡ് എവിടെ കണ്ടാലും ആൻസർ കൊടുത്തോണം. വെൻ റൈഡിങ് അറ്റ് നൈറ്റ് അവോയ്ഡ് എഫക്റ്റിംഗ് യുവർ വിഷൻ ബൈ ലുക്കിംഗ് അറ്റ് ദ സൈഡ് ഓഫ് ദ റോഡ് അഹെഡ്, ലുക്കിംഗ് ഡയറക്ട്ലി അറ്റ് ദ ലൈറ്റ്സ് ഓഫ് എൻ ഓൺ കമ്മിങ് ട്രാഫിക്, ഫോക്കസിംഗ് ഓൺ ദ വെഹിക്കിൾ ഇൻ ദ ഫ്രണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ലുക്കിംഗ് അറ്റ് ദ സൈഡ് ഓഫ് ദ റോഡ് അഹെഡ്. ടു സീ ക്ലിയർലി ആൻഡ് റൈഡ് സേഫ്ലി അറ്റ് നൈറ്റ്. നല്ല രീതിയിൽ കാണാനും സേഫായിട്ട് വണ്ടി ഓടിക്കാനും രാത്രിയിൽ. ഡു നോട്ട് എക്സീഡ് ദ സ്പീഡ് ലിമിറ്റ് വർദ്ധിപ്പിക്കരുത്. ഡു നോട്ട് യൂസ് ദ ബ്രേക്ക് വെരി ഓഫൻ, ബ്രേക്കുകൾ കൂടുതൽ അടിക്കാൻ പാടില്ല. ഡു നോട്ട് യൂസ് ദ ടിൻറ്റഡ് ഗ്ലാസസ്. ടിൻറ്റഡ് ഗ്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് പറയാം കൂളിംഗ് ഗ്ലാസ്, കറുത്ത ഗ്ലാസുകൾ ഉപയോഗിക്കാൻ പാടില്ല. വെൻ റൈഡിങ് അറ്റ് നൈറ്റ് ഓർ വെൻ വിസിബിലിറ്റി ഈസ് പുവർ. രാത്രിയിൽ വണ്ടി ഓടിക്കണം, വിസിബിലിറ്റി പുവറാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? സ്വിച്ച് ഓൺ ദ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യണം, ബ്രേക്ക് ലൈറ്റ് ഓൺ ചെയ്യണം, സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്യണം. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റൈഡ് സ്ലോവർ അറ്റ് നൈറ്റ്. നൈറ്റിൽ വണ്ടി ഓടിക്കണം റിലാക്സ് ചെയ്യാൻ വേണ്ടി. ഹാവ് ലോങ്ങർ ടൈം ടു റിയാക്ട് ടു ഹസാർഡ്. പറഞ്ഞാൽ മുമ്പിൽ ഒരു അപകടം വന്നാൽ എത്രയും പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി. മേക്ക് അതർ റൈഡേഴ്സ് സ്ലോവർ ആൾസോ. മറ്റുള്ളവർ വണ്ടി ഓടിക്കുന്നുണ്ട്. അല്ല, സെക്കൻഡാണ് ആൻസർ. ഇംപ്രൂവ് യുവർ സേഫ്റ്റി വെൻ റൈഡിങ് അറ്റ് നൈറ്റ്. നമ്മുടെ രാത്രിയിൽ വണ്ടി ഓടിക്കാൻ നമ്മൾ സേഫ്റ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും? റെഡ്യൂസിങ് യുവർ ട്രാവൽ ടൈം, ഇൻക്രീസ് യുവർ വിസിബിലിറ്റി, റെഡ്യൂസ് യുവർ ഫോളോയിങ് ഡിസ്റ്റൻസ്. ആൻസർ എന്താണ്? ഇൻക്രീസ് യുവർ വിസിബിലിറ്റി. പറഞ്ഞ ഹെഡ്ലൈറ്റ് ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ വിസിബിളായിട്ട് പോകണം. കീപ്പിംഗ് എ സേഫ് ഡിസ്റ്റൻസ് അറ്റ്ലീസ്റ്റ് 3 സെക്കൻഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ 3 സെക്കൻഡ് ഗ്യാപ്പ് വേണം ഫ്രണ്ടിലുള്ള വണ്ടിയായിട്ട്. ഇറ്റ് ഗിവ്സ് യു മോർ ടൈം ടു സ്റ്റോപ്പ് ഇൻ എമർജൻസി. ഇറ്റ് അലൗസ് യു മോർ റൂം ടു ആക്സിലേറ്റ് ഫാസ്റ്റർ. യു ക്യാൻ സെർവ് ഈസിലി. ഇപ്പം ഫസ്റ്റാണ് ആൻസർ. ഒരു എമർജൻസിയിൽ എത്രയും പെട്ടെന്ന് നമുക്ക് വണ്ടി നിർത്താൻ സാധിക്കും, നമുക്ക് കൂടുതൽ സമയം കിട്ടും. ഇൻ ഓർഡർ ടു അവോയ്ഡ് കോൺഫ്ലിക്റ്റ് വിത്ത് വെഹിക്കിൾ എ. ഇപ്പം നിങ്ങളുടെ വണ്ടി ഇതാണ്, ഈ ഒരു വണ്ടിയും ഈ ലേനി വരുന്നു, ഇതും നിങ്ങളും ഈ ലേനി വരുന്നു. അപ്പോൾ ഈ എ ആയിട്ട് കോൺഫ്ലിക്റ്റ് ആവാൻ, പറഞ്ഞാൽ ആക്സിഡൻറ്റ് ആവാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സലേറ്റ് ക്വിക്ക്ലി ടു മൂവ് എഹെഡ് ഓഫ് വെഹിക്കിൾ. പറഞ്ഞാൽ എനെ മറികടന്നുകൊണ്ട് നിങ്ങൾ എത്രയും വേഗത്തിൽ പോകണം. സെക്കൻഡ്, ഡു എ ഹെഡ് ചെക്ക് ബിഫോർ യു ചേഞ്ചിങ്. ഹെഡ് ചെക്ക് ചെയ്യണം ലെയിൻ ചേഞ്ചിന് മുമ്പിട്ട്. ഡു എ ചെക്ക് മിറർ. നിങ്ങളുടെ ലെയിൻ ചേഞ്ചിന് മുമ്പിട്ട് മിറർ ചെക്ക് ചെയ്യണം. അല്ല, സെക്കൻഡാണ്, നിങ്ങൾ ഹെഡ് ചെക്ക് ചെയ്ത് ചെയ്യണം. വൈ മസ്റ്റ് യു ഡു എ ഹെഡ് ചെക്ക് ബിഫോർ ലെയിൻ ചേഞ്ച് എവറി ചേഞ്ച്? പറയാം ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഹെഡ് ചെക്ക് ചെയ്യണം. എന്തുകൊണ്ട്? ബിക്കോസ് മിറേഴ്സ് ആർ സംടൈംസ് നോട്ട് വർക്കിംഗ്. എന്താണെന്ന് വെച്ചാൽ മിററിൽ കൂടുതൽ നല്ല ഇത് കാണാൻ സാധിക്കത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ ഗുഡ് എക്സസൈസ്. നിങ്ങളുടെ കഴുത്തിന് നല്ലൊരു എക്സസൈസാണ്. ബിക്കോസ് മിറേഴ്സ് വിൽ നോട്ട് ഷോ ഓൾ ഹസാർഡ്. എന്തുകൊണ്ടെന്നാൽ മിറർ എല്ലാം അപകടം നമ്മെ കാണിച്ച് തരില്ല. അതുകൊണ്ട് വെൻ ബൈക്ക് ലീൻസ് ടു ദ റൈറ്റ് ദ പില്ലിയൻ പാസഞ്ചർ സ്റ്റെബിലൈസ് ബൈ. പറഞ്ഞാൽ ബൈക്ക് റൈറ്റിലോട്ട് ലീൻ ചെയ്യുകയാണ്, പുറകിലുള്ള പാസഞ്ചർ എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യും? നേരെ നിൽക്കും. ലീനിങ് ടു ദ ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റായിട്ട്. ലീനിങ് ടു ദ സെയിം റൈറ്റ് സൈഡ്, ലീനിങ് ഫോർവേഡ്. അല്ല, എവിടെ തിരിയുന്നോ അതേ സൈഡിലോട്ട് തിരിയണം നമ്മൾ. വെൻ ക്യാരിങ് എ ലോഡ് ഓർ പാസഞ്ചർ ഹൗ ഈസ് മോട്ടോർ സൈക്കിൾ എഫക്റ്റഡ്? ഇറ്റ് മേ ടേക്ക് ലോങ്ങർ ടൈം ടു സ്റ്റോപ്പ്. ഇറ്റ് വിൽ എക്സൈറ്റ് ഫാസ്റ്റർ. ഇറ്റ് മേ റൈഡ് അറൗണ്ട് കോർണർ ഈസിയർ. അല്ല, നമ്മുടെ ഒരു ലോഡ് വെച്ചുകൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ പാസഞ്ചർ വെച്ചുകൊണ്ട് പോകുമ്പോൾ മോട്ടോർ സൈക്കിൾ എങ്ങനെ എഫക്റ്റ് ആവും? അത് നിർത്താൻ വേണ്ടി ഇച്ചിരി ലോങ് ടൈം എടുക്കും. The chain in your bike should properly adjusted, clean and lubricated, clean and tidy, clean and fixed.
ക്ലീനും ആയിരിക്കണം ചെയിൻ, ലൂബ്രിക്കേറ്റ് എണ്ണയും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഗ്രീസ്. ലുക്കിംഗ് ആഫ്റ്റർ യുവർ ബൈക്ക് മീൻസ് നിങ്ങളുടെ ബൈക്കിനെ നിങ്ങൾ നോക്കണം. അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെല്ലാ ഡിസ്പ്ലേയും ചെക്ക് ചെയ്യണം, അത് പ്രോപ്പറായിട്ട് എപ്പോഴും സർവീസ് ചെയ്യണം, ഇത് എപ്പോഴും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അല്ല, ബൈക്കിനെ നോക്കുന്നതിൻ്റെ അർത്ഥം ഹാവിങ് ഇറ്റ് സർവീസ് റെഗുലർ, പ്രോപ്പറായിട്ട് അതിനെ സർവീസ് ചെയ്തിരിക്കണം. മെയിൻറ്റെയിൻ യുവർ ബൈക്ക് പ്രോപ്പർലി ഇൻക്ലൂഡ്സ് നമ്മുടെ ബൈക്കിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? രജിസ്ട്രേഷൻ വാലിഡ് ആണോ നോക്കണം, അതിൻ്റെ ലുക്ക് നല്ലതാണോ നോക്കണം, ചെക്കിങ് ദ ഓയിൽ റെഗുലർലി, അതിൻ്റെ ഓയിൽ എപ്പോഴും ചെക്ക് ചെയ്യണം. അപ്പോൾ അതാണ് ആൻസർ. യു വിൽ നോ ഇഫ് യു ബ്രേക്ക് ഇസ് ടൂൾ ഗുഡ് ബൈ. നമ്മൾ ബ്രേക്കിനെ ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെ മനസ്സിലാവും ബ്രേക്ക് നല്ലതാണെന്ന്? ലുക്കിംഗ് അറ്റ് വിയർ ഇൻഡിക്കേറ്റർ ഓഫ് ദ ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ബ്രേക്കിൻ്റെ ലിവർ ചെക്ക് ചെയ്യണം, ടയർ ചെക്ക് ചെയ്യണം. അല്ല, ബ്രേക്കിൻ്റെ പാഡ് ചെക്ക് ചെയ്യണം. ലൂസ് ഓർ മിസ്സിംഗ് നട്ട്സ് ആൻഡ് ബോൾട്ട്സ് ഈസ് അമംഗ്. പറഞ്ഞാൽ നട്ട്സും ബോൾട്ടും ലൂസാ അല്ലെങ്കിൽ മിസ്സിംഗ് ആണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? മസ്റ്റ് ബി ചെക്ക് ബിഫോർ യു ഗോ ഫോർ റൈഡ്. എപ്പോഴും നിങ്ങൾ തീർച്ചയായും ഒരു റൈഡിന് മുമ്പിൽ ഇതെല്ലാം ചെക്ക് ചെയ്തിരിക്കണം. മസ്റ്റ് ബി ചെക്ക് ആഫ്റ്റർ യു ഗോ ഫോർ എ റൈഡ്. റൈഡിന് ശേഷം നിങ്ങൾ ചെയ്തിരിക്കണം. മസ്റ്റ് ബി ചെക്ക് ഡ്യൂറിങ് ദ ഡ്യൂറേഷൻ ഓഫ് ദ റൈഡ്. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യണം, അല്ല ബിഫോർ. ടു എൻഷുർ യുവർ പ്രോപ്പർ മെയിൻ്റനൻസ് ഗൈഡ് ചെക്ക്. പറഞ്ഞാൽ പ്രോപ്പർ മെയിൻ്റനൻസ് ഗൈഡ് ഒരു ബൈക്കിൻ്റെ ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മെക്കാനിക്കിനെ കാണണം. ഓണേഴ്സ് മാനുവൽ, നിങ്ങളുടെ വണ്ടിയുടെ ഒരു പുസ്തകം കെട്ടി കാണുമല്ലോ, അത് ചെക്ക് ചെയ്യണം. വണ്ടിയുടെ പാർട്സിനെ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഓണേഴ്സ് മാനുവൽ ചെക്ക് ചെയ്യണം. ബിഫോർ ഗോയിങ് ഫോർ എ റൈഡ് ചെക്ക് ഫോർ. നമ്മൾ റൈഡ് പോകുന്നതിന് മുമ്പിട്ട് എന്ത് ചെക്ക് ചെയ്യണം? ടയർ പ്രഷർ ആൻഡ് ടയർ ഡാമേജ്, സ്പെയർ ടയർ, പ്രോപ്പർ ലൂബ്രിക്കേഷൻ, ടയർ കാറ്റുണ്ടോ ഡാമേജ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ടു ഹെൽപ്പ് എൻഷുർ റൈഡർ സേഫ്റ്റി പ്രീ ഡ്രൈവ് ചെക്സ്. പറഞ്ഞാൽ നമ്മളൊരു സുരക്ഷിതമായ വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മളൊരു വണ്ടി ഈ മോട്ടോർ സൈക്കിൾ ചുറ്റും ഒന്ന് നോക്കണം. എന്ത് നോക്കണം? ഷുഡ് ബി കണ്ടക്റ്റഡ് ബൈ എവറി റൈഡർ. എല്ലാ റൈഡറും ചെയ്തിരിക്കണം. ഷുഡ് ബി കണ്ടക്റ്റഡ് ബൈ പില്ലിയൻ, പുറകിലിരിക്കുന്ന പാസഞ്ചർ ചെയ്തിരിക്കണം. ഷുഡ് ബി കണ്ടക്റ്റഡ് ബൈ എ ന്യൂ ഡ്രൈവർ, പുതിയ ഡ്രൈവർ ചെയ്യണം. അല്ല, എല്ലാ ഡ്രൈവറും അങ്ങനെ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ടു പ്രിപ്പയർ ഫോർ മെനി ഹസാർഡ്സ് ഓൺ ദ റോഡ് ബിൽഡ് അപ്പ് യുവർ സ്കിൽസ് ഗ്രാജുവലി ബൈ. പറഞ്ഞാൽ റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അനേകം അപകടങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കില്ലിനെ എങ്ങനെ ബിൽഡപ്പ് ചെയ്യും? റൈഡിങ് എ ഡേ ലൈറ്റ് ബിഫോർ റൈഡിങ് അറ്റ് നൈറ്റ്. നിങ്ങൾ പകൽ വണ്ടി ഓടിക്കണം, നൈറ്റിൽ വണ്ടി ഓടിക്കുന്നതിന് മുമ്പിട്ട്. റൈഡിങ് ഇൻ ദ നൈറ്റ് ടൈം, മോസ്റ്റ്ലി നൈറ്റിൽ മാത്രം വണ്ടി ഓടിച്ചുകൊണ്ട്. നൈറ്റ് ടൈം ഓർ ഡേ ടൈം ഫൈൻ ഫോർ പ്രാക്ടീസ് റൈഡിങ്. നൈറ്റ് ആയാലും ഡേ ആയാലും അത് രണ്ടും പ്രാക്ടീസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? റൈഡിങ് ഇൻ ഡേ ലൈറ്റ് ബിഫോർ റൈഡിങ് ഇൻ നൈറ്റ്. പറഞ്ഞാൽ രാത്രിയിൽ വണ്ടി ഓടിക്കുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾ പകലൊന്ന് ഓടിച്ചൊന്ന് ശീലിക്കണം. Be aware that your emotion can affect your ability to ride safely. This includes be cautious, be upset or angry, being confident. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ബീയിങ് അപ്സെറ്റ് ഓർ ആംഗ്രി. പറഞ്ഞാൽ നമ്മൾ അപ്സെറ്റ് ആണെങ്കിലോ ദേഷ്യം ഉണ്ടെങ്കിലോ നമ്മൾ വണ്ടി ഓടിക്കാൻ പാടില്ല. ദിസ് മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കോൺസെൻട്രേറ്റ് ആൻഡ് കൺട്രോൾ യുവർ ബൈക്ക് അറ്റ് ദ സെയിം ടൈം. ഇതുമൂലം നിങ്ങളുടെ വണ്ടി കൺട്രോൾ ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാനും ബുദ്ധിമുട്ടാണ്. ലേണിംഗ് ന്യൂ ടെക്നിക്, പുതിയ ടെക്നിക് പഠിക്കുമ്പോൾ. ടേക്കിംഗ് ലോട്ട്സ് ഓഫ് പ്രാക്ടീസ് റൈഡ്. കൺസ്യൂമിങ് ആൽക്കഹോൾ. നിങ്ങൾ വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ ബുദ്ധിമുട്ടാണ്. വാട്ട് ക്യാൻ എഫക്റ്റ് യുവർ എബിലിറ്റി ടു റൈഡ് സേഫ്ലി ഓൺ ദ റോഡ്സ്. സേഫായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഇതിലെന്താണ് എഫക്റ്റ് ചെയ്യുന്നത്? ബീയിങ് ഓവർ കോൺഫിഡൻറ്റ് ആണെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യും. ബീയിങ് പേഷ്യൻറ്റ്, നല്ല രീതിയിൽ വണ്ടി ഓടിച്ചാൽ. റൈഡിങ് ഇൻ ദ ബെസ്റ്റ് മൂഡ്, നല്ല മൂഡിൽ വണ്ടി ഓടിച്ചാൽ. അല്ല, ഓവർ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ വണ്ടി ഓടിക്കുമ്പോൾ സേഫ് ആയിരിക്കില്ല. റൈഡിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ ഡേഞ്ചറസ് ബിക്കോസ്. വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ ഡേഞ്ചറസ് ആണ്. എന്തുകൊണ്ട്? പുതിയ ടെക്നീക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ ബാലൻസ്, സെൻസ് ഓഫ് ബാലൻസിനെ എഫക്റ്റ് ചെയ്യും. നിങ്ങൾ പതുക്കെ ഓടിക്കാൻ സാധിക്കും. അല്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ സാധിക്കില്ല. ഇറ്റ് എഫക്ട്സ് യുവർ സെൻസ് ഓഫ് ബാലൻസ്. ദിസ് ക്യാൻ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഫോർ യു ടു കോൺസെൻട്രേറ്റ് ആൻഡ് കൺട്രോൾ യുവർ ബൈക്ക്. നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കത്തില്ല. ഇത് ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെ? ഈറ്റിംഗ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, ടേക്കിംഗ് ലോട്ട്സ് ഓഫ് പ്രാക്ടീസ് റൈഡ്, കൺസ്യൂമിങ് എ സ്മാൾ എമൗണ്ട്. കുറച്ച് മദ്യം ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ അതുമൂലം നമുക്ക് ഓടിക്കാൻ പറ്റുകയില്ല.
ഇഫ് യു റൈഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ യു മൈറ്റ്, നിങ്ങൾ വെള്ളം അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആൽക്കഹോൾ മദ്യം ഒഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ നോട്ട് സീ ഹസാർഡ് ആൻഡ് റിയാക്ട് ഇൻ ടൈം, നിങ്ങൾ അപകടത്തിനെ കാണുകയില്ല, റിയാക്ട് ചെയ്യുകയില്ല. സീ ഹസാർഡ്സ് ഏർലി ആൻഡ് റിയാക്ട്, നിങ്ങൾ അപകടത്തിനെ മുൻകൂട്ടി കാണുകയും നല്ല ഇത് റിയാക്ട് ചെയ്യാൻ സാധിക്കും. റൈഡ് മച്ച് ബെറ്റർ അറ്റ് നൈറ്റ്, നൈറ്റിൽ നല്ല രീതി വണ്ടി ഓടിക്കാൻ പറ്റും. അല്ല, ഫസ്റ്റാണ് എൻ്റെ ആൻസർ. വാട്ട് ആർ സം ഡേഞ്ചേഴ്സ് വെൻ റൈഡിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ? എന്താണ് ഡേഞ്ചർ? മദ്യം കുടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ നിങ്ങൾ നല്ല രീതിയിൽ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കും. എഫക്ട്സ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഹെൽമെറ്റ്, ഹെൽമെറ്റിൻ്റെ പ്രൊട്ടക്ഷനെ ബാധിക്കും. എഫക്ട്സ് യുവർ സെൻസ് ഓഫ് ബാലൻസ്, നിങ്ങൾക്ക് ബാലൻസ്, നിങ്ങളുടെ സെൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റുകയില്ല. ഹൗ ക്യാൻ യു ഗീവ് യുവർ സെൽഫ് മോർ സ്പേസ് ഓൺ ദ റോഡ് വെൻ റൈഡിങ്? നിങ്ങൾ കൂടുതൽ സ്പേസ് കൊടുക്കാൻ നിങ്ങൾ എങ്ങനെ വണ്ടി ഓടിക്കണം? ബൈ റൈഡിങ് സ്ലോ ആയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ, ബൈ തിങ്കിങ് അഹെഡ്, ബൈ ചെക്കിങ് യുവർ മിറർ. ഇപ്പോൾ ഇതിൻ്റെ ആൻസറാണ് ബൈ തിങ്കിങ് അഹെഡ്, നിങ്ങൾ മുൻകൂട്ടി കണ്ടിരിക്കണമെല്ലാം. ഇഫ് എനി കൈൻഡ് ഓഫ് ഡ്രഗ്സ് ക്യാൻ എഫക്റ്റ് യുവർ റൈഡിങ് എബിലിറ്റി, വാട്ട് ക്യാൻ യു ഡു ടു ബി സേഫ്? നിങ്ങൾ എന്തെങ്കിലും ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ മെഡിസിനും ആവാം, അത് നിങ്ങളുടെ എബിലിറ്റിയെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ സുരക്ഷിതമായിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ്? ചെക്ക് വിത്ത് ദ ഫാർമസിസ്റ്റ് ഓർ ഡോക്ടർ ബിഫോർ യു റൈഡ്. നിങ്ങൾ മരുന്ന് മേടിക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ഫാർമസിസ്റ്റിനും ഡോക്ടറിനും ചോദിക്കണം, ഞാൻ ബൈക്ക് ഓടിക്കുന്ന ആളാണ്, ഇത് ഉപയോഗിക്കാൻ പാടുണ്ടോ? നിങ്ങൾ പതുക്കെ വണ്ടി ഓടിക്കണം. ടേക്ക് എ സ്മോൾ സ്ട്രീറ്റ്, കൊച്ചു സ്ട്രീറ്റിൽ കൂടെ പോകണം. ചെക്ക് ദ മിറർ ഫ്രീക്വൻ്റായിട്ട് ഓടിക്കണം. അല്ല, ഏതൊരു മരുന്ന് ഉപയോഗിക്കുന്നതിനും പറ്റും ഫാർമസിസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചിരിക്കണം. ഇഫ് യു ഹാവ് ടേക്കൺ സം ഡ്രഗ്സ് ദാറ്റ് ബട്ട് അൺഷുർ ഓഫ് ദ എഫക്റ്റ്, ഇറ്റ് ഈസ് ബെസ്റ്റ് ടു. നിങ്ങൾ കുറച്ച് മെഡിസിൻ എടുത്തു, ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ മെഡിസിനാണ്, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റിനെ കുറിച്ച് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ടേക്കിംഗ് ദ ഡ്രഗ്. ആ ഡ്രഗ് ഉപയോഗിക്കാനേ പാടില്ല. അവോയ്ഡ് റൈഡിങ് അറ്റ് ഓൾ, നിങ്ങൾ വണ്ടി ഓടിക്കാനേ പാടില്ല. ഇൻഫോം ആർ ടി ഓഫ് എ മെഡിക്കൽ, ആർ ടി എക്ക് മെഡിക്കൽ കണ്ടീഷനെ പറ്റി പറയണം. അല്ല, നിങ്ങൾ വണ്ടി ഓടിക്കാനേ പാടില്ല. വിയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് പ്രിവെൻറ്റ് ഡീഹൈഡ്രേഷൻ. നമ്മൾ സുരക്ഷിതമായി ഞങ്ങൾ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ വരില്ല. ഇറ്റ് ഈസ് ആൾസോ, പിന്നെ മേക്സ് യു റൈഡിങ് ലെസ് ടയറിങ്, പറഞ്ഞാൽ വളരെയധികം ക്ഷീണം ഉണ്ടായിരിക്കും അങ്ങനെ ചെയ്താൽ. ഹെൽപ്സ് ടു ഹാവ് മോർ ബാലൻസ് ചെയ്യാൻ സാധിക്കും. മേക്സ് യു മോർ ഫറ്റീഗ്, അതുമൂലം നിങ്ങൾക്ക് ഉറക്കം വരത്തേ ഉള്ളൂ, തളർച്ച വരത്തേ ഉള്ളൂ. അല്ല, ഫസ്റ്റ് ലെസ് ടയറിങ് ആയിരിക്കണം. ഇഫ് യു ആർ റൈഡിങ് ഫോർ എ ലോങ് പീരീഡ്, ഇറ്റ് ഈസ് ഹെൽപ്പ്, നിങ്ങൾക്ക് വളരെ ദൂരം പോകണം, എന്താണ് ബെസ്റ്റ്? റൈഡ് ഫാസ്റ്റ് ആൻഡ് അറൈവ് എർലി, ഹാവ് മോർ ഫ്രീക്വൻറ്റ് സ്റ്റോപ്സ്, ഹാവ് ഹെവി മീൽസ് വെൻ ബ്രേക്കിംഗ് ടൈം. അല്ല, നിങ്ങൾ വളരെ ദൂരം പോകുന്ന ആളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യണം, ബ്രേക്ക് എടുക്കണം. റെസ്റ്റിംഗ് ബിഫോർ യു സ്റ്റാർട്ട്, നിങ്ങൾ എപ്പോഴും എവിടെ പോകുന്നതിന് മുമ്പിട്ട് റെസ്റ്റ് ചെയ്യണം. ഇറ്റ് ഹെൽപ്സ് മേക്കിംഗ് യുവർ, അതുമൂലം ഫോളോയിങ് ഡിസ്റ്റൻസ് ലോങ്ങർ, റൈഡ് ലെസ് സേഫ്, റൈഡ് ലെസ് ടയറിങ്. അതുമൂലം എന്ത് പറ്റും? നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന എന്തുകൊണ്ട്? നിങ്ങൾ ടയർഡ് ആവാതിരിക്കാൻ, ക്ഷീണിതനാവാതിരിക്കാൻ. വെൻ ബൈയിങ് എ ഹെൽമെറ്റ്, ദീസ് ആർ ദ ഫാക്ടർ ദാറ്റ് മസ്റ്റ് ബി കൺസേൺ. ഒരു ഹെൽമെറ്റ് മേടിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ ഫാക്ടർ നോക്കണം? അത് പുതിയതായിരിക്കണം, നല്ല ഫിറ്റിംഗ് ഉള്ളതായിരിക്കണം, അത് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം, ബ്രൈറ്റ് തിളക്കമേറിയതായിരിക്കണം, ഫുൾ പേസ് പ്രൊട്ടക്ഷൻ ആൻഡ് ഫോൾഡബിൾ ആയിരിക്കണം. പ്രൊട്ടക്ഷൻ വേണം, ഫോൾഡബിൾ ആയിരിക്കണം. അല്ല, അത് പുതിയതായിരിക്കണം, നല്ല രീതി ഫിറ്റും ഉള്ളതായിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു ബൈ യു സെക്കൻഡ് ഹാൻഡ് ഹെൽമെറ്റ് ബിക്കോസ്, നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഹെൽമെറ്റ് ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? സെക്കൻഡ് ഹാൻഡ് ഹെൽമെറ്റ് എഫക്ട്സ് യുവർ റൈഡിങ് എബിലിറ്റി. സെക്കൻഡ് ഹാൻഡ് ഹെൽമെറ്റ്സ് മേ ഹാവ് ഡാമേജ് യു കനോട്ട് സീ. സെക്കൻഡ് ഹാൻഡ് ഹെൽമെറ്റ്സ് ഡു നോട്ട് മീറ്റ് ദ സേഫ്റ്റി സ്റ്റാൻഡേർഡ്. സെക്കൻഡ്, അതിനകത്ത് കുറേ ഡാമേജ് കാണും, അത് നമുക്ക് കാണാൻ സാധിക്കില്ല. ഹൗ ക്യാൻ യു പ്രൊട്ടക്റ്റ് യുവർ ഐസ് വെൻ റൈഡിങ്? നമ്മുടെ കണ്ണുകളെ എങ്ങനെ സുരക്ഷിതമായി എടുക്കാം? ഐ ഡ്രോപ്സ് ഇട്ടതുകൊണ്ട്, വിയർ ഹൈ ക്വാളിറ്റി ഹെൽമെറ്റ് ഇട്ടതുകൊണ്ട്, വിയർ ഗൂഗിൾസ് ഓർ വൈസർ. ഞാൻ നേരത്തെ പറഞ്ഞു ഗൂഗിളും വൈസറും. ഇഫ് ദ ഗൂഗിൾ ഓർ വൈസർ യു ആർ യൂസിങ് ഡാമേജ് ആണെങ്കിൽ, ഇറ്റ് ക്യാൻ ബ്ലർ ആൻഡ് ഡിസോർട്ട് ലൈറ്റ് അറ്റ് ദ നൈറ്റ്, എഫക്ട് ദ എഫക്റ്റീവ്നെസ് ഓഫ് യുവർ ഹെൽമെറ്റ്, കോസ് യു ടു റൈഡ് സേഫ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ബ്ലർ ആൻഡ് ഡിസോർട്ട് ലൈറ്റ് അറ്റ് ദ നൈറ്റ്. പറഞ്ഞാൽ അത് ബ്ലറും ആയിരിക്കും, നൈറ്റിൽ ഓടിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. Because motorcycle is small in size, it helps improves your visibility and safety. If motorcycle വളരെ സൈസിൽ കൊച്ചതാണ്, ഇറ്റ് ഹെൽപ്സ് ഇംപ്രൂവ് യുവർ വിസിബിലിറ്റി ആൻഡ് സേഫ്റ്റി. പക്ഷേ നമുക്കത് എങ്ങനെ കാണാനും വിസിബിലിറ്റി ആവാൻ സാധിക്കും? യു ആർ വിയറിങ് എ ബ്ലാക്ക് ഹെൽമെറ്റ് ഇട്ടതുകൊണ്ട്, യു ആർ വിയറിങ് എ ബ്രൈറ്റ് കളേർഡ് ക്ലോത്തിങ്, നിങ്ങൾ തിളക്കമേറിയ വസ്ത്രം ധരിച്ചുകൊണ്ട്, യു യൂസ് ഹസാർഡ് ലൈറ്റ് ഉപയോഗിച്ചു. അല്ല, തിളക്കമേറിയ നിങ്ങൾ
ഹെൽമെറ്റ്, പക്ഷേ ഇവിടെ ഹെൽമെറ്റിനെ പറിച്ച് ക്ലോത്ത്, വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. വാട്ട് ക്യാൻ ഹെൽപ്പ് അതർ ഡ്രൈവർ ടു സീ ആൻഡ് അവോയ്ഡ് യു ടു ഓൺ ദ റോഡ്, എസ്പെഷ്യലി ഇൻ പുവർ ലൈറ്റഡ് ഏരിയ? പറഞ്ഞാൽ വളരെ കുറവ് ലൈറ്റാണ്, മറ്റ് ഡ്രൈവർ നിങ്ങളെ കാണുക അവോയ്ഡ് ചെയ്യും. എങ്ങനെ? ഇഫ് യു റൈഡ് ഫാസ്റ്റ് എനഫ്, ഫാസ്റ്റായിട്ട് ഓടിക്കുമ്പോൾ. ഇഫ് യു ഹെൽമെറ്റ് ഈസ് ബ്രാൻഡ് ന്യൂ, പുതിയ ഹെൽമെറ്റ് ആണെങ്കിൽ. ഇഫ് യു ആർ വിയറിങ് എ ബ്രൈറ്റ് കളേർഡ് ക്ലോത്ത്സ്, നിങ്ങൾ വളരെ തിളക്കമേറിയ തുണികൾ ഇട്ടുകൊണ്ട് വണ്ടി ഓടിച്ച്, വസ്ത്രം ഇട്ടുകൊണ്ട് വണ്ടി ഓടിച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യും. അപ്പോൾ അതാണ് ആൻസർ. വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ചെക്ക് യുവർ ബൈക്ക് ബിഫോർ ഈച്ച് റൈഡ് ടു എൻഷുർ? നിങ്ങൾ എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ബൈക്ക് ഒന്ന് നോക്കണം, ചുറ്റും ഒന്ന് നോക്കണം. യുവർ സേഫ്റ്റി ബിഗിൻസ് വിത്ത് യുവർ മെഷീൻ. ഫോളോയിങ് ഡിസ്റ്റൻസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. സേഫ്റ്റി യൂഷ്വൽ വിത്ത് റൈഡിങ് സ്ലോലി. അല്ല, നിങ്ങൾ സേഫ്റ്റി എപ്പോഴാണ്? നിങ്ങളുടെ മെഷീൻ ഉദ്ദേശിക്കുന്നത് മോട്ടോർ സൈക്കിൾ. എന്തിനാണ് ചെക്ക് ചെയ്യുന്നത്? സേഫ്റ്റിക്ക് വേണ്ടി. ആസ് യു കണ്ടക്ട് പ്രീ ഡ്രൈവ് ചെക്സ് ഫോർ യുവർ ബ്രേക്ക്, ദ ബ്രേക്ക് ഷുഡ്. നമ്മൾ എപ്പോഴും ബൈക്ക് ഒന്ന് ചുറ്റും നോക്കണം, ചെക്ക് ചെയ്യണം. ബ്രേക്ക് എങ്ങനെ ഇരിക്കണം? നമ്മൾ ബി വെൽ ഓയിൽഡ് ആണിക്കണം. വർക്ക് സ്മൂത്തായിട്ട് വർക്ക് ആൻഡ് പുൾ ദ കേബ്സ് ഫാമിലി. അല്ല, അതിൻ്റെ ആൻസറാണ് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് വർക്ക് ചെയ്തിരിക്കണം. വെൻ ഈസ് ദ ബെസ്റ്റ് ടൈം ടു ചെക്ക് ആൻഡ് അഡ്ജസ്റ്റ് യുവർ മിറർ? എപ്പോഴാണ് നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യും, പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ? വെൻ ഡൂയിങ് എ ഹെഡ് ചെക്ക് ചെയ്യുമ്പോൾ, വൈൽ റൈഡിങ്, ഡ്യൂറിങ് ദ പ്രീ റൈഡ് ചെക്ക്. അല്ല, റൈഡ് ചെയ്യുന്നതിന് മുമ്പിട്ട് നിങ്ങൾ ഇതെല്ലാം ചെക്ക് ചെയ്തിരിക്കണം. വെൻ സെറ്റിംഗ് അപ്പ് യുവർ സെൽഫ് ആൻഡ് യുവർ ബൈക്ക്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു. നിങ്ങളെയും ബൈക്കിനെയും സെറ്റപ്പ് ചെയ്യുമ്പോൾ ഇതിലെന്താണ് ഇമ്പോർട്ടൻറ്റ്? കീപ് യുവർ ഹെഡ് അപ്പ് ആൻഡ് യുവർ ലൈൻ ഓഫ് സൈറ്റ് ലെവൽ വിത്ത് ദ റോഡ്. ലീൻ വിത്ത് ദ ബൈക്ക് വൈൽ ടേണിങ്. സിറ്റ് കംഫർട്ടബിൾ വിത്ത് യുവർ ഹാൻഡ് പ്ലേസ്ഡ് ഇൻ യുവർ സൈഡ്സ്. അല്ല, ഇതിൻ്റെ ആൻസർ എന്താണ്? നിങ്ങളെപ്പോഴും തല ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ സൈറ്റ് ലെവൽ, റോഡിൻ്റെ അതേ സൈറ്റ് ലെവലിൽ ഉണ്ടായിരിക്കണം. ടു ഹാവ് ഗുഡ് കൺട്രോൾ ഓഫ് ദ ത്രോട്ടൽ ആൻഡ് ഈസിലി റീച്ച് ദ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലിവർ. നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ത്രോട്ടിൽ കൺട്രോൾ വേണം, ക്ലച്ചിൽ കൈ എത്തണം, ബ്രേക്ക് ലിവറിൽ കൈ എത്തണം. എങ്ങനെ? ഫേംലി ഹോൾഡ് ദ ഹാൻഡ് ഗ്രിപ്പ് ആൻഡ് കീപ്പ് യുവർ റിസ്റ്റ് ഹൈ. പറഞ്ഞാൽ ഹാൻഡ് ഗ്രിപ്പ് നല്ല ഫേംലി ഹോൾഡ് പിടിക്കണം, റിസ്റ്റ് കുറച്ച് ഹൈ ഇരിക്കണം. സെക്കൻഡ്, അതേ ഹാൻഡ് ഗ്രിപ്പ് ആൻഡ് കീപ്പ് യുവർ റിസ്റ്റ് ലോ. സിറ്റ് ക്ലോസ് ടു ദ ഫ്രണ്ട് ഓഫ് ദ ബൈക്ക്. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് സെക്കൻഡ്, ഫേംലി ഹോൾഡ് ദ ഹാൻഡ് ഗ്രിപ്പ് ആൻഡ് കീപ്പ് യുവർ റിസ്റ്റ് ലോ. Proper setting up with your bike requires your elbow should be slightly bent and tucked in. Why? To hold the fuel tank firmly with your knees for balance. The soft seat allows you to relax and ride safely. To absorb bumps when you brake. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് ബ്രേക്ക് ചെയ്യുമ്പോൾ അബ്സോർവ് ചെയ്യാൻ വേണ്ടി. You want to know what is the correct pressure on your tire. What should you do? നിങ്ങൾ വണ്ടിയിൽ കറക്റ്റ് പ്രഷറുണ്ട് ടയറിൽ. പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് കാറ്റുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതറിയാൻ വേണ്ടി കറക്റ്റാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? ചെക്ക് യുവർ ഓണേഴ്സ് മാനുവൽ ഫോർ ദ കറക്റ്റ് പ്രഷർ ഓൺ ദ ടയർ. നിങ്ങളുടെ വണ്ടിയുടെ ഓണേഴ്സ് മാനുവൽ, ഒരു ബുക്ക് കിട്ടുമല്ലോ വണ്ടിയുടെ, അത് ചെക്ക് ചെയ്യണം. ചെക്ക് ദാറ്റ് ദ ട്രെഡ് ഡെപ്ത് ഇസ് മോർ ദാൻ 2 mm ഓൾ ഓവർ ദ ടയർ റെഡ്. മേക്ക് ഷുവർ ദ ടയർ ട്രെഡ് ഇസ് ഫ്രീ ഓഫ് കട്ട്സ് നെയിൽസ്. അല്ല, ഓണേഴ്സ് മാനുവൽ ചെക്ക് ചെയ്തിരിക്കണം. ആൻ ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി ചെക്ക് ദാറ്റ് എവറി റൈഡർ ഷുഡ് ക്യാരി ഔട്ട് ബിഫോർ റൈഡിങ്. പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്നതിന് മുമ്പിട്ട് എപ്പോഴും സേഫ്റ്റി ചെക്ക് ചെയ്തിരിക്കണം എല്ലാ റൈഡറും. മേക്ക് ഷുവർ ദാറ്റ് ദ ടയർ ട്രെഡ് ഈസ് ഫ്രീ ഓഫ് കട്ട്സ്, നെയിൽസ് ഓർ ക്രാക്സ്. ദ റൈറ്റ് ഹാൻഡ് ഈസ് ഏബിൾ ടു ഗ്രാബ് ദ ഹാൻഡിൽസ് ഫ്രീലി. ദ ലെഫ്റ്റ് ഫുഡ് ഈസ് ഏബിൾ ടു സീ റീച്ച് ആൻഡ് ഫുഡ് പാക്സ് ഈസിലി. അല്ല, നമ്മൾ ടയറിൽ എന്തെങ്കിലും കട്ടുണ്ടോ, നെയിൽസ് ഉണ്ടോ, ക്രാക്സ് ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൺ ചെക്കിംഗ് യു ഷുഡ് ഫൗണ്ട് ദ ട്രെഡ് depth of your tire is less than 2 mm. What is the problem with this? അപ്പോൾ നിങ്ങൾ ടയർ ചെക്ക് ചെയ്യുമ്പോൾ ഈ ട്രെഡ് ഡെപ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ടയറിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ടോ, ടയറിൻ്റെ നിങ്ങൾ കാണും അതിനകത്ത് ട്രെഡ്സ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് 2 mm താഴെയാണെങ്കിൽ ഇതിലെന്താണ് പ്രോബ്ലം? നോ പ്രോബ്ലം ഇഫ് ദ ടയർ പ്രഷർ ഈസ് കറക്റ്റ്. കാറ്റുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. ട്രെഡ് ഡെപ്ത് ദാറ്റ് ഈസ് ലെസ് ദാൻ 2 mm ഈസ് വെരി ഡേഞ്ചറസ്. അല്ല, ടയർ ഡെപ്ത് 2 mm താഴെയാണെങ്കിൽ അത് വളരെ അപകടകാരിയാണ്. ദർ ഈസ് നോ പ്രോബ്ലം വിത്ത് ദിസ്. അല്ല, സെക്കൻഡാണ് അപകടകാരിയാണ്. സേഫ്റ്റി ചെക്സ് ബിഫോർ ഈച്ച് റൈഡ് ഷുഡ് ഇൻക്ലൂഡ് കൺട്രോൾസ്, മിറർ, ടയർ ആൻഡ് ചെയിൻ. യു ഷുഡ് ആൾസോ നീഡ് ടു ചെക്ക്. സേഫ്റ്റി ചെക്ക് ചെയ്തിരിക്കണം. എന്ത്? കൺട്രോൾ ചെക്ക് ചെയ്യണം, മിറർ ചെക്ക് ചെയ്യണം, ടയർ ചെക്ക് ചെയ്യണം, ചെയിൻ ചെക്ക് ചെയ്യണം. ഇതും ചെക്ക് ചെയ്യണം. എന്ത്? യുവർ സെൽഫ്, നിങ്ങളെ തന്നെ. ഇഫ് യു ആർ ഡ്രസ്ഡ് സേഫ്ലി ആൻഡ് പ്രോപ്പർലി, നിങ്ങൾ സേഫായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ, പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യണം.
നിങ്ങളെ തന്നെ ചെക്ക് ചെയ്യണം ടു സീ ദ ലിമിറ്റ് ഓഫ് യുവർ എബിലിറ്റി ടു ദ റൈഡ്. നിങ്ങളുടെ ലിമിറ്റ് ചെക്ക് ചെയ്യണം. അതർ റൈഡർ മറ്റ് ഡ്രൈവറിനെ ചെക്ക് ചെയ്യണം. അല്ല, ഫസ്റ്റാണ് ആൻസർ. ഇത് കേൾക്കുമ്പോഴേ മനസ്സിലാവും. യു ഡിസ്കവർഡ് ദാറ്റ് ദ എൻജിൻ ഓയിൽ ഓഫ് യു ബൈക്ക് ഇസ് ലോ. നിങ്ങളുടെ എൻജിൻ ഓയിൽ വളരെ ലോ ആണ്. യു ഡിസൈഡഡ് നോട്ട് ടു റൈഡ്. നിങ്ങൾ റൈഡ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നില്ല. വൈ? എൻജിൻ വിത്ത് ലെസ് ഓയിൽ വിൽ നീഡ് മോർ ടൈം ടു വാം അപ്പ് ആൻഡ് ബി റെഡി ഫോർ എ റൈഡ്. Engine with less oil could damage the engine and could lead to the crash. Less engine oil means less gas consumption. അല്ല. സെക്കൻഡ് ആൻസർ, എൻജിൻ വിത്ത് ലെസ് ഓയിൽ കുഡ് ഡാമേജ്. എൻജിനെ ഡാമേജ് ചെയ്യും ആൻഡ് കുഡ് ലീഡ് ടു ദ ക്രാഷ്. അപകടം ആവാൻ ചാൻസും ഉണ്ട്. When checking the headlights, ensure that they are clean and in working order. This means ഹെഡ്ലൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അത് ക്ലീൻ ആയിരിക്കണം, വർക്കിംഗ് ഓർഡറിലായിരിക്കണം. അതെന്താണ് അർത്ഥമാക്കുന്നത്? The high beam works properly and adjusted for the night driving. Both low and high beam must be working properly. The lighting system is sufficiently charged. അല്ല, ലൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ലോ ബീം വർക്ക് ചെയ്തിരിക്കണം, ഹൈ ബീമും വർക്ക് ചെയ്തിരിക്കണം. ആസ് യു റൈഡ് യുവർ മോട്ടോർ സൈക്കിൾ യു നോ യു നീഡ് ടു ലുക്ക് വെൽ അഹെഡ് ആൻഡ് സീ ക്ലിയർ ടു ബി സേഫ്. വൈ? നിങ്ങൾ മോട്ടോർ സൈക്കിൾ റൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്രണ്ടിലും സൈഡിലും എല്ലാം ക്ലിയർ ആയിരിക്കണം. എന്തുകൊണ്ട്? ടു ബി റെഡി ടു റെസ്പോണ്ട് ടു തിങ്സ് ബിഫോർ ദ ഹാപ്പൻ. To have the headlights to working so that other can see you clearly. Other drivers are not able to see you in the blind spot. അല്ല, നമ്മൾ ഏതൊരു റെസ്പോണ്ട് പറഞ്ഞാൽ എന്ത് അപകടം വരുമെന്നെങ്കിലും നമുക്ക് പെട്ടെന്ന് റെഡിയാവാൻ നമ്മൾ ചുറ്റും ഫ്രണ്ടിലും എല്ലാം ചെക്ക് ചെയ്തിരിക്കണം സുരക്ഷിതമാണോ. ഇൻഡിക്കേറ്റർ ടെൽസ് അതർ ഡ്രൈവർ ദാറ്റ് വാട്ട് യു ആർ അബൌട്ട് ടു ഡു. ഹൗ ഡു യു അവോയ്ഡ് പൊട്ടൻഷ്യലി ഹസാർഡ് സിറ്റുവേഷൻ ലൈക്ക് ദിസ്? പറഞ്ഞാൽ നിങ്ങളിങ്ങനെ വണ്ടി ഓടിക്കണം, മറ്റുള്ളവൻ്റെ ഇൻഡിക്കേറ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ എന്ത് ചെയ്യുമെന്ന്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദ ഇൻഡിക്കേറ്റർ മസ്റ്റ് ബി സ്വിച്ച്ഡ് ഓൺ ബിഫോർ മേക്കിംഗ് ദ ടേൺ. നിങ്ങൾ തീർച്ചയായും ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കണം, സ്വിച്ച് ഓൺ ആയിരിക്കണം. ബി ഷ്യൂർ ടു ടേൺ ഓഫ് ഇൻഡിക്കേറ്റർ ആഫ്റ്റർ കംപ്ലീറ്റ്. ടേൺ വളഞ്ഞതിന് ശേഷം നിങ്ങൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തിരിക്കണം. ടേൺ ലെഫ്റ്റ് ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഇൻഡിക്കേറ്റേഴ്സ്. നിങ്ങൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ്, നിങ്ങൾ വളവ് വളഞ്ഞതിന് ശേഷം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തിരിക്കണം. ഹൗ ഡസ് റൈഡിങ് വിത്ത് യുവർ ഹെഡ്ലൈറ്റ് ഓൺ ഡ്യൂറിങ് ദ ഡേ ഹെൽപ്സ് യു ടു ബി സേഫ്? നിങ്ങൾ ഡേ ടൈമിൽ ഹെഡ്ലൈറ്റ് ഇട്ടിരിക്കണം, അതുമൂലം നിങ്ങൾക്ക് സുരക്ഷിതമായിരിക്കാം. ഇറ്റ് ഹെൽപ്സ് അതർ ഡ്രൈവേഴ്സ് അണ്ടർസ്റ്റാൻഡ് യു നെക്സ്റ്റ് മൂവ്. മറ്റു ഡ്രൈവർ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ. യൂസ് ലോ ബീം വൈൻ യൂസിങ് ദ ഹെഡ്ലൈറ്റ് ഡ്യൂറിങ് ദ ഡേ. നിങ്ങൾ ലോ ബീം ലൈറ്റ് ഉപയോഗിക്കണം ഡേ ടൈമിൽ വണ്ടി ഓടിക്കുമ്പോൾ. ഇറ്റ് ഹെൽപ്സ് ദ റൈഡർ ടു മോർ വിസിബിൾ ടു അതർ റോഡ്. മറ്റു റോഡ് യൂസർ നിങ്ങളെ നല്ല രീതിയിൽ കാണാൻ വേണ്ടി. അപ്പോൾ അതാണ് ആൻസർ. One of the many ways to improve your safety when riding motorcycle is the use of brakes. How? Start braking early so drivers know when you're slowing down. Use bright color reflective clothing to become more visible. Proper use of headlights during the day. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് സ്റ്റാർട്ട് ബ്രേക്കിംഗ് ഏർലി സോ ഡ്രൈവേഴ്സ് നോ വെൻ യു ആർ സ്ലോയിങ് ഡൗൺ. വെൻ റൈഡിങ് പ്ലേസ് യുവർ സെൽഫ് വെൻ യു ക്യാൻ സീ ആൻഡ് ബി സീൻ ബൈ ദ ഡ്രൈവർ. ദിസ് മീൻസ് പറഞ്ഞാൽ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ മറ്റുള്ളവരെ നിങ്ങളെ കാണാനും നിങ്ങൾ മറ്റുള്ളവരെ കാണാനും നിങ്ങളെ തന്നെ നിങ്ങൾ പൊസിഷനിൽ ഇരിക്കണം. ഇതിൻ്റെ അർത്ഥമാക്കുന്നത് മോട്ടോർ സൈക്കിൾ തിരിയുന്നിടത്ത് തന്നെ തിരിയുക. ലുക്ക് ആസ് ഫാർ ആസ് ഹെഡ് പോയിന്റ്. നിങ്ങൾ മുമ്പിൽ തന്നെ നോക്കുക, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. അവോയ്ഡ് പൊസിഷൻ ഓൺ ദ ബ്ലൈൻഡ് സ്പോട്ട് ഓഫ് അതർ. മറ്റ് ഡ്രൈവറിൻ്റെ ബ്ലൈൻഡ് സ്പോട്ടിൽ അകപ്പെടാതിരിക്കാൻ. ആസ് യു മേക്ക് എ ടേൺ ഹൗ ഡു യു മേക്ക് ഷുവർ യു ആർ റെഡി ടു റെസ്പോണ്ട് ടു തിങ് ബിഫോർ ദേ ഹാപ്പൻ. അല്ലെങ്കിൽ നിങ്ങൾ വളവ് വളയ്ക്കുമ്പോൾ ഫ്രണ്ടിൽ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും റെഡി ആയിരിക്കണം. Always look ahead to where you want to go. Always look for signs, be ready to stop. Always make sure you are following a road marking with the speed. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓൾവേസ് ലുക്ക് അഹെഡ് ടു വെയർ യു വാണ്ട് ടു ഗോ. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് യു ആർ റെഡി ടു റൈഡ് യുവർ മോട്ടോർ സൈക്കിൾ വിത്ത് ഫുൾ ഫേസ് ഹെൽമെറ്റ്. ഹെൽമെറ്റ് ഇട്ടണം, ബ്ലാക്ക് ക്ലോത്തിങ് ആയിരിക്കണം. വാട്ട് എൽസ് യു സോ അതർ ഡ്രൈവേഴ്സ് ക്യാൻ സീ യു ബെറ്റർ? വിയർ ബ്ലാക്ക് riding boots also. You need to be ready to avoid crash at all time. Wear a bright color reflective vest. പറയാം, നിങ്ങൾ ഒരു ബ്ലാക്ക് ക്ലോത്തിങ് ഇട്ടുകൊണ്ട് പോവുകയാണ്. നമ്മളെപ്പോഴും പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രൈറ്റ് കളർ ഇട്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ശരിയായ ആൻസർ ഇതാണ്, വിയർ എ ബ്രൈറ്റ് കളർഡ് റിഫ്ലക്റ്റീവ് വെസ്റ്റ് ആണ്. യു സൗണ്ടഡ് യു ഹോൺ ടു അവോയ്ഡ് അനദർ വെഹിക്കിൾ ദാറ്റ് ഡ്രിഫ്റ്റഡ് ടുവേർഡ്സ് ലൈൻ. നിങ്ങളുടെ ലൈനിലോട്ട് ഇത് വരുവാണ്, ഡ്രിഫ്റ്റഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഹോൺ അടിക്കും. വാട്ട് എൽസ് യു ക്യാൻ ഡു അവോയ്ഡ്? ഹോൺ അടിക്കും ചെയ്യണം. അതല്ല, നിങ്ങൾ വേറെ എന്ത് ചെയ്യണം? ബി റെഡി ടു സ്ലോ ഡൗൺ ടു അവോയ്ഡ് എ ക്രാഷ്. എത്രയും പെട്ടെന്ന് വേഗത കുറയ്ക്കണം,
ആക്സിഡൻ്റ് ആവാതിരിക്കാൻ ബി ഓൾവേസ് ലുക്കിംഗ് അഹെഡ് ആൻഡ് ബി റെഡി ടു റിയാക്ട്. സൗണ്ട് എ ലൗഡർ ഹോൺ ടു സ്റ്റോപ്പ് ദ അതർ വെഹിക്കിൾ ഫ്രം ദ ചേഞ്ചിങ് ലൈൻ. അല്ല, എത്രയും പെട്ടെന്ന് വേഗത കുറച്ച് ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെടണം. മോസ്റ്റ് ക്രാഷസ് ബിറ്റ്വീൻ എ ബൈക്ക് ആൻഡ് എ വെഹിക്കിൾ ഹാപ്പൻ അറ്റ് ഇൻ്റർസെക്ഷൻ. കൂടുതലും ആക്സിഡൻറ്റ് ഇൻ്റർസെക്ഷനിലാണ് നടക്കുന്നത്, ബൈക്കും മറ്റ് വണ്ടികളും തമ്മിൽ. ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും? പൊസിഷൻ അവേ ഫ്രം ദ ബ്ലൈൻഡ് സ്പോട്ട് ഓഫ് അതർ വെഹിക്കിൾ. ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്ന് മാറി വണ്ടി ഓടിക്കണം. പൊസിഷൻ യുവർ സെൽഫ് വെർ യു ക്യാൻ സീ ആൻഡ് ഹാവ് റൂം ടു അവോയ്ഡ് എ ക്രാഷ്. നിങ്ങളെ തന്നെ മറ്റുള്ള നിങ്ങളെ കാണാനും ഒരു ആക്സിഡൻറ്റ് ആവാതെ നിങ്ങൾ നിങ്ങളെ തന്നെ പൊസിഷൻ ചെയ്യണം. യൂസ് യുവർ ബ്രേക്ക് ലൈറ്റ് ആൻഡ് ഇൻഡിക്കേറ്റർ സിഗ്നൽ യുവർ ഡയറക്ഷൻ. അല്ല, സെക്കൻഡാണ് ആൻസർ. കീപ്പിംഗ് എ സേഫ് സ്പേസ് വൈൽ റൈഡിങ് എ മോട്ടോർ സൈക്കിൾ മീൻസ് ഹാവിംഗ് മോർ ടൈം ടു സ്റ്റോപ്പ് ഇൻ കേസ് ഓഫ് എമർജൻസി, ഹാവിംഗ് മോർ ടൈം ടു എൻജോയ് ദ സീനറി, ഫോളോയിങ് ദ 2 സെക്കൻഡ് ഗ്രേഡ്. അല്ല, ഫസ്റ്റാണ് ആൻസർ. You are riding a smooth and able to clearly see possible hazard. This may due to the new bike you are riding, long gap distance you and the vehicle ahead. കൂടുതൽ ഗ്യാപ്പ് കൊടുക്കണം. റൈഡർ അഹെഡ് ഈസ് ഗിവിംഗ് റോങ് ഇൻഡിക്കേറ്റർ. അല്ല, നമ്മൾ കൂടുതൽ ഗ്യാപ്പാണ്, മോസ്റ്റ്ലി 3 സെക്കൻഡ് ഗ്യാപ്പാണ് കൊടുക്കുന്നത്. വെൻ യു റൈഡിങ് ടു ക്ലോസ് ടു ദ വെഹിക്കിൾ ഇൻ ഫ്രണ്ട് ഓഫ് യു, വാട്ട് കുഡ് ബി ദ ഡേഞ്ചർ? നിങ്ങൾ മറ്റു വണ്ടിയായിട്ട് വളരെ അടുത്ത് വണ്ടി ഓടിക്കുന്നതും ഇതിലെന്താണ് ഡേഞ്ചർ? യുവർ ബൈക്ക് മേ ബി റണ്ണിങ് ടു സ്ലോ, ദ വെഹിക്കിൾ ഇൻ ഫ്രണ്ട് മേ സഡൻലി സ്പീഡ് അവേ, യു ബി നെഗ്ലക്റ്റിംഗ് വാട്ട് ഈസ് ഹാപ്പനിങ് അഹെഡ്. നിങ്ങൾ മുമ്പിൽ എന്ത് നടക്കുന്നു എന്ന് നിങ്ങൾ കാണാൻ സാധിക്കില്ല. വെൻ യു ആർ ഡ്രൈവിംഗ് ബിഹൈൻഡ് എ ബിഗ് വെഹിക്കിൾ, വലിയൊരു വണ്ടിയുടെ പുറകിൽ വണ്ടി ഓടിക്കണം. ഇറ്റ് മേ ബി വൈസ് ടു. എങ്ങനെയാണെങ്കിൽ ഇതൊരു ബുദ്ധികരമായ നീക്കമാണ്. എങ്ങനെ? ഇൻക്രീസ് യു ഫോളോയിങ് ഡിസ്റ്റൻസ് ടു മോർ ദാൻ 3 സെക്കൻഡിൽ കൂടുതൽ ഗ്യാപ്പ് വേണം. അപ്പോൾ അതാണ് ആൻസർ. ഇൻക്രീസ് യു സ്പീഡ് ആൻഡ് റെഡ്യൂസ് യു ഫോളോയിങ് ഡിസ്റ്റൻസ്, സ്റ്റേ ഇൻ ദ പൊസിഷൻ. അല്ല, കൂടുതൽ ഗ്യാപ്പ് വേണം. ആസ് എ റൈഡർ ഹാവിംഗ് മോർ സ്പേസ് വിത്ത് ബെസ്റ്റ് പ്രൊട്ടക്ഷൻ, കൂടുതൽ ഗ്യാപ്പ് വേണം. എത്ര ഡിസ്റ്റൻസ് വേണം എന്നാണ് ക്വസ്റ്റ്യൻ. 3 സെക്കൻഡ് ഗ്യാപ്പ് നമ്മൾ നേരത്തെ ചെയ്തതാണ്. എങ്കിലും യു ആർ റൈഡിങ് ബിഹൈൻഡ് എ ലാർജ് വെഹിക്കിൾ ആൻഡ് എസ്റ്റിമേറ്റ് ടു ഹാവ് 3 റൺ ബിഹൈൻഡ്. പറഞ്ഞാൽ വലിയൊരു വണ്ടിയുടെ പുറകിൽ പോകുന്നു, 3 സെക്കൻഡ് ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് വാട്ട് ഷുഡ് യു ഡു ടു ബി സേഫ്? സേഫ് ആയിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇംപ്രൂവ് യു ഫോർവേഡ് വ്യൂ ബൈ ഇൻക്രീസ് ദ ഫോളോയിങ് ഡിസ്റ്റൻസ്, മെയിൻറ്റെയിൻ ദ കറണ്ട് ഫോളോയിങ് ഡിസ്റ്റൻസ്, പൊസിഷൻ അവേ ഫ്രം ദ ബ്ലൈൻഡ് സ്പോട്ട് ഓഫ് വെഹിക്കിൾ. അല്ല, കൂടുതൽ ഡിസ്റ്റൻസ് കൊടുക്കണം. ഓൺ യുവർ റൈറ്റ് യു നോട്ടീസ് ദാറ്റ് യു ആർ ഗിവിംഗ് മോർ അറ്റൻഷൻ ദ വെഹിക്കിൾ ഇൻ ഫ്രണ്ട് ഓഫ് യു, വാട്ട് ഷുഡ് ഡു? നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ടിലത്തെ വണ്ടിയായിട്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? സ്പീഡ് അപ്പ്, യുവർ ഫോളോയിങ് ഡിസ്റ്റൻസ് മേ ടു ലോങ്, സ്ലോ ഡൗൺ, യുവർ ഫോളോയിങ് ഡിസ്റ്റൻസ് മേ ടു സ്പോട്ട്, സൗണ്ട് യുവർ ഹോൺ സോ ദ വെഹിക്കിൾ ഇൻ ഫ്രണ്ട് വിൽ മൂവ് ടു ദ ലെഫ്റ്റ് ലെയിൻ. അപ്പോൾ എൻ്റെ ആൻസറാണ് സ്ലോ ചെയ്യണം. എന്തുകൊണ്ട്? നിങ്ങളുടെ ഡിസ്റ്റൻസ് വളരെ കുറവാണ്, അതുകൊണ്ട് സ്ലോ ചെയ്യണം. ആസ് യു ആർ റൈഡിങ് യു നോട്ടീസ്ഡ് അനദർ വെഹിക്കിൾ മെർജിങ് ഫ്രം ദ റൈറ്റ് സൈഡ്. പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കണ്ടോ, നിങ്ങളിങ്ങനെ വരുന്നു, ഈ സൈഡിൽ കൂടെ ഒരാൾ കയറി വരുന്നു, മെർജ് ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾ പൊസിഷൻ ചേഞ്ച് ചെയ്യണം. എന്തുകൊണ്ട്? ദാറ്റ് വെഹിക്കിൾ കുഡ് ടേൺ ടു യുവർ പാത്ത്. നിങ്ങളുടെ വഴിയിലേക്ക് വരാം. ദാറ്റ് വെഹിക്കിൾ ഈസ് ഓൺ യുവർ ബ്ലൈൻഡ് സ്പോട്ട്. നിങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ടിലായതുകൊണ്ട് ദ വെഹിക്കിൾ വിൽ സ്റ്റോപ്പ് ആൻഡ് ഗിവ് വേ. അല്ല, അപ്പോൾ എൻ്റെ ആൻസർ എന്താണ്? ദാറ്റ് വെഹിക്കിൾ കുഡ് ടേൺ ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വഴിയിലേക്ക് വരാം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ലോ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഇവിടെയാണ്. വാട്ട് ഷുഡ് യു ടു അവോയ്ഡ് പോസിബിൾ കൊല്യൂഷൻ വിത്ത് ദ കാർ ഓൺ ദ ലെഫ്റ്റ് സൈഡ്? ഈ വണ്ടിയായിട്ട് ആക്സിഡൻറ്റ് ആവാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പാസിംഗ് ദ കാർ ഇൻ ഫ്രണ്ട് ഓൺ ദ റൈറ്റ് സൈഡ് ഈസ് ഇല്ലീഗൽ ആൻഡ് ഡേഞ്ചറസ്. ദ കാർ ഓൺ ദ ലെഫ്റ്റ് സൈഡ് മേ ഓൺ യുവർ ബ്ലൈൻഡ് സ്പോട്ട്. ചെക്ക് യു മിറർ ആൻഡ് ഡു എ ഹെഡ് ചെക്ക് ബിഫോർ ചേഞ്ച്. പറയുക ലെയിൻ ചേഞ്ചിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മിറർ ചെക്ക് ചെയ്യണം, ഹെഡ് ചെക്ക് ചെയ്യണം. വളരെ ഈസി ആൻസറാണ്. ആസ് യു റൈഡ് യു നീഡ് ടു ലുക്ക് എഹെഡ്. നിങ്ങൾ മുന്നിൽ നോക്കണം. ടു ഗ്യാദർ ഇൻഫർമേഷൻ, പ്രയോറിറ്റൈസ് ആൻഡ് മേക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി. യു ആർ ആക്ച്വലി, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്കാനിങ് ദ റോഡ് ഇൻ ഓർഡർ ടു ബി സേഫ്. സുരക്ഷിതമായിരിക്കാൻ നിങ്ങൾ റോഡിനെ സ്കാൻ ചെയ്യണം. അപ്പോൾ അതാണ് ആൻസർ. നിങ്ങൾ നോക്കാം. സ്കാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മേക്ക് ഷുവർ യു ബൈക്ക് ഈസ് സേഫ് ടു റൈഡ്. അല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? സ്കാൻ ചെയ്യുവാണ്. ഹസാർഡ് ഈസ് എനിത്തിങ് ദാറ്റ് ക്യാൻ കോസ് യു ടു ചേഞ്ച് ഡയറക്ഷൻ, പൊസിഷൻ ഓർ സ്പീഡ് ഓഫ് യു വെഹിക്കിൾ ടു അവോയ്ഡ് ഹസാർഡ്. പറഞ്ഞ ഒരു ഹസാർഡിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടീൻ്റെ ഡയറക്ഷൻ, പൊസിഷൻ, സ്പീഡിനെ എല്ലാം അട്ടിമറിക്കും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ഹസാർഡിനെ മറികടക്കാൻ, അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഹസാർഡ് മേ ബി മൂവിങ് ഓർ നോട്ട് മൂവിങ്. പറഞ്ഞാൽ ഹസാർഡ് മൂവിങ് ചെയ്യാം, മൂവ് ചെയ്യാതെ ഇരിക്കാം. യു നീഡ് ടു ആൻറ്റിസിപ്പേറ്റ് ആൻഡ് ഫോർകാസ്റ്റ് വാട്ട് മേ ഹാപ്പൻ. നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം എവിടെയാണ് ഹസാർഡ്, എങ്ങനെയാണ് ഹസാർഡ് വരുന്നതെന്ന്. യു നീഡ് ടു കീപ് ഷുവർ യു നീഡ് ചെക്ക് മിറർ കറക്റ്റ്ലി. മിറർ ചെക്ക് ചെയ്യണം. അല്ല, നിങ്ങൾ മുൻകൂട്ടി കണ്ടിരിക്കണം, ഫോർകാസ്റ്റ് ചെയ്തിരിക്കണം. ഇൻ ദിസ് സിനാരിയോ, ഈ പിക്ചറിനകത്ത് കാണുന്ന സിനാരിയോ ആണ്.
വാട്ട് ക്യാൻ പോസിബിളി സ്റ്റാർട്ട് എ ഹസാർഡിയസ് സിറ്റുവേഷൻ? ഇവിടെ എന്താണ് ഹസാർഡ്? ഇപ്പം ഇതൊരു ടാക്സിയാണ്, ഇതൊരു കാറാണ്, പക്ഷേ ഇത് നിങ്ങളുടെ വണ്ടിയാണെന്ന് ചോദിച്ചു. ഒരു ടാക്സി ഉണ്ട്, ഒരാൾ കൈ പൊക്കി കാണിക്കുന്നുണ്ട്. അപ്പം എന്താണ്? ദ ടാക്സി സ്റ്റോപ്പിംഗ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് റോഡ്. ടാക്സി ലെഫ്റ്റ് സൈഡിൽ നിർത്തുന്നു. ദ പേഴ്സൺ ഓൺ ദ റൈറ്റ് സൈഡ് ട്രൈങ് ടു ഹെയിൽ എ ടാക്സി. ഒരു റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ ടാക്സി വിളിക്കുന്നു. ദ വൈറ്റ് കാർ ഇൻ ഫ്രണ്ട് ഫോർ നോട്ട് സ്റ്റോപ്പിംഗ്. വൈറ്റ് കാർ നിർത്തില്ല. അല്ല, ഒരാൾ വിളിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഫ്രണ്ട് ഇയാൾ വരും, അപകടമാവാൻ ചാൻസ് ഉണ്ട്. ഇൻ ദി സിനാരിയോ അഗെയിൻ അതേ സെയിം സിനാരിയോ, വാട്ട് ഷുഡ് യു ഡു ടു സ്റ്റേ സേഫ് ഇൻ എ പൊട്ടൻഷ്യൽ ഹസാർഡ് സിറ്റുവേഷൻ? നിങ്ങൾ എങ്ങനെ സേഫായിട്ടിരിക്കും? അപ്പോൾ ഫസ്റ്റ് ആൻസറാണ് ആൻറ്റിസിപ്പേറ്റ് ദ ടാക്സി മേ സഡൻലി സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് പിക്ക് ദ റൈറ്റ്. പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലെ ആൾ കൈ കാണിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വണ്ടി നിർത്തും. അപ്പം അതിനുവേണ്ടി നമ്മൾ തയ്യാറായിരിക്കുക. നിങ്ങൾ ഫ്രണ്ടിലുള്ള വൈറ്റ് കാർ പെട്ടെന്ന് നിർത്തും. ദ ടാക്സി മേ ബി സ്ലോയിങ് ഡൗൺ ഫോർ ദ വൈറ്റ് കാർ. നിങ്ങൾ ടാക്സി ചിലപ്പോൾ സ്ലോ ആക്കും. അല്ല, ഫസ്റ്റ് വെൻ പിക്കിംഗ് അപ്പ് ഓർ ഡ്രോപ്പിംഗ് അപ്പ് സ്റ്റുഡൻറ്റ് സ്കൂൾ ബസ്സസ് വിൽ സ്റ്റോപ്പ് ഫ്രീക്വൻ്റ്ലി. പറഞ്ഞ ഒരു സ്കൂൾ ബസ് പിള്ളേരെ എടുക്കാൻ നേരം അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാനോ പിക്ക് ചെയ്യാനോ കുറേ വട്ടം നിർത്തും റോഡിൽ. ഹൗ ഡു യു ഡീൽ വിത്ത് ദിസ് സിറ്റുവേഷൻ? നിങ്ങളെങ്ങനെ ഡീൽ ചെയ്യും സിറ്റുവേഷനായിട്ട്? സ്റ്റോപ്പ് ഇഫ് ദ സ്റ്റോപ്പ് ആം ഓഫ് ദ സ്കൂൾ ബസ് ഈസ് വർക്കിംഗ്. സ്റ്റോപ്പ് ആം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റോപ്പ് സൈൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വെളിയിലോട്ട് വന്ന് നിൽക്കുവാണെങ്കിൽ നിങ്ങൾ വണ്ടി നിർത്തണം. അപ്പോൾ അതാണ് ആൻസർ. സ്ലോ ഡൗൺ ആൻഡ് പാസ് വൈഡ് ഇഫ് ദ സ്ലോ ചെയ്യണം, പാസ് ചെയ്യണം. അല്ല, അപ്പോൾ സിമ്പിൾ ആൻസർ അതാണ്. വെൻ യു ആർ ഫോളോയിങ് എ സ്കൂൾ ബസ് വാട്ട് ഈസ് ദ കറക്റ്റ് റൈഡിങ് ആറ്റിറ്റ്യൂഡ്? നിങ്ങൾ സ്കൂൾ ബസ്സിൻ്റെ പുറകിൽ പോകുമ്പോൾ എന്താണ് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, സ്വഭാവം, ബിഹേവിയർ? ടു റൈഡ് ഫാസ്റ്റായിട്ട് വണ്ടി ഓടണം. പാസ് ദ സ്കൂൾ ബസ് ക്വിക്ക്ലി, എത്രയും പെട്ടെന്ന് പോകണം. ടു ബി പേഷ്യൻ്റ് ഉള്ളതായിരിക്കണം വെൻ ഡീലിംഗ് വിത്ത് സ്കൂൾ ബസ്സസ്. നെവർ ഓവർടേക്ക് എ സ്കൂൾ ബസ്. അപ്പോൾ ആൻസറാണ് ടു ബി പേഷ്യൻ്റ് വെൻ ഡീലിംഗ് വിത്ത് ദ സ്കൂൾ ബസ്. നമ്മൾ വളരെ പേഷ്യൻ്റ് ആയിരിക്കണം സ്കൂൾ ബസ്സിൻ്റെ പുറകിൽ വണ്ടി ഓടിക്കുമ്പോൾ. വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ബി പേഷ്യൻ്റ് വെൻ ഡീലിംഗ് വിത്ത് സ്കൂൾ ബസ്? എന്തുകൊണ്ട് നിങ്ങൾ പേഷ്യൻസ് ഉള്ളതായിരിക്കണം സ്കൂൾ ബസ്സിൻ്റെ പുറകിൽ വണ്ടി ഓടിക്കുമ്പോൾ? സ്കൂൾ ബസ് നീഡ് ടു ട്രാവൽ അറ്റ് ലോവർ സ്പീഡ്. സ്കൂൾ ബസ് സ്റ്റോപ്പ് അറ്റ് ബസ് സ്റ്റോപ്സ് ഓൺലി. സ്കൂൾ ബസ്സസ് മേ സ്റ്റോപ്പ് ഫോർ സെവറൽ മിനിറ്റ്സ് വെൻ പിക്കിംഗ് ഓർ ഡ്രോപ്പിംഗ് ദ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് സ്കൂൾ ബസ് മേ സ്റ്റോപ്പ് ഫോർ സെവറൽ മിനിറ്റ്. കുറച്ച് നേരം അത് നിർത്തും, പിക്ക് ചെയ്യാനോ ഡ്രോപ്പ് ചെയ്യാനോ. വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ബി എക്സ്ട്രാ കോഷ്യസ് വെൻ ദർ ആർ സ്കൂൾ ബസ് ട്രാവലിംഗ് നിയർ ബൈ? ഞങ്ങൾ വളരെ ജാഗ്രതയോടെ വണ്ടി ഓടിക്കും സ്കൂൾ ബസ്സിൻ്റെ അരികിൽ വണ്ടി ഓടിക്കുമ്പോൾ. സ്കൂൾ ബസ് നീഡ് ടു ബി ട്രാവൽ അറ്റ് ലോവർ സ്പീഡ്. സ്കൂൾ ബസ് ഡ്രൈവേഴ്സ് ഹാവ് സ്പെഷ്യൽ ട്രെയിനിങ് റിക്വയർമെൻറ്റ്. സ്കൂൾ ബസ് നീഡ് ടു ട്രാവൽ സ്മൂത്ത്ലി ടു എൻഷുർ സേഫ്റ്റി ഓഫ് ദ സ്കൂൾ ചിൽഡ്രൻ. എന്ന് വെച്ചാൽ സ്കൂൾ ബസ്സിൽ ആരുണ്ട്? സ്കൂൾ കുട്ടികളുണ്ട്. അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവരങ്ങനെ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ജാഗ്രതയോടെ വണ്ടി ഓടിക്കണം. യു ആർ ട്രാവലിംഗ് ഓൺ എ ബിസി റോഡ് ആൻഡ് യു ഹിയർ എ ലൗഡ് സൈറൺ ഓഫ് എമർജൻസി വെഹിക്കിൾ. വാട്ട് ഷുഡ് ഡു? നിങ്ങളൊരു ബിസി റോഡിൽ വണ്ടി ഓടിക്കുന്നു. നിങ്ങൾ പുറകിൽ ഒരു വലിയ എമർജൻസി വെഹിക്കിളിൻ്റെ സൈറൺ കേൾക്കുന്നു. എമർജൻസി വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫയർ ആവാം, ആംബുലൻസ് ആവാം, പോലീസ് ആവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എമർജൻസി വെഹിക്കിൾ ഷുഡ് പ്രയോറിറ്റി വെൻ ദ സൈറൺ ഇസ് ഓൺ. എമർജൻസി വെഹിക്കിളിന് എപ്പോഴും പ്രയോറിറ്റി ഉണ്ട്. സൈറൺ ഓൺ ആണെങ്കിൽ ട്രൈ ടു മൂവ് ഔട്ട് ഓഫ് ദ വേ ഓഫ് ദ എമർജൻസി വെഹിക്കിൾ ആസ് ക്വിക്ക്ലി ആൻഡ് സേഫ് ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് എമർജൻസി വെഹിക്കിളിൻ്റെ ഫ്രണ്ടിൽ കൂടെ മാറുകയും സുരക്ഷിതമായി മാറുകയും ചെയ്യണം. മിലിറ്ററി വെഹിക്കിൾ ഹാവ് പ്രയോറിറ്റി വെൻ ദേ പ്രൊസീഡ്. അല്ല, എത്രയും പെട്ടെന്ന് മാറണം. യു ആർ റൈഡിങ് ഓൺ എ സ്മാൾ റോഡ് ആൻഡ് യു കെയിം അക്രോസ് ദിസ് സിനാരിയോ. വാട്ട് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു ഹിയർ? നിങ്ങളൊരു ചെറിയ വണ്ടി ഓടിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ സ്കൂൾ ബസ്സിന് ഇങ്ങനെ കാണും, ഒരു സ്റ്റുഡൻറ്റ് നടന്നു വരുന്നു, അമ്മ കൊച്ചിനെ കൈപ്പിടിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെയൊന്നും ഇതിനെ എഴുതിയിട്ടില്ല, പക്ഷേ നിങ്ങൾ ഈ സിനാരിയോയിൽ എന്ത് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ഫോർ ദ സ്റ്റോപ്പ് ആം ടു ബി പുൾഡ് ബാക്ക് ബൈ ദ ഡ്രൈവർ. പറഞ്ഞാൽ ഈ സ്റ്റോപ്പ് ആം അത് അകത്ത് പോകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പ്രൊസീഡ് വൺസ് ദ സ്റ്റുഡൻറ്റ് ക്രോസ് ദ റോഡ്. സ്റ്റുഡൻറ്റ് പോയി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പോകണം. സ്വിങ് വൈഡ് ആൻഡ് റൈറ്റ് സ്ലോലി ടു അവോയ്ഡ്. നിങ്ങൾ കുറച്ച് സ്വിങ് ചെയ്യണം. പറഞ്ഞാൽ സൈഡിൽ കൂടെ മാറി അങ്ങ് പോകണം. അല്ല, സ്റ്റോപ്പ് ചെയ്യണം. ഇഫ് യു എൻകൗണ്ടർ സ്ലിപ്പറി പാച്ചസ് ഓൺ ദ റോഡ് യു നീഡ് ടു സ്ലോ ഡൗൺ, ട്രൈ ടു അവോയ്ഡ് ദം ആൾസോ അവോയ്ഡ്. റോഡിന് നടുക്ക് സ്ലിപ്പറി പാച്ചസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പതുക്കെ വണ്ടി ഓടിക്കണം, അവരെ അവോയ്ഡ് ചെയ്യണം. എന്നിട്ട് വേറെ എന്താ അവോയ്ഡ് ചെയ്യണം? യൂസിങ് ദ ബ്രേക്സ് ഈവൻലി, ബ്രേക്കിംഗ് ഓർ ചേഞ്ചിങ് ദ ഗിയർ, റൈഡിങ് എ സെപ്പറേറ്റ്. അല്ല, ബ്രേക്ക് അടിക്കാനോ ഗിയർ ചേഞ്ച് ചെയ്യാനോ പാടില്ല.
You are riding at night and notice the tail lights of the vehicle in front you are bouncing up and down. It could mean, പറയാം, നിങ്ങൾ വണ്ടി ഓടിക്കുന്നു, നിങ്ങളുടെ ഫ്രണ്ടിലുള്ള വണ്ടിയുടെ ടെയിൽ ലൈറ്റ് ബൗൺസ് ചെയ്യുന്നു, പറഞ്ഞാൽ മിന്നുന്നു അല്ല അണയുകയും ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഡു നോട്ട് വിയർ ഡാർക്ക് വൈസർസ് അറ്റ് നൈറ്റ്. യു ക്യാൻ എക്സ്പെക്ട് എ റഫ് റോഡ് സർഫേസ് അഹെഡ്. സ്ലോ ഡൗൺ ആൻഡ് ലുക്ക് അറ്റ് ദ സൈഡ് ഓഫ് ദ റോഡ് അഹെഡ് ഓഫ് യു ഇൻസ്റ്റീഡ് ഓഫ് ദ വെഹിക്കിൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? യു ക്യാൻ എക്സ്പെക്ട് എ റഫ് റോഡ് സർഫേസ് അഹെഡ്. പറഞ്ഞാൽ ഫ്രണ്ടിൽ എന്തെങ്കിലും റഫ് റോഡ് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ ടെയിൽ ലൈറ്റ് ബൗൺസ് ചെയ്യുന്നത്. യു ആർ ഡാസിൽഡ് ബൈ ദ ബ്രൈറ്റ് ലൈറ്റ് ഓൺസ് ആൻ ഓൺ കമ്മിങ് വെഹിക്കിൾ. ഡാസിൽഡ് എന്ന് പറഞ്ഞാൽ മറ്റ് ഫ്രണ്ടിൽ വരുന്ന വണ്ടിയുടെ ലൈറ്റുകൾ നിങ്ങളുടെ കണ്ണിലേക്ക് അടിക്കും. അങ്ങനെ ആവുകയാണെങ്കിൽ ടു സ്റ്റേ ഓൺ കോഴ്സ് ആൻഡ് ടു ബി സേഫ്. പറഞ്ഞാൽ നിങ്ങൾ സേഫായിട്ട് നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. മേക്ക് ഷുവർ യുവർ വിൻഡ്ഷീൽഡ് ഈസ് ക്ലിയർ ടു ബി ഏബിൾ ടു സീ ദ ക്ലിയർലി അറ്റ് ദ നൈറ്റ്. ഓഫൺ ദർ ഈസ് എ ലൈൻ അറ്റ് ദ എഡ്ജ് ഓഫ് ദ റോഡ് ദാറ്റ് ക്യാൻ യൂസ് എസ് എ ഗൈഡ്. സ്ലോ ഡൗൺ, ലുക്ക് അറ്റ് ദ സൈഡ് ഓഫ് ദ റോഡ് അഹെഡ് ഓഫ് യു ഇൻസ്റ്റീഡ് ഓഫ് ദ അതർ വെഹിക്കിൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? നിങ്ങൾ എത്രയും പെട്ടെന്ന് വേഗത കുറയ്ക്കണം, റോഡിൻ്റെ സൈഡിലേക്ക് നോക്കണം, ആ ഫ്രണ്ടിലത്തെ വണ്ടിയെ നോക്കാതെ സൈഡിലേക്ക് നോക്കണം. ഹൈ ബീം ലൈറ്റ്സ് മേ ബി യൂസ്ഡ് ഓൺ ഹൈവേസ് വിത്ത് ഇൻസഫിഷ്യൻറ്റ് ലൈറ്റിംഗ്. പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ലൈറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഹൈ ബീം ലൈറ്റ് കാണണം. ഇഫ് അനദർ വെഹിക്കിൾ ഈസ് അപ്രോച്ചിങ് ഫ്രം ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഹൈ ബീം ലൈറ്റ്സ് മസ്റ്റ് നോട്ട് ബി യൂസ്. അങ്ങനെയാണെങ്കിൽ ഹൈ ബീം ലൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല. ഹൈ ബീം ലൈറ്റ് മേ ബി യൂസ്, വേണമെങ്കിൽ ഉപയോഗിക്കാം. ഹൈ ബീം ലൈറ്റ് ഈസ് ബെറ്റർ ദാൻ ലോ ബീം ലൈറ്റ്സ്. ഹൈ ബീം ലൈറ്റ് ലോ ബീമിനേക്കാളും നല്ലതാണ്. അല്ല, ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുവാണെങ്കിൽ നിങ്ങൾ ഹൈ ബീം ലൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല. ഹൈ ബീം ലൈറ്റ്സ് മേ ഡാസിൽഡ് ഓൺ ദ ഓൺകമ്മിങ് ഡ്രൈവേഴ്സ് ഐസ്. വാട്ട് ഇസ് ദ റൈറ്റ് തിങ് ടു ഡു? ഹൈ ബീം ലൈറ്റ് മൂലം ഫ്രണ്ടിൽ വരുന്ന വണ്ടിയുടെ ഡ്രൈവറിൻ്റെ കണ്ണിലേക്ക് പതിക്കുകയും അവർക്ക് കാണാതിരിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വിച്ച് ഓഫ് ദ ഹെഡ്ലൈറ്റ്. ഹെഡ്ലൈറ്റ് എത്രയും പെട്ടെന്ന് നിർത്തണം. യൂസ് ഡിപ്ഡ് ഓർ ലോ ബീം ലൈറ്റ്. ഡിപ്പ് ചെയ്യണം അല്ലെങ്കിൽ ലോ ബീം ലൈറ്റ് വേണം. യൂസ് ലോ ബീം ലൈറ്റ്സ് ആൻഡ് ഹസാർഡ് ലൈറ്റ്. ലോ ബീം ലൈറ്റും ഹസാർഡ് ലൈറ്റും വേണം. അല്ല, നിങ്ങൾ ലോ ബീം ലൈറ്റ് വേണം അല്ലെങ്കിൽ ഡിപ്പ് ചെയ്യണം. വെൻ അപ്രോച്ചിങ് അനദർ വെഹിക്കിൾ ഫ്രം ബിഹൈൻഡ്, വിച്ച് ലൈറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ടു യൂസ്? നിങ്ങൾ പുറകിലൂടെ വേറൊരു വണ്ടിയുടെ പുറകിലൂടെ വരികയാണ്. ഏത് ലൈറ്റാണ് കറക്റ്റ് ലൈറ്റ്? ഫ്ലാഷിംഗ് ലോ ബീം ലൈറ്റ്സ്, ഹൈ ബീം ലൈറ്റ്സ്, ലോ ബീം ലൈറ്റ്സ്? അല്ല, ആൻസർ എന്താണ്? ലോ ബീം ലൈറ്റ്സ്. നിങ്ങൾ രാത്രിയിൽ വണ്ടി ഓടിക്കണം, ഹൈ ബീം ലൈറ്റ് ഇട്ടുകൊണ്ട് രാത്രിയിൽ വണ്ടി ഓടിക്കണം. ആസ് യു അപ്രോച്ച് അനദർ വെഹിക്കിൾ ഫ്രം ബിഹൈൻഡ് യു ഷുഡ്. ഒരു വണ്ടിയുടെ പുറകിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സൗണ്ട് യുവർ ഹോൺ ഇൻ ലൗഡ് മാനർ. ഹോൺ അടിക്കണം. ഡിപ്പ് യുവർ ഹെഡ്ലൈറ്റ്സ് കുറയ്ക്കണം. ഫ്ലാഷ് യുവർ ഹെഡ്ലൈറ്റ്സ് ഫോർ എ ഫ്ലാഷ് ചെയ്യണം, അല്ല ഡിപ്പ് ചെയ്യണം. ഹെഡ്ലൈറ്റ് കുറയ്ക്കണം. എ മോട്ടോർ സൈക്കിൾ ക്യാരിങ് എ പില്ലിംഗ് പാസഞ്ചർ വിത്ത് ആക്സിലേറ്റ് സ്ലോവർ ഹാൻഡ്. മോട്ടോർ സൈക്കിളിൽ പുറകിലൊരു പാസഞ്ചർ ഉണ്ടെങ്കിൽ സ്ലോ ആയിട്ട് ആക്സിലേറ്റ് ചെയ്യണം. എന്നിട്ട് ഹാവ് ലെസ് കോർണർ ആൻഡ് ക്ലിയറൻസ് ഇൻ കോർണർ. ഹാവ് മോർ പവർ ടു സ്റ്റോപ്പ്. ക്ലച്ച് വിൽ വർക്ക് മോർ എഫിഷ്യൻ്റ്ലി. അല്ല, ഹാസ് ലെസ് കോർണറിങ് ക്ലിയറൻസ് ഇൻ ദ കോർണർ. ടു ഇംപ്രൂവ് സേഫ്റ്റി ഇറ്റ് ഈസ് ബെസ്റ്റ് ഫോർ പില്ലിയൻ പാസഞ്ചർ. സേഫ്റ്റിക്ക് വേണ്ടി പില്ലിയൻ പാസഞ്ചർ എന്താണ് ബെസ്റ്റ്? സെർവ് as counterweight when rider leans during the turns. Sit as far back as possible. Wear brightly colored protective clothing and helmet as a rider. പ്രോപ്പറായിട്ട് നല്ല പ്രൊട്ടക്റ്റീവ് വസ്ത്രവും ഹെൽമെറ്റും ധരിച്ചിരിക്കണം. അപ്പോൾ അതാണ് ആൻസർ. ഈസിയാണ്. ഡ്യൂറിങ് ദ റൈഡ് ദ റൈഡർ ആൻഡ് ദ പില്ലിയൻ പാസഞ്ചർ ഷുഡ് അവോയ്ഡ് ടോക്കിംഗ് ടു ഈച്ച് അതർ. ബിക്കോസ് പറയാൻ, നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ പുറകിലുള്ള പാസഞ്ചറായിട്ട് വർത്തമാനം പറയാൻ പാടില്ല. ഇത് അവോയ്ഡ് ചെയ്യണം. എന്തുകൊണ്ട്? ദിസ് വിൽ ഇംപ്രൂവ് ദ റൈഡർ ആൻഡ് മേക്ക് ഇറ്റ് സേഫർ. ഇത് നമുക്ക് നല്ല ഇത് റൈഡ് ചെയ്യാനും സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കാനും സാധിക്കും. This will reduce the rider's focus and attention on the road. Talking on phone while riding is not allowed. അല്ല, this will reduce. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? This will reduce the rider's focus and attention on the road. സംസാരിച്ചാൽ ഇങ്ങനെ പറ്റും. You and your friend have seated on the bike and ready for a ride. To have a better view of the traffic around, what should you do? നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരനും ബൈക്കിലിരുന്നു റൈഡ് ചെയ്യാൻ വേണ്ടി, നല്ല രീതിയിൽ ട്രാഫിക് കാണാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ദ മിറർ ബിഫോർ ദ റൈഡ് ആൻഡ് വെൻ യു ബോത്ത് ആൻഡ് യുവർ ഫ്രണ്ട്സ് ആർ സീറ്റഡ്. ഇരിക്കുന്നതിന് മുമ്പിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ദ മിറർ ഡ്യൂറിങ് ദ റൈഡ് വെൻ യു ബോത്ത് യു ആൻഡ് യുവർ ഫ്രണ്ട്സ് സീറ്റഡ്. ഇതിന് ശേഷം നിങ്ങളുടെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യണം. ആസ്ക് യുവർ ഫ്രണ്ട് ടു ചെക്ക് ദ വ്യൂ ഓഫ് ദ റിയർ.
നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിക്കണം നല്ല രീതിയിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? അഡ്ജസ്റ്റ് ദ മിറർ ബിഫോർ ദ റൈഡ് വെൻ യു ബോത്ത് യു ആൻഡ് യുവർ ഫ്രണ്ട്സ് ഇൻ. റൈഡ് ചെയ്യുന്നതിന് മുമ്പിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. വെൻ സെക്യൂറിങ് എ ലോഡ് വാട്ട് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ക്യാൻ പൊട്ടൻഷ്യലി ഡാമേജ് യുവർ ഐ. നിങ്ങളൊരു സാധനങ്ങൾ വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കണം, അത് സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ ഡാമേജ്, നിങ്ങളുടെ കണ്ണിന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. മെറ്റൽ കേസിംഗ്, ദ യൂസ് എലാസ്റ്റിക് സ്ട്രാപ്പ്, മെറ്റൽ ഹുക്സ്, റോപ്സ് മെയ്ഡ് ഓഫ് നൈലോൺ മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് ദ യൂസ് എലാസ്റ്റിക് സ്ട്രാപ്പ് വിത്ത് മെറ്റൽ ഹുക്സ്. ഇതാണെങ്കിൽ ഡേഞ്ചറാണ്. ഫോർ സ്റ്റെബിലിറ്റി ആൻഡ് ഗുഡ് ഹാൻഡിലിംഗ് ഓഫ് ദ ബൈക്ക് ഹൗ ഷുഡ് യു അറേഞ്ച് ദ പ്ലേസ്മെൻറ്റ് ഓഫ് ദ ലോഡ്. ലോഡ് എങ്ങനെ വെക്കണം നല്ല രീതി വണ്ടി ഓടിക്കാൻ, അതാണ് ക്വസ്റ്റ്യൻ. ഹെവി ലോഡ് മേ ബി പ്ലേസ്ഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ റൈഡർ ടു ബി മോർ സെക്യൂർ. ഹെവി ലോഡ് എപ്പോഴും ബാക്കിൽ തന്നെ വെക്കണം. ലോഡ് മേ ബി പ്ലേസ്ഡ് ബിഹൈൻഡ് ദ റിയർ ആക്സൽ. ലോഡ് ഷുഡ് ബി പ്ലേസ്ഡ് എബവ് ഓർ ഇൻ ഫ്രണ്ട് ഓഫ് ദ റിയർ ആക്സൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ലോഡ് ഷുഡ് ബി പ്ലേസ്ഡ് എബവ് ഓർ ഇൻ ഫ്രണ്ട് ഓഫ് ദ റിയർ ആക്സൽ. എവിടെ വെക്കണമെന്നാണ്? റിയർ ആക്സൽ. ഇതിനു മുമ്പ് നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വെൻ പ്ലേസിംഗ് എ ലോഡ് ഓൺ യർ ബൈക്ക് മേക്ക് ഷുവർ ടു ബാലൻസ് ദ വെയിറ്റ്. ഹൗ ഷുഡ് യു ഡു ദിസ്? ലോഡ് വെക്കുമ്പോൾ നമ്മുടെ വണ്ടി ബാലൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കീപ് ദ ലോഡ് ലോ ആൻഡ് സെക്യൂർഡ്. കീപ് ദ ഹൈ ലോ ആൻഡ് സെക്യൂർഡ്. കീപ് ദ ലോഡ് കവേർഡ്. അപ്പോൾ ഇതാണ് ലോഡ് ലോയും സുരക്ഷിതമായിരിക്കണം. യു ആർ ട്രാൻസ്പോർട്ടിങ് എ ബൾക്കി ലോഡ് ഓവർ എ ലോങ് ഡിസ്റ്റൻസ്. വാട്ട് ഷുഡ് യു റിമെമ്പർ ടു ഡു ഡ്യൂറിങ് ദ റൈഡ്? നിങ്ങൾക്ക് ഭാരമേറിയ ഒരു സാധനം വെച്ചുകൊണ്ട് കുറേ ദൂരം വണ്ടി ഓടിക്കണം. നിങ്ങൾ എന്ത് ശ്രദ്ധിച്ചിരിക്കണം? ചെക്ക് ദ ലോഡ് ഫ്രീക്വൻ്റ്ലി ടു മേക്ക് ഷുവർ സ്റ്റിൽ ഇറ്റ് ഈസ് സെക്യൂർഡ്. എപ്പോഴും നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെക്ക് ചെയ്യണം സുരക്ഷിതമാണോ ഇല്ലയോ എന്ന്. റിമെമ്പർ ടു സ്റ്റോപ്പ് ഫ്രീക്വൻ്റ്ലി. എപ്പോഴും നിർത്തണം വണ്ടി. റിമെമ്പർ ടു ചെക്ക് യുവർ ടയറുകൾ ചെക്ക് ചെയ്യണം. അല്ല, എപ്പോഴും ചെക്ക് ചെയ്യണം. ഇഫ് യു ആർ ട്രൈങ് ടു മേക്ക് എൻ എമർജൻസി സ്റ്റോപ്പ് ഫോർ യുവർ ബൈക്ക് ബട്ട് യുവർ ടയർ സ്റ്റാർട്ട് സ്കിഡിങ് വാട്ട് ഷുഡ് ബി റീസൺ? നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എമർജൻസി സ്റ്റോപ്പ് ചെയ്യണം, പക്ഷേ നിങ്ങളുടെ ബൈക്ക് സ്കിഡ് ആവുന്നു. എന്തായിരിക്കും കാരണം? ദ ഫ്രണ്ട് ബ്രേക്സ് വെയർ നോട്ട് വർക്കിംഗ് പ്രോപ്പർ. ഫ്രണ്ട് ബ്രേക്ക് വർക്ക് ചെയ്യുന്നില്ല. ദ റിയർ ബ്രേക്ക് പെഡൽ വാസ് പ്രസ് ടു ഹാർഡ്. ബോത്ത് ഫ്രണ്ട് ആൻഡ് റിയർ ബ്രേക്സ് ആർ വർക്ക് ജസ്റ്റ് ഫൈൻ. അല്ല, ഇപ്പോൾ ഇതിൻ്റെ ആൻസർ പുറകിലത്തെ ബ്രേക്ക് അമർത്തിയപ്പോൾ അതിൻ്റെ പെഡൽ കൂടുതൽ ഹാർഡായിട്ട് അമർത്ത്. When cornering, what is the danger in trying to stop the bike in upright position? The bike will travel in a straight line and run into the path of the traffic. The bike will be able to stop more quickly. The tire may not. And the answer is, the bike will travel in a straight line and run into the path of the other traffic. If your bike skids for any reason, bike skid ആവുകയാണെങ്കിൽ how should you position your feet while you are dealing with the skid? നിങ്ങളുടെ ഫീറ്റ്, നിങ്ങളുടെ കാലിനെ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യും? സ്കിഡിനെ എങ്ങനെ പൊസിഷൻ ചെയ്യുന്നു? യുവർ ഫീറ്റ് ഷുഡ് ബി പൊസിഷൻഡ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ പൊസിഷൻ ആയിരിക്കണം. യുവർ ഫീറ്റ് ഷുഡ് ബി കെപ്റ്റ് പൊസിഷൻ ഓൺ ദ ഫുട് പാക്ക്. യുവർ ഫീറ്റ് ഷുഡ് ബി നൈദർ ഓൺ ദ ഫുട് പാക്ക് നോർ ദ ഗ്രൗണ്ട്. അപ്പോൾ ആൻസറാണ് യുവർ ഫീറ്റ് ഷുഡ് ബി കെപ്റ്റ് പൊസിഷൻ ഓൺ ദ ഫുട് പാക്സ്. ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് സ്കിഡിങ് ഈസ് ഗ്രാബിംഗ് ഓർ സഡൻലി അപ്ലൈ ദ ബ്രേക്ക്. ഹൗ? The brake do not have any grip on the surface. The front brake not work as good as her rear brake. This can lock up the both as. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? This can lock up one or both wheels while braking. When riding on a bike, you will be hit by things like insects, stones and sand. Protect yourself from this bike. നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇൻസെക്റ്റ്, പ്രാണികളോ കല്ലുകളോ അല്ലെങ്കിൽ സാൻഡ്, മണലോ നിങ്ങളെ വന്ന് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും? വിയറിങ് വൈസർ ഓർ ഗൂഗിൾ ടു കീപ്പ് ഔട്ട് ഓഫ് യുവർ ഐ. റൈഡിങ് ആൻഡ് സ്ലോ ലെയിൻ ഓൺലി. വിയറിങ് ഡെഫ്റ്റക്റ്റീവ് ക്ലോത്തിങ് ആൻഡ് റൈഡിങ് ബൂട്ട്സ്. അല്ല, നിങ്ങൾ വൈസറും ഗൂഗിളും ധരിച്ചിരിക്കണം. ഹാവിങ് എ ടയർ ബ്ലോ ഔട്ട് ഈസ് എ റിസൾട്ട് ഓഫ് എ ക്വിക്ക് പങ്ക്ചർ ടു ദ ടയർ. വാട്ട് ഈസ് യുവർ ബെസ്റ്റ് പ്രൊട്ടക്ഷൻ ഫ്രം ദിസ്? പെട്ടെന്ന് ടയറുകൾ പൊട്ടുന്നു, അപ്പം പെട്ടെന്ന് പഞ്ചറാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളെങ്ങനെ നിങ്ങളെ തന്നെ സുരക്ഷിതമാകും? റൈഡ് യുവർ ബൈക്ക് ഡ്യൂറിങ് എ ഡേ ടൈം ഉള്ളി. Replace your tire before they become too worn. Replace your tire every 6 months. പറഞ്ഞാൽ പെട്ടെന്ന് പഞ്ചറാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നിങ്ങൾ പഞ്ചർ ഒട്ടിക്കണം, കൂടുതൽ ടയർ നശിക്കാതിരിക്കാൻ. The tire is not flat but your bike begins to wobble from side to side. ടയർ ഫ്ലാറ്റ് അല്ല, പക്ഷേ നിങ്ങളുടെ ബൈക്ക് ഒരു വശത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു പുറകിൽ. വാട്ട് ഷുഡ് യു ഡു ഫസ്റ്റ് തിങ് ഇൻ സിറ്റുവേഷൻ? നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ലൈ ബോത്ത് ബ്രേക്ക് കെയർഫുള്ളി ആൻഡ് സ്ലോ ഡൗൺ ഗ്രാജുവലി. 2 ബ്രേക്ക് ഓടിച്ചുകൊണ്ട് പതുക്കെ പോകണം. ചെക്ക് ദ ടയർസ് ഫോർ യുവർ ഫിയർ ആൻഡ് ടയർ. ടയറിന് എന്തെങ്കിലും കേട് പറ്റിയൊന്ന് നോക്കണം. ദ ഹെവി ലോഡ് ഈസ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ദ ചെയിൻ ഓഫ് യുവർ ബൈക്ക് ബ്രേക്സ് ആൻഡ് ഇറ്റ് ലോക്സ് ദ വീൽ. വാട്ട് ഷുഡ് ഡു ടു സ്റ്റേ? നിങ്ങളുടെ ബ്രേക്ക് പൊട്ടി, വീൽ ലോക്കായി. അപ്പം സേഫ് ആയിട്ടിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം?
Release the brake and steer to the opposite direction of the skid. Put the pressure on the brake and steer to the direction of the skid. Release the brake and steer to the direction of the skid. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് ബ്രേക്ക് റിലീസ് ചെയ്യുന്നുണ്ട് അതേ ഡയറക്ഷനിലോട്ട് സ്കിഡ് ചെയ്യണം. യു ത്രോട്ടിൽ സ്റ്റക്ക്, നിങ്ങളുടെ ത്രോട്ടിൽ സ്റ്റക്കായി ആക്സിലേറ്റർ. വെൻ യു ആർ നോട്ട് ഏബിൾ ടു സ്ലോ ദ സ്പീഡ് ഓഫ് ദ എൻജിൻ, വാട്ട് ആർ ദ 2 things you can do? Try and unstuck this throttle and then slow down to stop. Pull off the road and brake gently to stop. When you stop engine, call emergency service immediately. അപ്പോൾ ആൻസർ സെക്കൻഡ് ആണ്. Pull off the road and brake gently to stop, then stop the engine. If you need to pull off the road to check your bike, remember to be careful because നിങ്ങൾ റോഡിൻ്റെ സൈഡിലോട്ട് പോകണം. അപ്പോൾ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? You might get stuck in the deep sand. The sandy parts are always marked with warning. Check your mirror and do a head check before changing the lane. അപ്പോൾ ഇതിൻ്റെ ആൻസർ യു മൈറ്റ് ഗെറ്റ് സ്റ്റക്ക് ഇൻ ദ ഡീപ്പ് സാൻഡ്. പറഞ്ഞ സൈഡിലോട്ട് പോകുമ്പോൾ എന്താണ്, മണലിലേക്ക് താഴാൻ ചാൻസ് ഉണ്ട്, സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഇഫ് യു നീഡ് ടു സ്റ്റോപ്പ് ബൈ ദ റോഡ് സൈഡ്, ഡൂ സോ വെൽ അവേ ഫ്രം ദ റോഡ് ടു. റോഡിൻ്റെ സൈഡിൽ നിങ്ങൾ നിർത്തണം. അപ്പോൾ നിങ്ങൾ ഇതിൽ ദൂരം പോകണം. എങ്ങനെ? അവോയ്ഡ് ഗോയിങ് ഫുൾ സ്പീഡ്, അവോയ്ഡ് ബീങ് ഹിറ്റ് ബൈ അതർ വെഹിക്കിൾ ആൻഡ് കോസ് എ ക്രാഷ്, റിമൂവ് ദ പോസിബിലിറ്റി സ്റ്റക്ക് ഇൻ ദ സാൻഡ്. അപ്പോൾ നിങ്ങൾ സൈഡിലോട്ട്, റോഡിൻ്റെ സൈഡിലോട്ട് മാറാൻ വേണ്ടി എന്ത് ചെയ്യണം? അവോയ്ഡ് ബീങ് ഹിറ്റ് ബൈ അതർ വെഹിക്കിൾ, മറ്റു വണ്ടികൾ നിങ്ങൾ തട്ടാൻ ആക്സിഡൻ്റ് ആവാതെ ഇരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ച് പോകണം, അവോയ്ഡ് ചെയ്യണം. എ ക്വിക്ക് വേ ടു swerve around an obstacle called counter steering. When doing this, you should not use any of the brake. You may use the front brake, you may use the rear brake. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 2 ബ്രേക്കും അടിക്കാൻ പാടില്ല. Riding towards an obstacle on the road that is flat like a cardboard or metal sheet, what should do? Make an easy maneuver, ride straight over the top and do not brake, do an emergency braking. ഇപ്പോൾ നിങ്ങളൊരു റോഡിൽ എന്തെങ്കിലും ഒരു കാർഡ്ബോർഡോ മെറ്റൽ ഷീറ്റോ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? റൈഡ് സ്ട്രെയിറ്റ് ഓവർ ദ ടോപ്പ് ആൻഡ് ഡു നോട്ട് ബ്രേക്ക് അടിക്കല്, അതിൻ്റെ മണ്ടേ കൂടെ തന്നെ ഓടിച്ചുകൊണ്ട് പോകണം. റൈഡിങ് ടുവേർഡ്സ് ആൻ ഒബ്സ്റ്റാക്കിൾ ഓൺ ദ റോഡ് ദാറ്റ് ഈസ് ബിഗർ ഓർ എ റഫ് റോഡ്, വാട്ട് ഷുഡ് ഡു? നിങ്ങൾ വളരെ ഒരു ഒബ്സ്റ്റാക്കിൾ ഉണ്ട്, റോഡിൻ്റെ നടുക്ക് എന്തെങ്കിലും വലിയൊരു സാധനം കിടപ്പുണ്ട്, അല്ലെങ്കിൽ റഫ് റോഡാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? റൈഡ് സ്ട്രെയിറ്റ് ഓവർ ദ ടോപ്പ് ആൻഡ് ഡു നോട്ട് ബ്രേക്ക് അടിക്കാൻ പാടില്ല, അതിൻ്റെ മണ്ടേ കൂടെ വണ്ടി വേണം, സ്പീഡ് കൂട്ടണം. ഇഫ് പോസിബിൾ ബ്രേക്ക് ബിഫോർ യു റീച്ച് ദ ഒബ്ജെക്ട് ബട്ട് റിലീസ് ദ ബ്രേക്ക് ബിഫോർ യു ഹിറ്റ് ഇറ്റ്. പോസിബിൾ ആണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബ്രേക്ക് അടിക്കണം, ആ സാധനത്തിൻ്റെ മുമ്പിൽ എത്തുന്നവരെയും, എന്നിട്ട് ബ്രേക്ക് റിലീസ് ചെയ്യണം. In dealing with riding emergency, what can you do to reduce the likelihood of falling over? Try to keep the bike upright in a straight line, try to use the front brake, try to wear the top quality helmets. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് try to keep the bike upright in a straight line. You suddenly felt a huge bang from the back of the bike and felt the bike freewheeling. What can you do? പുറകിൽ നിന്ന് വളരെ ഒച്ചത്തിലൊരു ശബ്ദം വരുന്നു, നിങ്ങളുടെ പുറകിൽ നിങ്ങളുടെ ബൈക്ക് ഫ്രീ വീലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? കീപ് ദ ത്രോട്ടിൽ ഓൺ, ക്ലോസ് ദ ത്രോട്ടിൽ ആൻഡ് ബ്രേക്ക് ടു അപ്പ്, ട്രൈ ടേണിംഗ് ദ എൻജിൻ ഓഫ്. ക്ലോസ് ദ ത്രോട്ടിൽ, എത്രയും പെട്ടെന്ന് ആക്സിലേറ്റർ വിടുകയും സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം. To surge quickly to the left and perform a counter steering, you need to press forward on the left hand grip, press forward on the right hand grip, lean and turn the hand on the grip. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? press forward on the right hand grip. As an unprotected rider, safe following distance is very important because you will have more time to respond to hazard on the road, you will be able to avoid stopping, you will be right. അപ്പോൾ ആൻസർ സിമ്പിൾ ആണ്. You will have more time to respond hazards on the road. The road is slippery, making the riding condition poor. It is good idea to increase the speed and reach the distance quickly. Increase the following distance to 3 seconds. Increase the following to more than 3 seconds. ആൻസർ എന്താണ്? കൂടുതൽ ഡിസ്റ്റൻസ് കൊടുക്കണം റോഡ് കണ്ടീഷൻ പൂവറോ സ്ലിപ്പറി ആണെങ്കിൽ. You are passing a car that are parked on the side. What precaution can you take to stay safe? പറഞ്ഞാൽ പാർക്കിങ്ങിൽ വണ്ടികൾ നിൽക്കുന്നു, അതിൻ്റെ സൈഡിൽ നിങ്ങൾ വണ്ടി ഓടിക്കുന്നു, നിങ്ങൾ എന്ത് പ്രിക്കോഷൻ എടുക്കണം സേഫായിട്ടിരിക്കാൻ? ചേഞ്ച് പൊസിഷൻ, ഹാവ് മോർ സ്പേസ് ടു മൈൻ. അപ്പോൾ അത് തന്നെ ആൻസർ. എത്രയും പെട്ടെന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യണം. ആസ് എ റൈഡർ യു വാണ്ട് ടു ഹാവ് മോർ ടൈം ടു സ്റ്റോപ്പ് ഇൻ കേസ് ഓഫ് എമർജൻസി. ഹൗ ക്യാൻ യു ഡു ദിസ്? ബൈ വെയറിങ് ഹൈലി റിഫ്ലക്റ്റീവ് ക്ലോത്തിങ്, ബൈ ഇൻക്രീസിങ് ഫോളോയിങ് ഡിസ്റ്റൻസ്, ബി അലർട്ട്, ബൈ മെയിൻറ്റെയിനിങ് പ്രോപ്പർലി. അല്ല, കൂടുതൽ ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി നിർത്താൻ സാധിക്കും.
ഹൗ വിൽ വെറ്റ് റോഡ്സ് പെയിൻറ്റഡ് ലൈൻ ആൻഡ് അതർ മാർക്ക്മെൻറ്റ് എഫക്റ്റീവ് റൈഡിങ്? പറഞ്ഞ നനവുള്ള റോഡാണ്, പെയിൻറ്റഡ് ലൈനാണ്, അല്ലെങ്കിൽ മറ്റ് മാർക്കിംഗ് ഉണ്ട്. എങ്ങനെ നിങ്ങളുടെ റൈഡിനെ എഫക്റ്റ് ചെയ്യും? റെഡ്യൂസ് ദ ഗ്രിപ്പ് ഓഫ് ദ ടയർ എഫക്റ്റ് യുവർ സ്റ്റെബിലിറ്റി. ഇൻക്രീസ് ദ ഗ്രിപ്പ് ഓഫ് ദ ടയർ മേക്കിംഗ് റൈഡ് സേഫ്റ്റി ഇംപ്രൂവ്സ്. അല്ല, അത് മൂലം എന്ത് പറ്റും? നിങ്ങളുടെ ടയറിൻ്റെ ഗ്രിപ്പിനെ അത് നല്ല രീതിയിൽ ഗ്രിപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല, എഫക്റ്റ് ചെയ്യും. നോട്ടീസിങ് ദ സ്ലിപ്പറി പാച്ചസ് ഓൺ ദ റോഡ് ദാറ്റ് ക്യാൻ യു ഡു നോട്ട് കീപ് യു റൈഡിങ് സേഫ്. ഇൻക്രീസ് സ്പീഡ് ആൻഡ് ബ്രേക്ക് ഹാർഡ്. ട്രൈ ടു അവോയ്ഡ് സ്ലിപ്പറി പാച്ചസ്. റെഡ്യൂസ് യുവർ സ്പീഡ്, ബ്രേക്ക് ഹാർഡ് ആൻഡ് അവോയ്ഡ്. അല്ല, അങ്ങനെ സ്ലിപ്പറി പാച്ചസിൻ്റെ മണ്ടയിൽ കൂടെ വണ്ടി ഓടിക്കാൻ പാടില്ല, സ്പീഡ് കുറയ്ക്കാൻ വേണം. റൈഡിങ് ഓൺ എ ബമ്പി റോഡ്, ഹൗ ക്യാൻ യു ലെറ്റ് യുവർ ബൈക്ക് സസ്പെൻഷൻ ടു വർക്ക് പ്രോപ്പർലി? ബമ്പി റോഡിൻ്റെ മുകളിലേക്കുള്ള വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങളുടെ ബൈക്കിൻ്റെ സസ്പെൻഷൻ വർക്കാവാൻ വേണ്ടി എങ്ങനെ വണ്ടി ഓടിക്കണം? ബൈ സ്പീഡിങ് അപ്പ്, റൈഡിങ് അപ്പ് റൈറ്റ്, സ്ലോയിങ് ഡൗൺ. അല്ല, സ്ലോ ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട്. അപ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണിത്. റൈഡിങ് ഓൺ എ ബമ്പി റോഡ് ക്യാൻ എഫക്റ്റ് യുവർ സ്റ്റിയറിംഗ് ആസ് വെൽ ആസ് യുവർ സസ്പെൻഷൻ, ഇംപ്രൂവ് യുവർ കൺട്രോൾ ബൈ. ഒരു ബമ്പി റോഡിൻ്റെ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ സസ്പെൻഷൻ എഫക്റ്റ് ആവും. അങ്ങനെ അത് കൺട്രോൾ ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി എങ്ങനെ വണ്ടി ഓടിക്കണം? റേസിങ് യുവർ സെൽഫ് എ ലിറ്റിൽ ഓൺ ദ ഫുട് പാക്കിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഉയർന്നു നിന്നതിന് ശേഷം പെക്സ് ടു ലെസൺ ദ ഷോക്സ് ഓൺ ദ നീസ് ആൻഡ് ബോൺ. അതുമൂലം എന്ത് സംഭവിക്കും? നിങ്ങളുടെ മുട്ടിലോ എൽബോയിലോ കൂടുതൽ ഷോക്ക് അടിക്കാൻ പറ്റത്തില്ല. സ്റ്റേയിങ് ഓൺ സീറ്റഡ് പൊസിഷൻ, റെഡ്യൂസിങ് സ്പീഡ്, ലീനിങ് ഫോർവേഡ് ഇൻക്രീസ് സ്പീഡ്. അല്ല, അതിൻ്റെ ആൻസറാണ് ഫസ്റ്റ്. നിങ്ങൾ കുറച്ചൊന്ന് ഉയർത്ത് നിൽക്കണം, അതുമൂലം എന്ത് സംഭവിക്കണം? കൂടുതൽ ഷോക്ക് അടിക്കുകയില്ല. അങ്ങനെ നമ്മുടെ മോട്ടോർ സൈക്കിളിൽ ഒരു 205 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എന്നിട്ട് ഈ കോമൺ ക്വസ്റ്റ്യനിൽ ഒരു 350 ക്വസ്റ്റ്യൻ ഉണ്ട്. മോട്ടോർ സൈക്കിളിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം ഒരു 205 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അന്നേരം പകുതി ക്വസ്റ്റ്യൻ ഈ കോമൺ ക്വസ്റ്റ്യനിൽ നിന്നും പകുതി ക്വസ്റ്റ്യൻ ഈ മോട്ടോർ സൈക്കിളിൻ്റെ ക്വസ്റ്റ്യനിൽ നിന്നാണ് വരുന്നത്. മൊത്തം 40 ക്വസ്റ്റ്യൻ വരും. 35 ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരും, 5 വീഡിയോസ് വരും. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസും പഠിക്കണം, വീഡിയോസും പഠിക്കണം. അന്നേരം ഈ മോട്ടോർ സൈക്കിളിൻ്റെ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ട് പോരാ, ആദ്യം നിങ്ങൾ കോമൺ ക്വസ്റ്റ്യൻ പഠിക്കണം, അതിനുശേഷം മോട്ടോർ സൈക്കിൾ പഠിക്കണം. അതിൻ്റെ 2 ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഈ 3 കാര്യങ്ങളും ചെയ്യുന്ന ശേഷം മാത്രമേ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുള്ളൂ, എങ്കിലേ നിങ്ങൾ പാസ്സാവുകയുള്ളൂ. മോട്ടോർ സൈക്കിൾ ലൈസൻസ് കിട്ടാൻ വളരെ എളുപ്പമാണ്, പക്ഷേ എൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് വളരെ പാടുള്ളതാണ്. ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനേക്കാളും ഹെവിയേക്കാളും ചിലപ്പോൾ പാടുള്ളതാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക. എല്ലാവിധ ആശംസകളും. നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്ക് വേണ്ടി. ഓക്കെ, താങ്ക് യു, നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.